ഹലോ മക്കളെ, എൻ്റെ പേര് മുഹമ്മദ് ജാസിർ. ഞാൻ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. ഓർഗാനിക് കെമിസ്ട്രി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്ററാണ്. ഹാലോ ആൽക്കേസ് ആൻഡ് ഹാലോ അറൈഡ്സ്. നല്ല കോൺസെപ്റ്റുള്ള ചാപ്റ്റർ ആണെങ്കിലും വളരെ എളുപ്പമാണ് പഠിക്കാൻ. അതിനകത്ത് കുറച്ച് ഐസോമർസ്, ഒപ്റ്റിക്കൽ ഐസോമറിസവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്, സിമ്പിൾ ആണ്. പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണുള്ളത്. സോ നമ്മൾ NCERT ഓറിയന്റഡ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. NCERT ആണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. NCERTനകത്തുള്ള റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. നിങ്ങൾ എല്ലാവരും NCERT പഠിക്കണം. അവസാന സമയമാണ്. ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ടോപ്പിക് എടുക്കാം. അപ്പം ഞാൻ മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഞാൻ പറയുന്നു. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതായത് ഈ നീറ്റ് ആസ്പിരൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ചില ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാ ക്ലാസ്സസ് ആപ്പിനെ പറ്റിയിട്ട്. കേട്ടിട്ടുണ്ടോ? എല്ലാ ക്ലാസ് ആപ്പിനെ പറ്റിയിട്ട്? എല്ലാ ക്ലാസ്സസ് ആപ്പ് എല്ലാ ക്ലാസ്സസ് ആപ്പ് എന്നൊരു ആപ്പ് ഉണ്ട്. നമ്മുടെ ആപ്പാണ്. ആ ആപ്പിന്റെ അകത്ത് ഉള്ള റിവിഷൻ പ്രോഗ്രാമിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയുകയാണ്. TRP എന്ന് പറയുന്ന ഒരു പുതിയൊരു റിവിഷൻ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ടെല്ല റിവിഷൻ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ടെല്ല റിവിഷൻ പ്രോഗ്രാം. ടെല്ല റിവിഷൻ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ടെല്ല റിവിഷൻ പ്രോഗ്രാം. ടെല്ല റിവിഷൻ പ്രോഗ്രാം. ഓക്കെ. അപ്പം എന്താണ് ഈ ടെല്ല റിവിഷൻ പ്രോഗ്രാമിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഒന്നുമില്ലടാ. നമ്മൾ പ്രധാനമായിട്ടും ഈ നീറ്റ് എക്സാമിന്റെ അവസാന സമയത്ത് അല്ലെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, മെന്റലി ഭയങ്കര ഡൗൺ ആണ്. കാരണം ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെ ആകെ ഒരു വെപ്രാളത്തിലായിരിക്കും. അപ്പം ഈ നീറ്റിന്റെ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ നീറ്റ് എക്സാമിന്റെ അവസാന ലാപ്പിലാണല്ലോ ഉള്ളത്. അതെ. അപ്പം ആ ഒരു അങ്ങനത്തെ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ നമുക്ക് നീറ്റിന് നല്ല മാർക്ക് വാങ്ങിക്കണം, അതിന് എന്തൊക്കെ സ്ട്രാറ്റജികളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഈ ടെലറിവിഷൻ പ്രോഗ്രാം എന്ന സാധനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഈ ആപ്പിന്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ടെലറിവിഷൻ പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന ഒരു പരിപാടിയാണ് ഫാസ്റ്റ് ട്രാക്ക് സീരീസ്. ഫാസ്റ്റ് ട്രാക്ക് സീരീസ് എന്ന് പറയുന്നത്. ഫാസ്റ്റ് ട്രാക്ക് സീരീസ് എന്താണ് ഫാസ്റ്റ് ട്രാക്ക് സീരീസ്? ഫാസ്റ്റ് ട്രാക്ക് സീരീസ് പ്രധാനമായിട്ടും മക്കളെ നമ്മൾ 3 കാര്യങ്ങളാണ്. ടെലവിഷൻ പ്രോഗ്രാം അണ്ടറിൽ വരുന്നതാണ് ഫാസ്റ്റ് ട്രാക്ക് സീരീസ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ഫാസ്റ്റ് ട്രാക്ക് സീരീസ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ വൺ ഷോട്ട് വീഡിയോസുകൾ. അതായത് നമ്മൾ പ്രധാനമായിട്ടും വൺ ഷോട്ട് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യും. വൺ ഷോട്ട് വീഡിയോസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററിന്റെയും എന്തുണ്ടാവും, സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഈച്ച് ചാപ്റ്റർ, ഓരോ ചാപ്റ്റർ സിംപ്ലിഫൈഡ് ആയ നോട്ട്സ് ഉണ്ടായിരിക്കും. നോട്ട്സ് അല്ല, വീഡിയോസ് ഉണ്ടായിരിക്കും. വൺ ഷോട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ആ ചാപ്റ്ററിന് 100ഓളം ചോദ്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള 100ഓളം ചോദ്യങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്തുണ്ടാവും, കംപ്ലീറ്റ് ആയിട്ടും അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് സൊല്യൂഷൻ ഉള്ള ടൈപ്പ് ഓഫ് സോൾവ്ഡ് വീഡിയോസുകൾ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്പിലൂടെ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ അവസാന സമയത്ത് നമുക്ക് വലിയൊരു ഒരു ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അറിയത്തില്ല, കൃത്യമായിട്ട് അറിയാത്ത, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ചാപ്റ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു വീഡിയോസ് കണ്ടിട്ട് അതിന്റെ ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോൺഫിഡൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. കൃത്യമായിട്ട് റിവൈസ് ചെയ്യാനും പറ്റുകയും ചെയ്യും. അറിയാത്ത ക്വസ്റ്റൻസുകൾ പഠിക്കാനും പറ്റും. ഇതൊരു നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് ട്രൈ യൂട്ടിലൈസ് ചെയ്ത് നോക്കാം. ആപ്പ് കണ്ടുകൊണ്ട് ആ സംഭവം ആപ്പിലുള്ള ആൾക്കാരൊക്കെ, ആപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരും അതേപോലെ യൂസ് ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യാം, അതൊന്ന് യൂട്ടിലൈസ് ചെയ്ത് നോക്കാം. അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് നോക്കാം. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള മക്കളെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ടെല്ല റിവിഷൻ പ്രോഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചർ ആണെന്ത്, നമ്മുടെ വൺ ടു വൺ മെന്റർഷിപ്പ് പ്രോഗ്രാം. അതായത് പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് പ്രോഗ്രാം. മെഡിക്കോസുകൾ ഒക്കെ ചെയ്യുന്ന മെന്റർഷിപ്പ് പ്രോഗ്രാം ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമുക്കറിയാം ഒരു നീറ്റ് എക്സാം പോലെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രധാനമായിട്ടും വേണ്ടത് മെന്റൽ സ്ട്രെങ്ത് ആണ്. മെന്റൽ സ്ട്രെങ്ത് ഇപ്പൊ നമുക്ക് എത്ര വിവരം ഉണ്ടെന്ന് പറഞ്ഞ കാര്യം ഉണ്ടായില്ല. ചിലപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാനും, അതുപോലെ എങ്ങനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ എക്സാം എങ്ങനെ അഭിമുഖീകരിക്കാം, അതുപോലത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും മനസ്സിലാക്കി തരാനും വേണ്ടി നമുക്ക് നല്ല മെന്ററിംഗ് സപ്പോർട്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം കൂടി ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്. അപ്പം ഈ ആസ്പിറൻസിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മക്കളെ ഈ ഒരു അതായത് നമ്മുടെ TRPനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയട്ടെ. മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുറേ ചോദ്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുന്ന ചോദ്യങ്ങൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള, നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള പാറ്റേണുള്ള ചോദ്യങ്ങളായിരിക്കണം. നിങ്ങൾക്കറിയാം എക്സാമിന് നമ്മൾ എത്രത്തോളം എക്സാംസ് നമ്മൾ എഴുതുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, അത്രത്തോളം നമ്മൾ ഈ മാർക്ക് ഇംപ്രൂവ് ചെയ്യും. നമ്മൾ ഓരോ തെറ്റുകൾ മനസ്സിലാക്കി അത് അനലൈസ് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാർക്ക് കൂടി വന്ന് നമ്മുടെ നീറ്റിന്റെ ടോപ്പ് MBBS ഗവൺമെന്റ് സീറ്റിലേക്ക് ലെവലിൽ നമ്മൾ എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം, ആഗ്രഹിച്ച് പഠിക്കണം. റെഡി അല്ലേ? അപ്പം അതിന് ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് എക്സാംസുകൾ എഴുതണം. അത് ഏത് എക്സാം ക്വാളിറ്റിയുള്ള എക്സാം ആയിരിക്കണം. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ആപ്പിൽ കൊടുത്തിരിക്കുന്നത്. എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ഇനി
നീറ്റിന്റെ അവസാന ലാപ്പാണ്, അവസാന സമയമാണ്. നിങ്ങൾ ഉഴപ്പാൻ പാടില്ല. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് തന്നെ ഇഷ്ടപ്പെട്ട കോളേജിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തന്നെ, നിങ്ങളുടെ എയിംസ് ഡൽഹി പോലെയുള്ള അല്ലെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പോലുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. ഇപ്പോഴല്ല പഠിച്ചു തുടങ്ങേണ്ടത്, ഓൾറെഡി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ബട്ട് ഈ സമയത്ത് നിങ്ങൾ ഉഴപ്പരുത് എന്നാണ് പറയുന്നത്. അതായത് അവസാനമായിട്ടുള്ള ഒരു സമയത്ത് നിങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്യുക, കാര്യങ്ങൾ പഠിച്ചൊക്കെ ഓർത്തെടുക്കുക, അതുപോലെ ഇന്റൻസീവ് ആയിട്ട് എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ റിവിഷൻ ഇങ്ങനെ പക്ക ആയിക്കൊണ്ടിരിക്കുക. മനസ്സിലാവാത്ത ഏതെങ്കിലും ടോപ്പിക്, അറിയാത്ത ഭാഗങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾ തെറ്റുകൾ മനസ്സിലാക്കുക. ഇതൊക്കെ ചെയ്യേണ്ട അവസാനത്തെ ഒരു എന്താ പറയുക, പൊടി തട്ടൽ പീരീഡാണിത്. ലാസ്റ്റ് ലാപ്പാണ്. നിങ്ങൾ ഉഴപ്പരുത്. ഡ്രോപ്പ് ചെയ്യാനുള്ള പരിപാടിയൊന്നും ചിന്തിക്കരുത്. കാരണം നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഓടി. ഇനി അവസാന ലാപ്പും കൂടി ഇല്ല. അതും കൂടി ഓടി എന്ത് ചെയ്തു, നമ്മളെ കടമ്പങ്ങ് കഴിഞ്ഞു. മെയ് 4-ാണ് നീറ്റ് എക്സാം വരുന്നത്. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ക്ഷമിച്ച് സഹിച്ച് അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവാം. ഓക്കെ. അപ്പം നിങ്ങൾ എല്ലാവരും നല്ല വൃത്തിക്ക് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് പറയാണ് ഇപ്പം തന്നെ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ടോപ്പിക് എന്താണ്? ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് ആണ്. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് ആണ്. വളരെ കമ്പാരിറ്റീവ്ലി അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ടോപ്പിക്കാണ് ഇത്, ഹാലോ ആൽക്കെയിൻസും ഹാലോ അറീൻസും. ബട്ട് ഇതിന്റെ അകത്ത് ചില ടോപ്പിക്സ് എന്ത് ചെയ്യാം, മേ ബി നിങ്ങൾ എന്തെങ്കിലും കുഴപ്പിച്ചേക്കാം. അതായത് നമ്മുടെ ഒപ്റ്റിക്കൽ ഐസോമറിസം പോലുള്ള ചെറിയ കോൺസെപ്റ്റുകളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ടെൻഷനും വേണ്ട. നമുക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് NCERT ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ NCERT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ NCERT സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതായത് നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഔട്ട് ഓഫ് സിലബസ് ഒന്നും നിങ്ങൾ പഠിക്കരുത്. NCERT മാത്രം മതി. ഇതിനകത്ത് ഇൻഡെക്സ് ക്വസ്റ്റ്യൻ, ഇതിനകത്തുള്ള അതേപോലെയുള്ള ഇതിനകത്ത് വരുന്ന എക്സസൈസുകൾ, പിറകിലുള്ള ചോദ്യങ്ങൾ, NCERT എക്സാംപ്ലറുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ മതി നമുക്ക് എന്ത് ചെയ്യാം, നീറ്റ് ക്രാക്ക് ചെയ്യാം. റെഡി? റെഡി. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ടോപ്പിക്കിലേക്ക് കിടക്കാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കാണ്, മക്കളെ എന്താണ് മക്കളെ ഈ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറഞ്ഞാൽ? ചോദ്യം ഇതാണ്, വാട്ട് യു മീൻ ബൈ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്? എന്താണ് ഹാലോ ആൽക്കെയിൻസും ഹാലോ അറീൻ എന്ന് പറയുന്നത്? ജസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്, നമ്മൾ ബിൽഡ് ചെയ്ത് പോവുക കോൺസെപ്റ്റ്. എന്താണ് ഹാലോ ആൽക്കെയിൻസും ഹാലോ അറീൻസ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ. എന്താടാ? യെസ്. അതായത് മക്കളെ നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹാലോ ആൽക്കെയിൻസ്, പേരിൽ തന്നെ ഉണ്ട്. അതായത് നിങ്ങൾ ഹൈഡ്രോ കാർബണിലെ ആൽക്കെയിനെ പറ്റി പഠിച്ചിട്ടില്ലേ? യെസ്. ആൽക്കെയിൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ജനറൽ ഫോമിൽ എന്താണ്? CnH2n+2. നിങ്ങൾ അറിയുന്ന കാര്യങ്ങളായിരിക്കും. അതിലൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾ പഠിച്ചത്. ഈ പറഞ്ഞ പോലെ നമുക്ക് പറയാം, ഒരു എക്സാമ്പിൾ കാണിക്കാൻ നിങ്ങൾക്ക് CH4, മീഥൈൻ, ഒരു ആൽക്കീനാണ്. അപ്പൊ ഈ ആൽക്കീനകത്തുള്ള ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു ഹാലൈഡ് ഗ്രൂപ്പ് വന്നിരിക്കുകയാണെങ്കിൽ, ഒരു ഹാലൈഡ് ഗ്രൂപ്പ് വന്നിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹാലോ ആൽക്കേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ കാണുന്ന CH4 ഹൈഡ്രജൻ മാറ്റിയിട്ട് ആര് കയറിയിരിക്കുകയാണ്, ഒരു ഹാലജൻ കയറിയിരിക്കുകയാണെങ്കിൽ ഹാലോ ആൽക്കെയിൻസ്, വിളിക്കുക ഹാലോ ആൽക്കെയിൻ. അപ്പൊ ഇയാൾ വിളിക്കുന്ന പേരാണ് ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഹാലോ ആൽക്കെയിൻസ്. ഇനി എന്താണ് ഹാലോ അറൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിൾ. ബെൻസീൻ റിംഗ് എടുക്കാം. അതിപ്പോ ഇതിന്റെ നേരെ അൾട്ടർനേറ്റീവ്, ഇതിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആരുണ്ടാകും? ഇതേപോലത്തെ അറൈൽ ഗ്രൂപ്പുകൾ ഉണ്ടാകുമല്ലോ, ഉണ്ടാകും. അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ബെൻസീൻ അല്ലേ? അപ്പൊ ഇവിടെയും C6H6 അല്ലേ ബെൻസീൻ? അപ്പോൾ ഒരു ഹൈഡ്രജൻ ഉണ്ടാവില്ലേ? ആ ഹൈഡ്രജൻ മാറ്റിയിട്ട് ഒരു ഹാലജൻ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ബിക്കംസ് എന്തായി മക്കളെ? ബിക്കംസ് അറൈൽ ഹാലൈഡ്. എന്താടാ ഇതിപ്പോ എന്തായി? ബിക്കംസ് എന്തായി? പറ. എന്തായി? ബിക്കംസ് അറൈൽ ഹാലൈഡ്. ബിക്കംസ് അറൈൽ ഹാലൈഡ്സ്. സെറ്റ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് പറയാനുള്ളത്. ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യം ഇതാണ്. ഏതൊക്കെയാണ് ആൽക്കിൽ ഹാലൈഡും അറൈൽ ഹാലൈഡും എവിടെ നിന്നുണ്ടായി, എന്തുണ്ടായി എന്നുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ NCERT-യിലേക്ക് കടക്കാം. NCERT എന്തൊക്കെയാണ് നമ്മളോട് പറയുന്നത് നോക്കിയാലോ? എന്തൊക്കെയാണ് നമ്മളോട് പറയുന്നത് നോക്കിയാലോ? NCERT നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഒന്ന് നമുക്ക് കണ്ണോടിച്ച് നോക്കാം. ക്ലാസിഫിക്കേഷൻ. NCERT പറയുന്ന ക്ലാസിഫിക്കേഷനെ പറ്റിയാണ്. ക്ലാസിഫിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് ഹാലോ ആൽക്കീൻസും ഹാലോ അറീൻസും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ബേസ് ഓഫ് നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ്. അതായത് ഹാലജൻ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ, അത് എത്ര ഹാലജൻ ആറ്റം ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഹാലോ ആൽക്കൈൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം ഹാലോ ആൽക്കൈൻസിന് ഇപ്പം നമ്മൾ പറയുകയാണ് ഹാലജന്റെ എണ്ണം ഒന്നാണെങ്കിൽ മോണോ ആൽക്കൈൻസ്. ഒരു ഹാലജൻ മാത്രമാണെങ്കിൽ വിളിക്കുന്ന പേരാണ് മോണോ ആൽക്കൈൻ എന്ന് പറയും, മോണോ ഹാലോ ആൽക്കൈൻ എന്ന് പറയുന്നു. ഇനി രണ്ട് ഹാലജൻ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡൈ ഹാലോ ആൽക്കൈൻ. അതായത് രണ്ട് ഹാലജൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡൈ ഹാലോ ആൽക്കൈൻ. അത് രണ്ട് ഹൈഡ്രജൻ മാറ്റിയിട്ട് ആര് കയറിയിരിക്കുകയാണ്, ഇതേപോലെ തന്നെ ഹാലജൻ കയറിയിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡൈ ഹാലോ ആൽക്കൈൻ എന്ന് പറയുന്നു. ഇനി ആ ഒരു സ്ട്രക്ചറിന്റെ ആൽക്കൈൻ ഗ്രൂപ്പിന്റെ സ്ട്രക്ചറിന്റെ അകത്ത് ഉള്ള 3 ഹൈഡ്രജനെ മാറ്റിയിട്ട് 3 ഹാലജൻ ഗ്രൂപ്പിൽ ഇരിക്കുകയാണ്, ദാറ്റ് ഈസ് നോൺ ആസ് ട്രൈ ഹാലോ ആൽക്കൈൻ എന്ന് പറയുന്നു. ഇതേപോലെ അറൈനിലും ഉണ്ടാകും, മോണോ ഹാലോ അറൈൻ ഉണ്ട്, ഡൈ ഹാലോ അറൈൻ ഉണ്ട്, ട്രൈ ഹാലോ അറൈൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിന്റെ ബേസ് ഓഫ് എന്താണ്? നമ്പർ ഓഫ് ഹാലജൻ ഗ്രൂപ്പ്. നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക.
ശ്രദ്ധിക്കണം മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേസിക് ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ബേസിക് അറിഞ്ഞിട്ട് വേണം മുമ്പോട്ട് പോകാൻ. ഇനി കോമൺ കണ്ട sp3 കാർബൺ എന്നുള്ള കാര്യം പറയാം. ഓക്കെ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രൈമറി എന്ത്, സെക്കൻഡറി എന്ത്, ടെർഷറി എന്ന് അറിയാത്തവരുണ്ടോ? അപ്പൊ പ്രൈമറി ഹാലോ ആൽക്കേൻ ഉണ്ട്, സെക്കൻഡറി ഹാലോ ആൽക്കേൻ, ടെർഷറി ഹാലോ ആൽക്കേൻ ഉണ്ട്. അതായത് ഇതിപ്പോ എന്താ മക്കളെ, പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ? ഇത് നോക്കി പറയുന്നത് പ്രൈമറി ആണ്. എന്താ മക്കളെ, ഇത് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ? പറഞ്ഞ എല്ലാവരും പറഞ്ഞേടാ. എന്താണ്, പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ? ഓക്കെ, ഇതെന്താ സാധനം? കുറച്ചുകൂടി ഇത് കൂട്ടല്ലേ, കട്ടി കൂട്ടല്ലേ, കളറിന് കട്ട് കൂട്ടിയേക്കാം. ഇപ്പൊ ഓക്കെ ആണോ? ഇനി കൂട്ടണോ? ഒന്നുകൂടി കൂട്ടിയാലോ? ഒന്നുകൂടി കൂട്ടിയേക്കാം. ഐ തിങ്ക് ദിസ് ഓക്കെ. അപ്പൊ ഇതെന്താ മക്കളെ നോക്കിയേ, ഇത് പ്രൈമറി ആണോ, സെക്കൻഡറി, ടെർഷറി? ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? അതായത് നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നൊക്കെ എങ്ങനെ പറയാന്ന് വെച്ചാൽ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, എല്ലാവരും അറിയാത്തവരുണ്ട് നോക്കിയേ, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. അതായത് നമ്മൾ പറയാണ്, ഇപ്പൊ ഇതൊരു കാർബൺ ആറ്റം ആണ്. കാർബൺ ആറ്റം എന്ത് ചെയ്യുന്നു? നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നു, മറ്റൊരു ആൽക്കൈൽ ഗ്രൂപ്പുമായി അറ്റാച്ച് ചെയ്യുന്നു, മറ്റൊരു ആൽക്കൈൽ ഗ്രൂപ്പുമായി അറ്റാച്ച് ചെയ്യുന്നു. വേണമെങ്കിൽ R1, R2, R3 എന്ന് കൊടുക്കുന്നു. ഒരു ഹാലജനുമായി അറ്റാച്ച് ചെയ്യുന്നു. റെഡി. ഇനി ഇത് പ്രൈമറി ആണോ, സെക്കൻഡറി, ടെർഷറി എന്ന് മനസ്സിലാക്കി വെച്ചത്. ഈ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്, നമ്മുടെ ഈ കാർബൺ ആറ്റം ഇല്ലടാ, ഈ കാർബൺ ആറ്റം ഡയറക്റ്റ് ആയിട്ട് ഒരു കാർബൺ ആറ്റമായിട്ടാണ് അറ്റാച്ച് ചെയ്തെങ്കിൽ പ്രൈമറി. രണ്ടാളായിട്ട് അറ്റാച്ച് ചെയ്ത് എന്താണ് സെക്കൻഡറി, ആൻഡ് മൂന്നാളായിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് ടെർഷറി എന്നാണ് പറയാം. ഒന്ന് കട്ടി ഇത് മതി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും എന്ത്, ഇവിടെ ഈ കാർബൺ ആറ്റം ഒരു കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തു, രണ്ടാൾ അറ്റാച്ച് ചെയ്തു, മൂന്നാൾ അറ്റാച്ച് ചെയ്തു. അതിന്റെ അർത്ഥം എന്താണ്? ടെർഷറി എന്ന് വിളിക്കും. എന്താ പറയാ? ടെർഷറി എന്ന് വിളിക്കും. ടെർഷറി. അപ്പൊ ഇത് ടെർഷറി ആണ്. എന്താണ്? ടെർഷറി ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതേപോലെ ഈ നോക്കിയേ, കാർബൺ R1, R2 എന്ന് വിചാരിക്കും. R1, R2 എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഒരു ജസ്റ്റ് ഒരു ഹൈഡ്രജൻ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. വാലൻസി കംപ്ലീറ്റ് ചെയ്യുന്നു ഹൈഡ്രജനുമായിട്ട്. അപ്പൊ ഇതെന്താണ്? കാർബൺ ആറ്റം. ഈ കാർബൺ ആറ്റം എന്താണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി, ടെർഷറി ആണോ? ഒരു കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച്, അടുത്ത കാർബൺ ആറ്റം അറ്റാച്ച്മെന്റ്. അപ്പൊ സെക്കൻഡറി ആണ്. ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, R1, R1 ഇവിടെ ഹൈഡ്രജൻ ആയിട്ട്, ഇത് ഹൈഡ്രജൻ ആയിട്ട്, ഇത് എക്സ് ആയിട്ട്, ഇതെന്താണ് അപ്പം? പ്രൈമറി ആണ്. ഇതാണ് കോൺസെപ്റ്റ്. നിങ്ങൾ എല്ലാവരും നോക്കിക്കേ മക്കളെ, നോക്കിക്കേ, ഈ സാധനം എന്താണ്? ഇത് പ്രൈമറി ആണ്. കാരണം ഈ കാർബൺ ആറ്റം ഡയറക്റ്റ് ആയിട്ട് ഒരു കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, സോ പ്രൈമറി ആണ്. ഈ കാർബൺ ആറ്റം എന്താണ്? ഈ കാർബൺ ആറ്റം അടുത്തൊരു കാർബൺ ആറ്റവും രണ്ട് കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, സോ സെക്കൻഡറി ആണ്. ഈ കാർബൺ ആറ്റമോ? ഈ കാർബൺ ആറ്റം മൂന്ന് കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, സോ എന്നാൽ ടെർഷറി ആണ്. അപ്പൊ അങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ശരിയല്ലേ? ഇന്ന് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇങ്ങനെയാണ് നമ്മൾ പറയാറ്. സാധാരണ നമ്മൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ എങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറിയെ വേർതിരിച്ച് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇതുപോലെയാണ്. ഓക്കെ, അതായത് എത്ര കാർബൺ ആറ്റം അയച്ച് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ, അതായത് ഹാലജൻ ആണല്ലോ. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ എത്ര കാർബൺ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേപോലെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു നോക്കുക. അപ്പം ഒരു കാർബൺ ആറ്റമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അത് പ്രൈമറി, രണ്ടാണെങ്കിൽ സെക്കൻഡറി, മൂന്നാണ് ടെർഷറി. പക്ഷേ ഒരു എക്സെപ്ഷൻ പറയട്ടെ നിങ്ങളോട്. ഒരു എക്സെപ്ഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക്, എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ മക്കൾ ശ്രദ്ധിക്കണം. എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എക്സെപ്ഷൻ? എക്സെപ്ഷൻ എന്താണ്? അതായത് ഒന്നുമില്ലടാ, സിമ്പിൾ. അതായത് നമ്മൾ എക്സെപ്ഷൻ ആയി പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ഈ അമൈൻസിൽ പഠിക്കുമ്പോൾ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് പറയുന്നത് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ അറ്റാച്ച്മെന്റ് ഓഫ് കാർബൺ ആറ്റം. എന്താണ്? ഇറ്റ്സ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് മക്കളെ, പ്രൈമറി എന്ന് പറയുമ്പോൾ RNH2, അതായത് രണ്ട് ഹൈഡ്രജൻ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി. ആൻഡ് സെക്കൻഡറി ആണെങ്കിൽ എന്താണ്? ഇത് RNHR ആണ്, വിച്ച് മീൻസ് അവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? ഒരു ഹൈഡ്രജൻ ആറ്റം ആണുള്ളത്. ആൻഡ് ടെർഷറി ദാറ്റ് ഈസ് RNR2, ദാറ്റ് ഈസ് RNR എന്ന് വെച്ചാൽ അർത്ഥം അവിടെ ഹൈഡ്രജൻ ആറ്റമേ ഇല്ല. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. സാധാരണ ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഈസ് ഓൺ ദ ബേസ് ഓഫ് എന്താണ്? അറ്റാച്ച്മെന്റ് ഓഫ് കാർബൺ ആറ്റം ആണ്. കാർബൺ ആറ്റം എത്ര കാർബൺ ആറ്റമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി പറയാറുള്ളത്. പക്ഷേ നമ്മുടെ അമൈൻസിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം നോക്കിയിട്ടാണ് എന്ത് പറയാ? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന കാര്യം പറയാം. ഓക്കെ അല്ലേ മക്കളെ? ഇത് കോൺസെപ്റ്റ് റെഡി ആണല്ലോ? എല്ലാവരും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത NCERT പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കാം. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ് ആണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കുറെ ടേമുകൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. കുറെ ടേമുകൾ. അതായത് ശ്രദ്ധിക്കുക എല്ലാവരും. അലൈലിക്, ബെൻസൈലിക്, അലൈലിക് ഉണ്ട്, ബെൻസൈലിക് ഉണ്ട്, അതേപോലെ വിനൈലിക് ഉണ്ട്, ആൻഡ് അറൈൽ ഹാലൈഡുകൾ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ബേസ് ആണ്. അപ്പം ഈ ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ഒരു NCERT കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ബേസിക് നോളജ് തരണം. എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ കിട്ടത്തുള്ളൂ.
നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയയും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എൻസിഇആർടിയിലേക്കുള്ള ഓരോ ചിത്രങ്ങളും നോക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്കാണെങ്കിൽ അറിയുന്നവരുണ്ടാവും മേ ബി, പക്ഷെ ഭൂരിഭാഗം കുട്ടികൾക്കും അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. സോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. അറിയുന്ന ആൾക്കാരൊന്ന് റിവൈസ് ചെയ്തെടുക്കുക. ഓക്കെ മക്കളെ, എന്താണ് അലൈലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ 4 ടെർമിനോളജി എഴുതാൻ പോവാണ്. അലൈലിക് എഴുതുന്നു, അതേപോലെ ബെൻസൈലിക് എഴുതുന്നു, ആൻഡ് വിനൈലിക് എഴുതുന്നു, അതേപോലെ തന്നെ അറൈലിക് എഴുതുന്നു. നമ്മളിവിടെ എന്തിനെ പറ്റി പഠിക്കുന്നത്? ആൽോ ആൽക്കേൻസ് അല്ലേ? സോ അലൈലിക് ആൽോ ആൽക്കേൻസ് ഉണ്ട്. അതായത് അലൈലിക് കാർബൺ, അതേപോലെ അലൈലിക് ആൽക്കഹോൾ, ഇങ്ങനെ കിട്ടണം വിനൈലിക് ആൽക്കഹോൾ, ബെൻസൈലിക് ആൽക്കഹോൾ, അതേപോലെ അലൈലിക് ആൽോ ആൽക്കേൻസ്, അങ്ങനെ ഓരോ ടൈപ്പുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ അലൈലിക് എന്ന് പറഞ്ഞ എന്താണ്? അതാണ് ബേസിക്കലി എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. ഇത് ഹാലോ ആൽക്കേൻസിനും അല്ലെങ്കിൽ നമ്മൾ ആൽക്കഹോൾസിനും എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. അലൈലിക് എന്താന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അലൈലിക് കാർബൺ ആറ്റം എന്താണ്? അലൈൽ എന്താണ്? വിനൈൽ എന്താണ്? ബെൻസൈൽ എന്താണ്? അറൈൽ എന്താണ്? ഇത് ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം അലൈൽ എന്താന്നുള്ളതിനെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അതായത് മക്കളെ, നമ്മള് ഒരു CH2 ഡബിൾ ബോണ്ട് CH2 ശ്രദ്ധിക്കണേ. ഇവിടുത്തെ പ്രത്യേകത എന്താ മക്കളെ? നോക്കിക്കേ, എല്ലാവരും കണ്ണു തുറന്ന് നോക്കിക്കേ, നോക്കൂ. അതായത് ഇത് ഡബിൾ ബോണ്ട് അല്ലേടാ? ഡബിൾ ബോണ്ട് തൊട്ടടുത്തുള്ള കാർബൺ ആറ്റം ഏതാണ്? ഇതല്ലേ? ഡബിൾ ബോണ്ടിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ആറ്റത്തിന്റെ മോളാണ് നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ്? അലൈലിക് കാർബൺ. അപ്പൊ ഈ കാർബൺ എന്താണ്? ഈ കാർബൺ അലൈലിക്കാ. ഇയാൾ എന്താണ്? അലൈലിക്കാണ്. അപ്പൊ അലൈലിക്കാണ്. അപ്പൊ ഇയാൾ ഈ ഗ്രൂപ്പ് എന്താ? ഈ ഗ്രൂപ്പിനെ വിളിക്കുന്നത് അലൈലിക് എന്നാ പറയാ. അപ്പൊ ഇവിടെ നമ്മുടെ എന്താണ് പറയാ? ഇവിടെ മനസ്സിലാക്കണേ, ഇവിടെയാണ് എന്ത് വരുന്നത്? ഈ പറഞ്ഞ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെയാണ് എന്ത്? ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. കാണിച്ചു തരാം മക്കളെ. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെയാണ് എന്ത്? ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത്. നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്താ? ഹാലജൻ അല്ലേ? ആണ്. അതുകൊണ്ട് ഹാലോ ആൽക്കെയിൻസ് ആയത്. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിന് തൊട്ടടുത്തുള്ള കാർബൺ ആറ്റം ഉണ്ടാവില്ലേ? ആ കാർബൺ ആറ്റത്തിന്റെ മോളാണ് ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് അലൈലിക്. അത് അലൈലാണ്. അത് അലൈലാണ്. ഇനി എന്താണ് വിനൈലിക് എന്ന് പറഞ്ഞാൽ? വിനൈലിക് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാലോചിക്കുക. അതായത് മക്കളെ, ഇതിപ്പോ നിങ്ങൾ CH2 ഡബിൾ ബോണ്ട് CH, അതായത് നോക്കിക്കേ മക്കളെ, യെസ്, ഇതിപ്പോ എന്താ? CH ഡബിൾ ബോണ്ട് CH എന്ന് വെച്ചതിന്റെ അർത്ഥം എന്താണ്? CH2 ഡബിൾ ബോണ്ട് CH ആയി. ഇനി ഇവിടെ ഡബിൾ ബോണ്ട് കാർബൺ ആറ്റം ഏതാണ്? ഇവനല്ലേ ഡബിൾ ബോണ്ട് കാർബൺ ആറ്റം? അതെ. ഡബിൾ ബോണ്ട് കാർബൺ ആറ്റത്തിന്റെ ഏത് ഡബിൾ ബോണ്ട് കാർബൺ ആറ്റമുള്ള കാർബണിന്റെ മുകളിൽ തന്നെയാണ് ഹാലജൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ എന്താണ്? വിനൈലിക് എന്നാണ്. മക്കൾ മനസ്സിലായോ? അപ്പൊ നോക്കിയേ, കാണിച്ചു തരാം, കൃത്യമായി കാണിച്ചു തരാം നിങ്ങൾക്ക്, ഒരു ഡൗട്ടും വേണ്ട. ഇതെന്താണ്? ഹാലജൻ ആണ്. നമ്മൾ ആലോ ആൽക്കേൻസ് അല്ലേ പഠിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഹാലജൻ കൊടുത്തത്. ഇവിടെ ആൽക്കഹോൾ ആണെങ്കിൽ അത് വിനൈലിക് ആൽക്കഹോൾ ആവും. അതേപോലെ OH കൊടുത്താൽ മതി. അതുപോലെ ഇവിടെ അനൈലിക് ആണെങ്കിൽ അവിടെ OH കൊടുത്താൽ അത് അനൈലിക് ആൽക്കഹോളും ആവും. ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പൊ അലൈലിക് എന്താ? ബെൻസൈലിക് എന്താ? അലൈലിക് എന്താ? വിനൈലിക് എന്താ കോൺസെപ്റ്റ്? വിനൈലിക് എന്താ കോൺസെപ്റ്റ് മനസ്സിലായോ? ഇത്രയുള്ള കാര്യം. ഡബിൾ ബോണ്ട് കാർബൺ ആറ്റത്തിന്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ടാണ് അറ്റാച്ച്മെന്റ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് വിനൈലിക്. ഡബിൾ ബോണ്ട് കാർബൺ തൊട്ടടുത്ത കാർബൺ ആറ്റത്തിന്റെ മുകളിലാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് അലൈലിക്. ഇത് മറക്കാൻ പാടില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് ബെൻസൈലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബെൻസൈലിക് എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. ബെൻസൈലിക് എന്ന് പറയുമ്പോൾ ബെൻസീൻ റിംഗ് അങ്ങ് വരയ്ക്കാം. എല്ലാവർക്കും അറിയാലോ ബെൻസീൻ റിംഗ് വരയ്ക്കാൻ? ഒരു കുഴപ്പമില്ല, ബെൻസീൻ റിംഗ് വരയ്ക്കുന്നു. ഈ ബെൻസീൻ റിംഗിന്റെ ബെൻസീറിംഗിന്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അത് അറയിലായി പോകും. പക്ഷെ ബെൻസീറിംഗിന്റെ മുകളിൽ ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്, ഒരു കാർബൺ ആറ്റം ഉണ്ട്. ആ കാർബൺ ആറ്റത്തിന് മുകളിലേക്കാണ് ആര് കയറിയിരിക്കുന്നത്? നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പുകളൊക്കെ കയറിയിരിക്കുന്നെങ്കിൽ, അതായത് ഹാലജനെ കയറിയിരിക്കുന്നെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബെൻസൈലിക്. ഇത് ബെൻസൈലിക്ക. ഇതേപോലെ തന്നെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബെൻസീറിംഗിന്റെ മുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ഹാലജൻ അല്ലെങ്കിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച്മെന്റ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ദാറ്റ് ഈസ് നോൺ ആസ് അറയിൽ അല്ലെങ്കിൽ അറയിലിക് എന്ന് പറയും. അറയിൽ അല്ലെങ്കിൽ അറയിലിക് എന്ന് പറയും. ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര്, ഈ അറൈലിക്കിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ അറിയോ നിങ്ങൾക്ക്? ദാറ്റ് ഈസ് നോൺ ആസ് ഫിനൈൽ. ഫിനൈൽ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം 4 കാര്യങ്ങൾ കിട്ടിയില്ലേ മക്കളെ? അലൈലിക് എന്ത്? വിനൈലിക് എന്ത്? ബെൻസൈലിക് എന്ത്? അറൈലിക് എന്ത്? ഇത് കൃത്യമായി മനസ്സിലാക്കണം. അലൈലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ബോണ്ട് കാർബൺ ആറ്റം തൊട്ടടുത്തുള്ള കാർബൺ ആറ്റത്തിന്റെ മുകളിലാണ് അറ്റാച്ച്മെന്റ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് അലൈലിക്. ഡബിൾ ബോണ്ട് കാർബൺ ആറ്റത്തിന് മുകളിലാണ് അറ്റാച്ച്മെന്റ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഫിനൈലിക്. ഇനി അതേപോലെ നേരെ അതിന്റെ റിംഗിലേക്ക് പോവാം നമുക്ക്. റിംഗിന്റെ മുകളിൽ, ബെൻസീൻ റിംഗിന്റെ മുകളിൽ ഒരു കാർബൺ ആറ്റം ഉണ്ട്. ആ കാർബൺ ആറ്റത്തിന് മുകളിലാണ് അറ്റാച്ച്മെന്റ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബെൻസൈലിക്. ഇനി ഡബിൾ ബോണ്ട് റിംഗിന്റെ മുകളിലാണ്, ബെൻസീൻ റിംഗിന്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് അറൈലിക്. മനസ്സിലായോ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എൻസിഇആർടി പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കിയേക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. തിരിച്ചു വരാം. എൻസിഇആർടി പറയുന്ന കാര്യം അലൈലിക് ഹാലൈഡുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അലൈലിക് കാർബണാറ്റം എന്താണ് അലൈലിക് കാർബണാറ്റം എന്ന് കൃത്യമായി പഠിച്ചു. ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് ആൽക്കഹോളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. പിന്നെ ഈ അലൈലിക് ഹാലൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ഹാലജൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ നോക്കിക്കേടാ, എല്ലാവരും നോക്കിക്കേ. ഇതെന്താണ്? അലൈലിക് കാർബൺ അല്ലേ? ഇത് അലൈലിക് കാർബൺ അല്ലേ? അലൈലിക് കാർബണിന്റെ മുകളിലാണ് ഈ അറ്റാച്ച്മെന്റ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് അലൈലിക് ഹാലൈഡ്. അപ്പൊ ഇത് അലൈലിക് ഹാലൈഡ് ആണ്. ഇത് നോക്കിക്കേ, ഇതും അലൈലിക് ഹാലൈഡ്. അതെങ്ങനെ മനസ്സിലായി അലൈലിക് ഹാലൈഡ് ആണെന്നുള്ളത്? ഇത് നോക്കിക്കേ, ഇത് അലൈലിക് ഹാലൈഡ് എന്ന് മനസ്സിലായി. നിങ്ങൾ നോക്കിക്കേ.
ഇത് ഡബിൾ ബോണ്ട് അല്ലേ? ഡബിൾ ബോണ്ട് തൊട്ടടുത്തുള്ള കാർബൺ ആറ്റം അല്ലേ ഇത്? നോക്കടാ നോക്ക്. ഇത് ഡബിൾ ബോണ്ട് കാർബൺ ആറ്റം ആണ്. കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് ഡബിൾ ബോണ്ട് കാർബൺ ആറ്റം ആണ്. ആ ഡബിൾ ബോണ്ട് കാർബൺ ആറ്റത്തിന് തൊട്ടടുത്തുള്ള കാർബൺ ആറ്റം ഏതാ? ഇതല്ലേ? ഇതാണ്. അതിന്റെ മുകളിലല്ലേ ഈ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അലൈലിക് അല്ലേ ആണ്. ഈ ഡബിൾ ബോണ്ട് കാർബൺ ആറ്റം നേരെ മുകളിലാണെങ്കിൽ എന്താണ്? വിനൈലിക് ആയി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? റെഡി അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇനി വിനൈലിക് നോക്കിയേ. വിനൈലിക് ഡബിൾ ബോണ്ട് കാർബൺ ആറ്റം ഇതാണ്. കാർബൺ ആറ്റം നമ്മൾ ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് വരികയാണ് വിനൈലിക്. അതേപോലെ തന്നെ ഇത് ഡബിൾ ബോണ്ട് കാർബൺ ആറ്റം ആണ്. അതിന് നമ്മൾ ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് വരികയാണ് വിനൈലിക്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ബെൻസൈലിക് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ആറ്റം അതിന് മുകളിൽ ഹാലോജൻ വരികയാണെങ്കിൽ ബെൻസൈലിക് ആൽക്കോൾ എന്ന് ബെൻസൈലിക് ഹാലൈഡ് എന്ന് പറയും. ഇത് ബെൻസൈലിക് ഹാലൈഡുകളാണ്. അത് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കും. അറയിൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? റിംഗിനെ നമ്മൾ അറ്റാച്ച് ചെയ്യാണ് അറയിൽ ഹാലൈഡ് എന്ന് പറയും. അപ്പൊ സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? ഇനി ഇവിടെ നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ട മറ്റൊരു കാര്യം. നമ്മൾ NCERT പറഞ്ഞിട്ട് പറയുമ്പോൾ നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ് പഠിച്ചാലേ ഉള്ളൂ നമുക്ക് എൻട്രൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപകാരപ്പെടുള്ളൂ. അപ്പൊ നമ്മൾ എൻട്രൻസിന് പറയുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ മക്കളെ ഓർഗാനിക്കിനെ ഇങ്ങനെ ഷോർട്ടാക്കി ചെയ്താണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഏത് എഫക്റ്റ് ആണ് മക്കളെ ഒരു കോമ്പൗണ്ട് മോർ സ്റ്റെബിലിറ്റി കൊടുക്കുക? ഏത് എഫക്റ്റ് ആണ് ഒരു സ്ട്രക്ചറൽ ഒരു കോമ്പൗണ്ടിന് ഭയങ്കര സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്? മോർ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നല്ല സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് ഏത് ഒരു എഫക്റ്റ് ആണ്? കുറെ എഫക്റ്റുകൾ ഉണ്ടല്ലോ. ഏത് എഫക്റ്റ് ആയിരിക്കും ഒരു കോമ്പൗണ്ടിന്, ഓർഗാനിക് കോമ്പൗണ്ടിന് കൂടുതൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ടാവുക? ഹൈപ്പർ കോൺജുഗേറ്റ് ഇതാണ് നമ്മുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. റെസൊണൻസ് ആണ്. ഏതായിരിക്കും? യെസ്, റെസൊണൻസ് ആണ്. ഏതാണ്? റെസൊണൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. വളരെ നല്ലൊരു എഫക്റ്റ് ആണ്. കാരണം ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് വളരെയധികം സ്റ്റെബിലിറ്റി കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ആ ഒരു എഫക്റ്റ് വളരെ സ്റ്റെബിലിറ്റി കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. റെസൊണൻസ് ഉണ്ടെങ്കിൽ ആ ഒരു കോമ്പൗണ്ട് ഭയങ്കര സ്റ്റേബിൾ ആണെന്നാണ് നമ്മൾ പറയാം. റെസൊണൻസ് അതിൽ തന്നെ 2 തരത്തിലുള്ള റെസൊണൻസുകൾ ഉണ്ട്. എന്തൊക്കെയാണെന്ന്? ഇക്വലന്റ് റെസൊണൻസും ഉണ്ട്, നോൺ ഇക്വലന്റ് റെസൊണൻസും ഉണ്ട്. അഡീഷണൽ പോയിന്റുകളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇക്വലന്റ് റെസൊണൻസ് ആണ് മോർ സ്റ്റേബിൾ അല്ലെങ്കിൽ മോർ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് ദാൻ എന്താണ് നോൺ ഇക്വലൻസ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണ് ചിലപ്പോൾ ഉണ്ട് ഇക്വാലന്റും ഉണ്ട്, ഇക്വാലന്റ് റെസൊണൻസും ഉണ്ട്, നോൺ ഇക്വാലന്റ് റെസൊണൻസും ഉണ്ട്. അല്ലേ? ഇനി ഇക്വലന്റ് റെസൊണൻസിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമ്പിൾ ആണ്. ഓൾറെഡി നിങ്ങളെ ആൽക്കഹോൾ ഒക്കെ അല്ലെങ്കിൽ ആൽഡിഹൈഡ് ഒക്കെ പഠിപ്പിച്ച കാര്യമായിരിക്കും. ആസിഡ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇവയെ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം സി ഡബിൾ ബോണ്ട് ഒ മൈനസ്. നമ്മൾ കാർബോക്സിലിക് ആസിഡിന്റെ കേസ് എടുക്കാം. കാർബോക്സിലിക് ആസിഡിന്റെ അവിടെ സി ഡബിൾ ബോണ്ട് ഒ ഇവിടെ ആർ ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. ആർ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, എനിവേ അപ്പോൾ RCO മൈനസ് കാർബോക്സിലിക് അയോൺ ആണ് കാണിക്കുന്നത്. ഇവിടെ മക്കളെ ഈ നെഗറ്റീവ് ചാർജ് റെസൊണൻസിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും മക്കളെ? ഇങ്ങോട്ട് ചാടൂലേ? അപ്പൊ ഡബിൾ ബോണ്ട് മുകളിലോട്ട് ചാടും. അപ്പം സംഭവിക്കും അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാം RCO മൈനസ്. ഇവിടെ ഡബിൾ ബോണ്ട് വരും ഓക്സിജൻ. എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പറയാറുണ്ട് നെഗറ്റീവ് ചാർജ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിന്റെ മുകളിലാണെങ്കിൽ അത് ഭയങ്കര സ്റ്റേബിൾ ആണ്. അല്ലെ? അപ്പൊ ഈ രണ്ട് റെസൊണൻസ് സ്ട്രക്ചറിലും എന്താ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കേ. രണ്ട് റെസൊണൻസ് സ്ട്രക്ചറിൽ നെഗറ്റീവ് ചാർജ് എവിടെയാണ്? മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് മുകളിൽ തന്നെയാണ്. സെയിം ആയിട്ടുള്ള ആൾക്കാരുടെ തന്നെയാണുള്ളത്. ഓക്സിജൻ മുകളിൽ തന്നെയാണ്. ഓക്സിജൻ 1 തന്നെയാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്. അതിനർത്ഥം എന്താണ്? ഈക്വലന്റ് റെസൊണൻസ് ആണ്. എന്താണ്? ഈക്വലന്റ് റെസൊണൻസ് ആണ്. ഇനി നമ്മൾ അല്ലാത്ത റെസൊണൻസ് എടുക്കുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയാ ഫീനോൾ എടുക്കാം. മനസ്സിലാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഫീനോൾ എടുക്കുന്നു. ഈ ഫീനോക്സൈഡ് ആണ് ഇതാണ്. ഫീനോക്സൈഡ് ആണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇയാൾ ഇങ്ങോട്ട് ചാടും. ഇപ്പൊ ഇവിടെ ഉള്ള ആൾ ഇങ്ങോട്ട് ചാടും. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ചാടും. ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് ഒക്കെ വരും. എന്താ സംഭവിക്കുന്നത്? ഫിനോക്സൈഡ് ആണ് റെസൊണൻസ്. അതായത് ഫിനോൾ റെസൊണൻസ് സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഓക്സിജന് മുകളിൽ നെഗറ്റീവ് ചാർജ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കാർബണിന് മുകളിൽ നെഗറ്റീവ് ചാർജ് വരുന്നത്. രണ്ട് ഡിഫറന്റ് ആൾക്കാരാണ്. കാർബൺ ഈസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഓക്സിജൻ. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവിടെ കാണിക്കുന്നത് എന്താണ് മക്കളെ? അവിടെ പറഞ്ഞത് നോൺ ഇക്വലന്റ് റെസൊണൻസ് ആണ്. നോൺ ഇക്വലന്റ് റെസൊണൻസിനേക്കാൾ മോർ സ്റ്റേബിൾ ആണ് ഇക്വലന്റ് റെസൊണൻസ് ആണ്. സോ എന്താണ് കൂടുതൽ റെസൊണൻസ് കാണിക്കുന്നത്? ഈ പറയുന്ന കാർബോക്സിലിക് ആസിഡ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള കോൺസെപ്റ്റ്. റെസൊണൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. റെസൊണൻസ് വെച്ചിട്ടാണ് സ്റ്റെബിലിറ്റിയെ പറ്റി പറയുന്നത്. അപ്പൊ റെസൊണൻസ് കൂടുതലാണെങ്കിൽ ആ സ്ട്രക്ചർ മോർ സ്റ്റേബിൾ ആയിരിക്കും. അത് ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമ്മള് പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ഇതാണ് കോൺസെപ്റ്റ് ആയി വരുന്നത്. അപ്പൊ നിങ്ങൾ NCERT ഒരു കാര്യം കൂടി NCERT സൈഡിലായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഈ പോയിന്റുകളൊക്കെ. ഓക്കെ. ഇനി ഞാൻ ഒരു അഡീഷണൽ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് കയറുന്ന കോൺസെപ്റ്റ് പറയാൻ പോവാണ്. ടോപ്പിക് നമ്മൾ ആൽഫ ആൽക്കൈൻസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ബേസ് ബിൽഡ് ചെയ്ത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റിയാക്ടിവിറ്റി എങ്ങനെ കാണാതെ പഠിക്കാതെ നമ്മൾ എങ്ങനെയാണെന്നുള്ള അതിന്റെ ഒരു ബേസ് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. റിയാക്ടിവിറ്റി ഓഫ് ഹാലൈഡ് ഓഫ് വിനൈലിക് ആൻഡ് എന്താണ് അലൈലിക്.
അതായത് മക്കളെ നമുക്കിപ്പം അറിയാം ഈ പറഞ്ഞ പോലെ വിനൈലിക് ഉണ്ട്, അലൈലിക് ഉണ്ട്. അവിടെ ഹാലൈഡുകൾ ഉണ്ടാവും. അല്ലെ? വിനൈലിക് ഹാലൈഡ് ഉണ്ട്, അലൈലിക് ഹാലൈഡ്. ഇതാരാണ് മോർ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ? ആരായിരിക്കും മോർ റിയാക്റ്റീവ്? വിനൈലിക് ആണോ അലൈലിക് ആണോ? അതൊരു ചോദ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ബെൻസൈലിക്കും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളറിയാം ഈ എസ്1 അപ്പം അവിടെ എഴുതി വെച്ചാൽ മതി. ഇനി ഒരു പോയിന്റ് പറയട്ടെ. നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന എസ്1 അതായത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക്. സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഹാലോ ആൽക്കീൻസ് ഒക്കെ എന്ന് പറയും. ഹാലോ ആൽക്കീൻസ് എന്ന് പറയുമ്പോൾ എന്താണത്? ആൽക്കീൽ ഹാലൈഡ് ആണ്. അല്ലേ? അപ്പൊ ഈ ഹാലജൻ ഗ്രൂപ്പിനെ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു ന്യൂക്ലിയോഫൈൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫൈൽ കൊടുക്കാം. OH മൈനസ് വേണ്ട. ന്യൂക്ലിയോഫൈൽ എന്ന് കൊടുക്കാം. ലെറ്റ്സ് സേ ഇതൊരു ന്യൂക്ലിയോഫൈൽ എന്ന് വിചാരിച്ചോ. ഓക്കെ അല്ലേ? ഇത് ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പം ഈ ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യാണ്? ഇവിടെ വന്നിരിക്കുകയാണ്. സ്വാഭാവികമായും സംഭവം എന്താണ്? സംഭവം സിമ്പിൾ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു ആൽക്കിൽ ഹാലൈഡ് ഉണ്ട്. ആൽക്കിൽ ഹാലൈഡ് ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ പ്ലസ് ആകുന്നു. ആ പ്ലസിലേക്ക് ആര് കയറി വരുന്നു? ന്യൂക്ലിയസിന് ഇഷ്ടപ്പെടുന്ന ന്യൂക്ലിയോഫൈൽ കയറിയിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. അങ്ങനെ എന്തായി മാറുന്നു? RNU ആയി മാറുന്നു. സിമ്പിൾ സാധനം. അതായത് അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആൽക്കിൽ ഹാലൈഡിന്റെ ഹാലജനെ മാറ്റിയിട്ട് ഒരു ന്യൂക്ലിയോഫൈൽ നെഗറ്റീവ് ചാർജ് ആയ ഒരു ന്യൂക്ലിയോഫൈൽ കയറി ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതിന് നമ്മൾ SN റിയാക്ഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? SN റിയാക്ഷൻ. അത് രണ്ട് തരത്തിലുണ്ട്. ന്യൂക്ലിയോഫിലിക് SN1 ഉണ്ട്, SN2 ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ തൽക്കാലം ഈ പറഞ്ഞിരിക്കുന്ന SN1ന്റെ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ SN1 റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. SN1 ഉണ്ട്, SN2 ഒക്കെ ഉണ്ട്. SN1ന്റെ ഇന്റർമീഡിയറ്റ് ആരാ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ദാറ്റ് ഈസ് കാർബോകേറ്റ. ആരാണ്? കാർബോകാറ്റോൺ ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. പറയുന്നത് എന്താണ്? വളരെ ബേസിക് ആയ കാര്യങ്ങളാണ്. ബേസിക് കാര്യങ്ങളാണ്. അതായത് SN1ന്റെ ഇന്റർമീഡിയറ്റ് ആരാണ്? കാർബോകാറ്റോൺ ആണ്. SN1 ഇന്റർമീഡിയറ്റ് ആരാണ്? കാർബോകാറ്റോൺ ആണ്. ഈ കാർബോകാറ്റോണിന്റെ പലതരത്തിലുണ്ട്. ബെൻസൈലിക് കാർബോകാറ്റോൺ ഉണ്ട്, അലൈലിക് ഉണ്ട്, ടെർഷറി കാർബോകാറ്റോൺ ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, പ്രൈമറി ഉണ്ട്. ഇതിന്റെ സ്റ്റെബിലിറ്റി ഓർഡർ ചോദിക്കും. സ്റ്റെബിലിറ്റിയുടെ ഓർഡർ അത് വളരെ പക്കാ കോൺസെപ്റ്റിലാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് സ്റ്റെബിലിറ്റി ഓഫ് ബെൻസൈലിക് അലൈലിക് ചോദിക്കും. അപ്പൊ നിങ്ങൾ അത് എഴുതി വെച്ചോളൂ മക്കൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ബെൻസൈലിക് കാർബോകാറ്റോൺ ആണ്. ബെൻസൈലിക് കാർബോകാറ്റോൺ ഈസ് മോർ സ്റ്റേബിൾ. ഓക്കെ. അവൻ കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി മാത്രം ഇതിന്റെ ഹെഡിങ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ചെയ്യുന്നതിനെ കുറിച്ച് നന്നായിരിക്കുക. ഓക്കെ. സോ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ. സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ. അതാണ് ബെൻസൈലിക് കാർബോകാറ്റോൺ ഇസ് മോർ സ്റ്റേബിൾ. പിന്നെ ആരാണ്? പിന്നെ അലൈലിക് ആണ്. പിന്നെ അലൈലിക് ആണ്. പിന്നെ ആരാണ്? ടെർഷറി ആണ്. പിന്നെ സെക്കൻഡറി ആണ്. പിന്നെ പ്രൈമറി ആണ്. ഇതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചത്? അതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. അതിനാണ് ഞാൻ ഇപ്പൊ ഇത്രയും നേരം ഈ റെസൊണൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നിങ്ങളെ കാണാതെ പഠിപ്പിക്കേണ്ട, അത് മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്രയും നേരം എന്ത് ചെയ്തത്? ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എന്താണ് സംഭവം? പറഞ്ഞുതരാം. നോക്കിയേ. നോക്കിയേ മക്കളെ. എല്ലാവരും നോക്കട്ടോ. എല്ലാവരും നോക്കണേ. യെസ്. മക്കളെ ബെൻസൈലിക് എന്ന് പറയുമ്പോൾ എന്താണ്? ബെൻസൈലിക് എന്ന് പറയുമ്പോൾ ഇതാണ് ബെൻസൈലിക് ഹാലോ ആൽക്കൈൽ. ബെൻസൈലിക് എന്തെങ്കിലും ഹാലോ ആൽക്കൈൽ എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ഹാലജൻ ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അവിടെ എന്ത് ചെയ്യും? ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആവും. പ്ലസ് ആവൂലേ? അപ്പൊ ഇതെന്താണ്? ഇത് ബെൻസൈലിക് കാർബോകാറ്റോൺ. ഇതെന്താ? ബെൻസൈലിക് ആയിട്ടുള്ള കാർബോകാറ്റോൺ ആണ്. അല്ലേടാ? ആണ്. ബെൻസൈലിക് കാർബോകാറ്റോൺ ആണ്. ഇനി ഈ ബെൻസൈലിക് കാർബോകാറ്റോൺ മോർ സ്റ്റേബിൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തുണ്ടെന്ന് അറിയാം മക്കളെ? ഇവിടെ എന്തുണ്ട്? ഇവിടെ റെസൊണൻസ് ഉണ്ട്. എന്തുണ്ട്? റെസൊണൻസ് ഉണ്ട്. റെസൊണൻസ് ഉണ്ട്. അതായത് മക്കളെ ഇയാൾ ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഈ റെസൊണൻസ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും റെസൊണൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യും? റെസൊണൻസ് ആണ്. മൊത്തം റെസൊണൻസ് ആണ്. എന്താണ്? റെസൊണൻസ് ആണ്. അപ്പൊ റെസൊണൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റെസൊണൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ റെസൊണൻസ് ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് റെസൊണൻസ് കാണിക്കുന്നുണ്ട്. ഇയാൾ നല്ല സ്റ്റേബിൾ ആണ്. നല്ല സ്റ്റേബിൾ. ഓക്കെ. റെസൊണൻസ് ഉണ്ട്. ഇപ്പൊ പിന്നെ എന്താ പറയാ? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് റെസൊണൻസിന് പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പോസിറ്റീവ് ചാർജ് റെസൊണൻസ് ആണ്. ഡബിൾ ബോണ്ട്, സിംഗിൾ നെഗറ്റീവ് ചാർജ് റെസൊണൻസ്. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? റെസൊണൻസ് കാണിക്കുന്ന കാര്യം ഓർത്തിരിക്കും. ഇതേപോലെ തന്നെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അലൈലിക്കിന്റെ കാര്യമാണ്. എന്തുകൊണ്ട് അലൈലിക് സ്റ്റേബിൾ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൈലിക്കിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് റെസൊണൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്? ഇസ് വെരി സ്റ്റേബിൾ. അതുകൊണ്ടാണ് അലൈലിക് കാർബോഹൈഡ്രേറ്റ് മോർ സ്റ്റേബിൾ ആണ് റീസൺ. ഇനി അതേപോലെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അലൈലിക് കാണിക്കുകയാണെങ്കിൽ അലൈലിക് എന്ന് പറയുമ്പോൾ CH3 CH2 ഡബിൾ ബോണ്ട് സി ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞിരിക്കുന്ന ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ ഓക്കെ. ഇവിടെ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ചാർജ് ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. നിങ്ങൾ ഇവിടെ റെസൊണൻസിനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ലടാ. ഇവിടെ ഡബിൾ ബോണ്ട് കാർബൺ ആറ്റത്തിന് മുകളിൽ തന്നെയാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്. അപ്പൊ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പോസിറ്റീവ് ചാർജ് എന്ന ഫോർമാറ്റ് കിട്ടുന്നില്ല. ഒരു കോൺജുഗേറ്റ് സിസ്റ്റം അവിടെ ഇല്ല.
കോൺഫിഡൻസ് സിസ്റ്റം ഉണ്ടാവണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവിടെ ഒരു പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് റെസൊണൻസ് ഇല്ല, നോ റെസൊണൻസ്. സോറി ഇതെന്താ ഇത് വിനൈലിക് ആണ്. സോറി ഇത് വിനൈലിക്ക. ഇത് ഞാൻ പറഞ്ഞ വിനൈലിക്ക. വിനൈലിക്ക ഇവിടെ എന്തില്ല, നോ റെസൊണൻസ്. ഇനി അലൈലിക് ആണെങ്കിലോ, അലൈലിക് എന്ന് പറയുമ്പോൾ എന്താണ് CH2 ഫുൾ ബോണ്ട് CH2. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇതാണെന്ത് അലൈലിക് എന്ന്, അലൈലിക്. ഇനി അലൈലിക്കിൽ പ്രത്യേകത എന്താ? ഇവിടെ നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാർബോഹൈഡ്രേറ്റ് ഫോം ചെയ്യും. ഇവിടെ എന്തുണ്ട്? യെസ്, റെസൊണൻസിന്റെ പോസിബിലിറ്റി ഉണ്ട്. റെസൊണൻസ് നടക്കും. അപ്പം സ്വാഭാവികമായിട്ടും റെസൊണൻസ് നടക്കുന്നു, റെസൊണൻസ് ഉണ്ടാകും. അപ്പം റെസൊണൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് സ്റ്റേബിൾ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ ബെൻസൈലിക് കാർബോഹൈഡ്രേറ്റ് അലൈലിക് കാർബോഹൈഡ്രേറ്റ് റെസൊണൻസ് ഉണ്ട്. ബെൻസൈലിക് കാർബോഹൈഡ്രേറ്റ് കുറച്ച് അധികം കൂടുതൽ റെസൊണൻസ് ഉണ്ട്. കാരണം എന്താ? ഇവിടെയൊക്കെ ചാടി കളിക്കും. ഇവിടെ ഒരു ചാട്ടം ഉണ്ടെങ്കിൽ ഇവിടെ പല ടൈപ്പ് ഓഫ് ചാട്ടങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ബെൻസൈലിക് കാർബോഹൈഡ്രേറ്റ് മോർ സ്റ്റേബിൾ ദാൻ അലൈലിക് കാർബോഹൈഡ്രേറ്റ്. ഇനി വിനൈലിക് സ്റ്റേബിൾ ആണോ? അല്ല, വിനൈലിക് സ്റ്റേബിൾ അല്ല. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന ചോദ്യം. സ്റ്റെബിലിറ്റി ഓഫ് റിയാക്ടിവിറ്റി ഹാലൈഡ് ഓഫ് വിനൈലിക് ആൻഡ് അലൈലിക് ആരാണ്? ഉറപ്പായിട്ട് പറയാൻ പറ്റും എന്ത്? അലൈലിക് ഈസ് എന്താണ്? അലൈലിക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ വിനൈലിക്. അപ്പൊ ഇയാളാണ് എന്ത്? മോർ റിയാക്റ്റീവ്. കാരണം എന്താണ്? ഇയാൾ മോർ സ്റ്റേബിൾ ആണ്. വിനൈലിക് എന്തല്ല? ലെസ് റിയാക്റ്റീവ്. കാരണം റെസൊണൻസ് ഇല്ല. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മൾ വിനൈലിക്കും അതേപോലെ അലൈലിക്കും അതേപോലെ ബെൻസൈലിക്കും നോക്കുകയാണെങ്കിൽ ആരാണ്? അലൈലിക്കും ബെൻസൈലിക് ആരാണ് മോർ? ആരാണ്? ബെൻസൈലിക്ക. ഇനി അടുത്തൊരു വലിയൊരു പ്രശ്നം കിടപ്പുണ്ട്. അങ്ങനെ വലിയ പ്രശ്നം കിടപ്പുണ്ട്. അതായത് മക്കളെ ഇതാരാണ്? അറൈൽ ഹാലൈഡാ അല്ലെ? ഇയാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്? അറൈൽ കാർബോഹൈഡ്രേറ്റ് ആണ്, അറൈലിക് ആണ്. ഈ അറൈലിക് സ്റ്റേബിൾ ആണോ? ആണോ മക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ റെസൊണൻസ് ഉണ്ടോടാ? ഇവിടെ റെസൊണൻസ് ഇല്ല. ഓൾറെഡി റെസൊണൻസിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ എന്താണ്? ഇംപേർഡ് ആക്കി. അതായത് നോർമലി ഇവിടെ റെസൊണൻസ് ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നതോടെ എന്ത്? അറൈൽ കാർബോഹൈഡ്രേറ്റ് ആയതോടുകൂടി റെസൊണൻസ് ഇല്ല. കാരണം എന്താ? റെസൊണൻസ് ഉണ്ടാവൂടാ. ഇത് തൊട്ടടുത്ത കാർബൺ ആയിരുന്നെങ്കിൽ ഉണ്ടാവും. ഇതിപ്പോ എന്താണ്? ഡബിൾ ബോണ്ട് പോസിറ്റീവ് ചാർജ്. കാരണം ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. ഡബിൾ ബോണ്ട് പോസിറ്റീവ് ചാർജ്. അവിടെ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആ ഒരു സംഭവം ഇല്ല. ഡബിൾ ബോണ്ട് സിംഗിൾ പോസിറ്റീവ് എന്നുള്ള ആ ഒരു റെസൊണൻസ് ആയിട്ടുള്ള സംഭവം ഇല്ല. നേരെ പക്ഷെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ മക്കളെ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ നോക്കിക്കേ, ഇങ്ങനെ ആയിരുന്നു വിചാരിക്കും. ഇവിടെ നിന്നുണ്ടാവും ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പോസിറ്റീവ്. ഇങ്ങനെ സംഭവം ഉണ്ട്. ഒരു കോൺജുഗേറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. എന്തില്ല? ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അറൈലിക് കാർബോഹൈഡ്രേറ്റ് എന്തല്ല? റിയാക്റ്റീവ് അല്ല. അതുകൊണ്ട് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. ലെസ് സ്റ്റേബിൾ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. റിയാക്ഷൻ നടക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകുന്ന സ്ട്രക്ചർ കാർബോഹൈഡ്രേറ്റ് സ്റ്റേബിൾ ആണെങ്കിലേ ഉള്ളൂ ആ ഒരു ബോണ്ട് ബ്രേക്കിംഗ് പരിപാടി നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ അറൈൽ ഹാലൈഡുകൾ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഉണ്ടാകുന്ന അറൈൽ കാർബൺ ലെസ് സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അറൈൽ ഹാലൈഡിനെ ഈസിലി ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കി. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യമാണ് എന്ത്? വിനൈലിക് എന്താണ്? സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ വിനൈലിക് ഇതുപോലെ പൊട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അലൈലിക് പെട്ടെന്ന് പൊട്ടും. കാരണം അലൈലിക് കാർബോഹൈഡ്രേറ്റ് മോർ സ്റ്റേബിൾ ആണ്. ബെൻസൈലിക് പെട്ടെന്ന് പൊട്ടും. ബിക്കോസ് എന്താണ്? ബെൻസൈലിക് കാർബോഹൈഡ്രേറ്റ് മോർ സ്റ്റേബിൾ ആണ്. ഈ ഒരു കോൺസെപ്റ്റുകൾ കൃത്യം, ഇതൊക്കെ വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. പക്ഷെ മനസ്സിലാക്കിയ ചാപ്റ്റർ എളുപ്പത്തിന് മനസ്സിലാക്കാൻ പറ്റും. പല ആൾക്കാരും സ്കിപ്പ് ചെയ്ത് പോയതായിരിക്കും. ഇത് ബേസിക് സാധനങ്ങളാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ബെൻസൈലിക് ഇസ് മോർ സ്റ്റേബിൾ, ദെൻ അലൈലിക്, ദെൻ ടെർഷറിയും സെക്കൻഡറി പ്രൈമറിയും കാർബോഹൈഡ്രേറ്റ് എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആയത് എല്ലാവർക്കും അറിയാലോ. എന്താണത്? അതിന്റെ ഇൻഡക്റ്റീവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതായത് ഇപ്പം ടെർഷറി കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഇവിടെ 3 ആൽക്കൈലുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും മക്കളെ? പോസിറ്റീവ് ചാർജിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ടെർഷറി കാർബോഹൈഡ്രേറ്റ് മോർ സ്റ്റേബിൾ ആണ്. അതായത് സെക്കൻഡറി, ദെൻ പ്രൈമറി ഇതിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ ഈ പറഞ്ഞതിന്റെ കോൺസെപ്റ്റ് ഇത്രയാണ്. അപ്പം എന്തുകൊണ്ട് ബെൻസൈലിക്, എന്തുകൊണ്ട് അലൈലിക്, എന്തുകൊണ്ട് വിനൈലിക് എന്നുള്ള കാര്യം മൊത്തമായിട്ട് NCERT കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പറയുന്നത് നോമൻക്ലേച്ചർ ആണ്. നോമൻക്ലേച്ചർ പേരുകളിൽ ചടങ്ങ്. നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് ഒന്ന് കടന്നേക്കാം. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ? ബേസിക് പക്കാ ബേസിക് ലെവലിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. NCERT പറഞ്ഞിട്ട് പക്കാ ബേസിക് ലെവലിൽ നമുക്ക് ഈ ചാപ്റ്ററിലുള്ള എല്ലാ ചോദ്യങ്ങളും കിട്ടണം. എങ്ങനെ കോൺസെപ്റ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ലെവലിലേക്ക് എടുക്കുന്നത്. ഓക്കെ, നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം നോമൻക്ലേച്ചറിൽ. NCERT അങ്ങ് എടുത്തേക്കാം. എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നും സിമ്പിളി നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിയേക്കാം. നോക്കിക്കേ എല്ലാവരും. വളരെ സിമ്പിൾ ആണ്. എന്റെ കൂടെ തന്നെ ചെയ്തു പോവാം. ഓൾറെഡി നിങ്ങൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി നോമൻക്ലേച്ചർ ഒക്കെ കൃത്യമായി പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അത് സമയം സ്പെൻഡ് ചെയ്യാൻ ആവശ്യമില്ല. ഇത് സിമ്പിളി നിങ്ങൾ എന്ത് ചെയ്യണം? സിമ്പിളി നമ്മൾ IUPAC നെയിം നോക്കാം. IUPAC നെയിം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നമ്പറിംഗ് ആണ് ആദ്യം ഇടേണ്ടത്. എവിടെയാണോ നമ്മുടെ ഈ പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ച് ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളത് നോക്കാം. ബ്രോമിൻ ആണ് ഇവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. സോ മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്നും അല്ല. എനിവേ ഇവിടെ ബ്രോമിൻ ആയതുകൊണ്ട് ഇവിടെ നമ്പർ 1 കൊടുക്കുന്നു. നമ്പർ 1 നമ്മൾ നമ്പർ 1 കൊടുക്കുന്നു. 2 അതിന് മിനിമം നമ്പർ ഇടും. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു നമ്പർ നെയിമിംഗ് ചെയ്യുമ്പോൾ സെലക്ട് ലോങ്സ്റ്റ് പാരന്റ് സെലക്ട് ചെയ്യുക. അതിൽ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്ന പാരന്റിനെ ആയിരിക്കണം. ഫംഗ്ഷണൽ ഗ്രൂപ്പിന് മിനിമം നമ്പർ കിട്ടിയിരിക്കണം. ഇതൊക്കെയാണ് ഇതിന്റെ റൂൾ ആയിട്ട് വരുന്നത്. സോ
ഫംഗ്ഷൻ ഗ്രൂപ്പിന് മിനിമം നമ്പർ കിട്ടുന്ന അവിടെ 1 കൊടുക്കണം. എന്നാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. സോ 3 കാർബൺ എന്ന് പറയുമ്പോൾ എന്താണ് പ്രൊപ്പാണ്. സോ ഒന്നിലാണ് ബ്രോമൈൻ ഉള്ളത്. സോ 1 ബ്രോമോ എല്ലാം ആൽക്കൈൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ 1 ബ്രോമോ പ്രൊപ്പൈൻ എന്ന് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ കേസ് എന്താ മക്കളെ? നമ്പർ ഇടുമ്പോൾ 1, 2, 3 ലെഫ്റ്റ് റൈറ്റ് കിട്ടാലും റൈറ്റ് ലെഫ്റ്റ് കിട്ടാലും സെയിം എഫക്റ്റ് ആണ്. കാരണം എന്താണ് സെൻട്രൽ ആയതുകൊണ്ട് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിനാണ് എന്ത് ബ്രാഞ്ച് വരുന്നത്, ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നത്. സോ എന്ത് ചെയ്യാം നമുക്ക് 2 ക്ലോറോ പ്രൊപ്പൈൻ എന്ന് വിളിക്കാം. 2 ക്ലോറോ പ്രൊപ്പൈൻ. ഇനി ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഐസോ പ്രൊപ്പൈൻ ഗ്രൂപ്പ് കുറച്ച് ടെർമിനോളജികൾ കുറച്ച് ഐഡിയകൾ നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്. അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതുകൂടി എന്ത് ചെയ്യാം നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം. നോമൻക്ലേച്ചറിൽ പല കുട്ടികളും ആവശ്യം അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് പല കുട്ടികൾക്കും ഡൗട്ടുള്ള ഏരിയ. അങ്ങനത്തെ കാര്യങ്ങളാണ് പറയേണ്ടത്. അതായത് ഒന്നാമത്തെ ഡൗട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ലെറ്റ്സ് ഈ സി 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 ഇത് ഹാലജനാന്ന് വിചാരിച്ചോ, ഹാലജൻ വിചാരിച്ചോ. ഇനി കളർ മാറ്റണോ? മാറ്റണോ? കാണാൻ പറ്റുന്നില്ല മക്കളെ? യെസ്, കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു. വേണേൽ കളർ മാറ്റണമെങ്കിൽ മാറ്റാം. ഇങ്ങനെ കൊടുക്കാം. സി 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 ഇത് ക്ലോറിൻ. ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട്. ആ 3 കാർബണിലെ സെൻട്രൽ കാർബൺ ആറ്റം, ഇത് സെൻട്രൽ കാർബൺ ആറ്റമാണ്. ആ സെൻട്രൽ കാർബൺ ആറ്റത്തിന്റെ മുകളിലാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിനെ വിളിക്കുന്നത് ഐസോപ്രോപ്പൈൽ എന്ന് വിളിക്കും. ഇത് നമ്മുടെ ഇപ്പോ ഫീനോൾ ആണെങ്കിലും ഒക്കെ സെയിം തന്നെ. അപ്പം 3 കാർബൺ ആറ്റം ഉണ്ട്. അതിൽ സെൻട്രലാണ് എന്തുള്ളത് അറ്റാച്ച്മെന്റ് ഉള്ളതെങ്കിൽ ദാറ്റ് ഈസ് ഐസോപ്രോപ്പൈൽ. ഇത് വിളിക്കുന്നത് വരുന്നത് ഐസോപ്രോപ്പൈൽ. അതിനെ പഠിച്ചേക്കാം മക്കളെ, ഐസോപ്രോപ്പൈൽ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം 3 കാർബൺ ആറ്റം ഉണ്ട്. അതിൽ സെക്കൻഡ് കാർബൺ ആറ്റം സെൻട്രലിലെ കാർബൺ ആറ്റത്തിലാണ് ഇത് വരുന്നത് അറ്റാച്ച്മെന്റ് വരുന്നത് ദാറ്റ് ഈസ് ഐസോപ്രോപ്പൈൽ എന്ന് പറയും. ഇനി നമുക്ക് എന്തുണ്ട് 4 കാർബൺ ആറ്റം ഉണ്ട്. 4 കാർബൺ ആറ്റം അല്ലെങ്കിൽ നിങ്ങൾ ഐസോപ്രോപ്പൈൽ ചെയ്താൽ ഇതിൽ ഐസോപ്രോപ്പൈൽ അതിൽ തന്നെ ഒരു കാർബൺ ആറ്റം കൂടി വരയ്ക്കുക. ആ കാർബൺ ആറ്റത്തിനാണ് എന്ത് വരുന്നത് ഈ പറയുന്ന ബ്രാഞ്ചിലെ ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നതെങ്കിൽ അറ്റാച്ച്മെന്റ് വരുന്നെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് അത് ക്ലോറിനെ കൊടുക്കുന്നു കേട്ടോ. ജസ്റ്റ് ക്ലോറിനെ കൊടുക്കുന്നില്ല. ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് വേണമെങ്കിൽ ലെറ്റ്സ് സേ എക്സ് എന്ന് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ആര് വേണമെങ്കിലും സങ്കല്പിക്കാം നിങ്ങൾക്ക് അവിടെ. ഓക്കെ ഓക്കെ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇവിടെ എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ എക്സ് എന്ന് കൊടുത്തേക്കാം. മനസ്സിലാവുന്നില്ലടാ, മനസ്സിലാവുന്നില്ല. അപ്പം എന്താ പ്രത്യേകത, ഇത് ഐസോപ്രോപ്പൈൽ ആയിരുന്നു. ഐസോപ്രോപ്പൈൽ തൊട്ടടുത്ത കാർബൺ ആറ്റത്തിന് മുകളിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ്, ദാറ്റ് ഈസ് നോൺ ആസ് ഐസോബ്യൂട്ടൈൽ. മാറിപ്പോരുടെ ദാറ്റ് ഈസ് നോൺ ആസ് ഐസോബ്യൂട്ടൈൽ വിളിക്കുന്നതാണ് ഐസോബ്യൂട്ടൈൽ. അറ്റാച്ച്മെന്റ് ഇവിടെയാണ്, ഇതാണ് അറ്റാച്ച്മെന്റ്. അല്ലാതെ എന്തല്ല 3 കാർബൺ ആറ്റമാണ് അതിന്റെ സെൻട്രൽ കാർബൺ ആറ്റത്തിന് മുകളിൽ അറ്റാച്ച്മെന്റ് ഐസോപ്രോപ്പൈൽ. ഐസോപ്രോപ്പൈൽ അതേപോലെ എഴുതിയിട്ട് ഒരു കാർബൺ ആറ്റം കൂടി കൊടുത്തിട്ട് ആ കാർബൺ ആറ്റത്തിന് മുകളിലാണ് പറഞ്ഞിരിക്കുന്ന അറ്റാച്ച്മെന്റ് ഉള്ളത് ഐസോബ്യൂട്ടൈൽ എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ നോക്കി മക്കളെ, നോക്കൂ സി 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 ഇവിടെയാണ്. അതായത് നമ്മൾ 4 കാർബൺ ആറ്റം വരയ്ക്കുന്നു. അതിൽ തന്നെ സെൻട്രൽ അതായത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു കാർബൺ ആറ്റം കേട്ടോ. അത് നേരെ ഇങ്ങനെയല്ല, നേരെ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫോമിൽ സി 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 ഇങ്ങനെ കൊടുത്തിട്ട് അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റം ഇല്ല സെൻട്രൽ, ആ കാർബൺ ആറ്റത്തിന് മുകളിലാണ് അറ്റാച്ച്മെന്റ് വരുന്നതെങ്കിൽ, എവിടെയാണ് അറ്റാച്ച്മെന്റ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ടെർഷറി ബ്യൂട്ടൈൽ. കാരണം ടെർഷറി ആണെങ്കിൽ എന്താണ് 4 കാർബൺ ആറ്റം വേണം. അതിൽ എന്ത് വേണം, ഒരു സെൻട്രൽ കാർബൺ ആറ്റം 3 കാർബൺ ആറ്റവുമായിട്ട് എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് പോയിന്റ്. അപ്പം ഇവിടെ ടെർഷറി ബ്യൂട്ടൈലാണ് ഇത്. അപ്പൊ ഇവിടെയാണ് അറ്റാച്ച്മെന്റ് ഉള്ളത്. ഇവിടെ എന്ത് നമുക്ക് ഹാലജൻ കൊടുക്കും, ടെർഷറി ബ്യൂട്ടൈൽ. ഇനി അടുത്ത പോയിന്റ് എന്താ, നാലാമത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് മക്കളെ, പല കുട്ടികൾക്ക് അറിയത്തില്ല. അപ്പൊ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കുക. നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റം വരയ്ക്കാം, 5 എണ്ണം വരയ്ക്കാം. അതില് സി 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 5 ആയില്ലേ, 5 ഇതില് ഈ സെൻട്രലിലെ കാർബൺ ആറ്റം, ഈ എൻഡിലെ കാർബൺ ആറ്റം ഇല്ല, ഇതിനാണ് അറ്റാച്ച്മെന്റ് എങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് നിയോപെന്റൈൽ. ഇപ്പൊ മൊത്തം 5 കാർബൺ ആറ്റം അതിൽ എൻഡിലുള്ള കാർബൺ ആറ്റത്തിനാണ് ഈ പറഞ്ഞ പോലെ എന്ത് വരുന്നത് അറ്റാച്ച്മെന്റ് വരുന്നെങ്കിൽ നിയോപെന്റൈൽ. ഇവിടെയാണ് അറ്റാച്ച്മെന്റ് വരുന്നത് നിയോപെന്റൈൽ. ടെർഷറി ബ്യൂട്ടൈൽ എന്താ, മൊത്തം 4 കാർബൺ ആറ്റം അതിൽ സെൻട്രൽ കാർബൺ ആറ്റത്തിൽ എന്ത്, അത് മൊത്തം 4 കാർബൺ ആറ്റം അതിൽ സെൻട്രലിലെ കാർബൺ ആറ്റത്തിന് അറ്റാച്ച്മെന്റ്, മാത്രമല്ല സെൻട്രലിലെ കാർബൺ എന്തായിരിക്കണം 3 കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കണം. നിയോപെന്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക 5 കാർബൺ വരയ്ക്കുക. അതിൽ സെൻട്രൽ കാർബൺ ആറ്റം എന്ത് ചെയ്യുക 4 കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കണം. അതിൽ എൻഡിലെ കാർബൺ ആറ്റമാണ് എന്ത് ചെയ്തത് അറ്റാച്ച്മെന്റ് കാണിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് നിയോപെന്റൈൽ എന്ന് പറയും. നിയോപെന്റൈൽ ആൽക്കഹോൾ ഉണ്ടാവും, നിയോപെന്റൈൽ ഹാലൈഡ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊരു ബേസിക് ഐഡിയ. ഇത് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് നെയിമിംഗ് ഹെൽപ്പ് ആക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അഗെയിൻ നമ്മുടെ നെയിമിങ്ങിനെ കടക്കാം. ഞാൻ ഓരോന്ന് നോക്കിക്കേ. ഇത് കോമൺ നെയിം ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. IUPSCന്റെ ആവശ്യമൊന്നുമില്ല. എനിവേ ദാറ്റ്സ് ദ തിങ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇത് ഏതാ ഗ്രൂപ്പ് മക്കളെ, ഇത് ഏതാ ഗ്രൂപ്പ്. ഇപ്പൊ അടുപ്പിച്ചെന്ന ഐഡിയ വെച്ചിട്ടാണെങ്കിൽ 3 കാർബൺ ആറ്റം അത് സെൻട്രൽ കാർബൺ ആറ്റത്തിനാണ് അറ്റാച്ച്മെന്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ഐസോപ്രോപ്പൈൽ. സോ എന്താണ് ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് അല്ലേ, ഐസോപ്രോപ്പൈൽ, അതാണ് കോമൺ നെയിം ആയിട്ട് ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കേ 3 കാർബൺ ആറ്റം 4 കാർബൺ ആറ്റം അതിൽ എന്താണ് 4 കാർബൺ ആറ്റം ഉണ്ട്. അതിലെന്താണ്
പിന്നെ സെൻട്രലിലെ കാർബൺ ആറ്റം തൊട്ടടുത്തുള്ള കാർബൺ ആറ്റം എൻഡിലുള്ള കാർബൺ ആറ്റത്തിലാണ് എന്ത് വരുന്നത് ഈ പറഞ്ഞ ഹാലജന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് വരുന്നെങ്കിൽ ഐസോ ബ്യൂട്ടിൽ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയേ മൊത്തം 4 കാർബൺ ആറ്റം ഉണ്ട്. അതിൽ തന്നെ എൻഡിലുള്ള കാർബൺ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സെൻട്രൽ കാർബൺ ആറ്റം തൊട്ടടുത്ത കാർബൺ ആറ്റത്തിന്റെ മുകളിലാണ് ഈ പറഞ്ഞിരിക്കുന്ന അറ്റാച്ച്മെന്റ് വരുന്നെങ്കിൽ ഐസോ ബ്യൂട്ടിൽ എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞ കാര്യമാണ്. അടുത്ത മക്കൾ നോക്കിക്കേ, അടുത്ത നോക്കിക്കേ. യെസ്, നെക്സ്റ്റ് തിങ് എന്താണ്? ആ നമ്മൾ അറൈൽ ഹാലൈഡുകളാണ് ബ്രോമോ ബെൻസിൻ എന്ന് പറയും, ബ്രോമോ ബെൻസിൻ. അതേപോലെ തന്നെ നമ്മുടെ മെറ്റാ പൊസിഷനാണ് നമ്മൾ മെറ്റാ പാര ഓർത്തോ എന്ന് പറഞ്ഞ കോമൺ നെയിം നമ്മൾ ഉപയോഗിക്കാറില്ല, UPS നമ്മൾ ഉപയോഗിക്കാറില്ല. UPS നമ്മൾ നമ്പറിംഗ് ആണ് 1 2 അല്ലെങ്കിൽ 1 3 1 4 ഇങ്ങനെ നമ്പറിംഗ് ആണ് ഉണ്ടാകുന്നത്. എനിവേ ഇത് രണ്ടും പറയാം. കോമൺ നെയിം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് ഓർത്തോ പൊസിഷൻ, ഇത് മെറ്റാ പൊസിഷൻ. സോ എന്താണത്? മെറ്റാ ഡൈബ്രോമോ, മെറ്റാ ഡൈബ്രോമോ ബെൻസിൻ എന്ന് പറയാം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരാളങ്ങ് ഫിക്സ് ചെയ്യുന്നു, ഇത് ബ്രോമോ ബെൻസിൻ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇയാളെ വെച്ചിട്ട് ഇയാൾ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ബ്രോമോ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയി മാറ്റാം. അപ്പൊ ഇവിടെ ബ്രോമോ എന്താണ്? മെറ്റയിലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? മെറ്റാ ഡൈബ്രോമോ ബെൻസിൻ എന്ന് പറയാം. ഇനി മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണ്? 1 3 ഇവിടെ നമ്പറിംഗ് 1 2 3 എന്ന് പറയും. 1 2 3 1 3 ഡൈബ്രോമോ ബെൻസിൻ എന്ന് പറയാം. അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നെയിമിംഗ് ആണ്. മക്കൾ അതേപോലെ തന്നെ ഒന്നാണ് 1 3 5 ട്രൈബ്രോമോ ബെൻസിൻ. അത്രേ ഉള്ളൂ കാര്യം. അല്ലേ? സെറ്റ് അല്ലേ? ഇൻസൈറ്റ് നമ്മളെല്ലാം ഓൾമോസ്റ്റ് ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ഇരുന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് പോകാം. ഓക്കെ അല്ലേ? ഇത് നോക്കിയാൽ മക്കളെ ഈ ഒരു കാര്യം ഇവിടെ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇയാൾക്ക് ഫംഗ്ഷൻ ഗ്രൂപ്പിന് മിനിമം നമ്പർ കിട്ടണം എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? മിനിമം നമ്പർ കിട്ടണം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്പർ ചെയ്യേണ്ടത് ഇവിടെ നമ്പർ ചെയ്യണം 1 2 3. രണ്ടിൽ രണ്ട് ബ്രാഞ്ചുകളുണ്ട്. സോ 2,2 ഡൈമിഥൈല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? 1 ക്ലോറോ പറയണം. എന്താ കാരണം 1 ക്ലോറോ പറയാനുള്ള കാരണം? എന്തുകൊണ്ടാണ്? ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലോറിനും ബ്രോമിനും ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആവശ്യമില്ല. കാരണം അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അതായത് OH നെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ CHO പോലെയോ അല്ലെങ്കിൽ നമ്മുടെ COH പോലെയുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്നും അല്ല ക്ലോറിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്നും അല്ല. എനിവേ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹാലജൻ അറ്റാച്ച്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ കൊടുക്കുന്നു. എനിവേ ഞാൻ പറയുന്ന റീസൺ എന്താ വെച്ചാൽ ഇവിടെ 1 ക്ലോറോ 2,2 ഡൈമിഥൈൽ പ്രൊപ്പൈൻ പറയണോ അല്ലെങ്കിൽ നമ്മുടെ കാരണം ഇതൊക്കെ പ്രൊപ്പൈൻ മീൻസ് നമ്മൾ സാധാരണ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ് എന്ത് സംഭവിക്കുക? പ്രൊപ്പനോൾ, ബ്യൂട്ടനോ, പെന്റനോൾ, പെന്റനാൽ ഇങ്ങനെ എൻഡ് ചെയ്യുക, സഫിക്സ് ആയിട്ട് എൻഡ് ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ ഈ CH3യും ക്ലോറിനും ബ്രോമിനും ഒക്കെ എന്താണ്? അത് പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യും. ബ്രോമോ, ക്ലോറോ എന്ന് വെച്ചാൽ അതൊക്കെ എന്താണ്? അതൊക്കെ സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. മറക്കരുത്, സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. ഓക്കെ അല്ലേ? അല്ലെ നമ്മൾ ഒരിക്കലും എന്ത് പറയില്ല, നമ്മുടെ 2 പെന്റനാൽ എന്ന് പറയുമ്പോൾ പോലെ അവിടെ ക്ലോറിന്റെ പേര് പറയില്ല. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 3 ക്ലോറോ, 4 ക്ലോറോ, 5 ക്ലോറോ അല്ലെങ്കിൽ 3 ബ്രോമോ, പെന്റോയിക് ആസിഡ് അങ്ങനെ ഉണ്ടാവും. അതൊക്കെ എന്താ? പെന്റോയിക് ആസിഡ് ആസിഡും ആൽക്കഹോളും ആൽഡിഹൈഡും കീറ്റോൺസും ഒക്കെ എന്താണ്? അതൊക്കെ എന്താവാൻ ചാൻസ് ഉണ്ട്? മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സഫിക്സ് ഉപയോഗിക്കും. പക്ഷേ ക്ലോറോ, ബ്രോമിൻ, ഹാലജൻ ഒക്കെ എന്താണ്? അതൊക്കെ പ്രിഫിക്സ് ആണ്. അതൊക്കെ ബ്രാഞ്ച് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കേസിൽ എന്താണ്? എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്ലോറിന് അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്യാണ് 1 2 ചെയ്യുമ്പോൾ രണ്ടാമത്തേലാണ് എനിക്ക് എന്ത് വരിക? ബ്രാഞ്ചിന് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻസിന് എന്ത് വരുന്നത്? നമ്പറിംഗ് ഉണ്ടാവും. നേരെ മറിച്ച് ഇവിടുന്ന് ചെയ്യുകയാണെങ്കിൽ ഒന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്പറിംഗ് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ അവിടുന്ന് റൈറ്റ് ചെയ്യാണ് റീസൺ. ശ്രദ്ധിക്കണം, അങ്ങനെയാണ് നിങ്ങൾ നോട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് എടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിച്ചിരിക്കാം. 1 കഴിഞ്ഞാൽ 1ൽ ക്ലോറിൻ ആണ്, 2ൽ ഡൈമിഥൈലാണ്. മിഥൈൽ അക്കോർഡിംഗ് ടു ആൽഫബറ്റിക് ഓർഡർ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ സബ്സ്റ്റിറ്റ്യൂവൻസ് നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആൽഫബറ്റിക് പേര് പറയുമ്പോൾ ഈ പറയുന്ന ആൽഫബറ്റിക് ഓർഡർ നോക്കണം. അപ്പം ABC ക്ലോറിൻ മൂന്നാമത്തെ C ആണ്. അത് കഴിഞ്ഞിട്ട് M-ലാണ് എന്ത് മിഥൈൽ വരിക. അപ്പൊ അതാരാ പറ്റുക? ഫസ്റ്റ് വരിക ക്ലോറിൻ അല്ല. അപ്പൊ ആദ്യം ക്ലോറിനെ പറയാം. സോ 1 ക്ലോറോ, ഒന്നിൽ ക്ലോറിൻ ഉണ്ട്, 2ൽ ഡൈമിഥൈൽ ഉണ്ട്. സോ 1 ക്ലോറോ 2,2 ഡൈമിഥൈൽ പ്രൊപ്പൈൻ എന്ന് പറയാം. നിങ്ങൾ നോക്കി ഇവിടെ 2 ബ്രോമോ പ്രൊപ്പൈൻ എന്ന് പറയും. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയുന്നത് വെച്ചാൽ 2 ഹാലജൻ ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ, 2 ഹാലജൻ ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ വിളിക്കുന്ന പേരാണ് 2 ഹാലജൻ ഗ്രൂപ്പുകൾ വരികയെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അത് 2 തരത്തിലാണ് മക്കൾ NCERT പറയുന്നത്. NCERTക്കാർ പറയുന്ന കാര്യം നോക്കിയേ എല്ലാവരും. ജെമിനൽ ഹാലൈഡും ഉണ്ട്, അതേപോലെ തന്നെ ജെമിനൽ ഹാലൈഡുകളുണ്ട്. ജെമിനൽ ഹാലൈഡുകൾ both halogen atoms further classified as geminal halide or geminal halides when both halogen atoms present the same carbon atom of the chain. അതുപോലെ വിസ്മിൽ ഹാലൈഡ് ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 തരത്തിലുള്ള ഹാലൈഡുകളുണ്ട്. അതായത് 2 ഹാലജൻ ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ അത് 2 ഹാലജൻ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്യാൻ 2 തരത്തിലാണ്. ഒന്ന് ഇതാണ് ജെമിനലും ആണ്, മറ്റേ വിസ്മിലും ആണ്. എന്താ ജെമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരേ കാർബൺ ആറ്റത്തിന് മുകളിലാണ് ഈ പറയുന്ന ഹാലജൻ ഉള്ളെങ്കിൽ, 2 ഹാലജൻ ആറ്റം ഒരേ കാർബൺ ആറ്റത്തിന് മുകളിലാണ് അറ്റാച്ച് ചെയ്ത് സെയിം കാർബൺ ആറ്റത്തിന് മുകളിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ജെമിനൽ. കണ്ടോ, ഈ കാർബൺ ആറ്റത്തിന് മുകളിൽ തന്നെയാണ് ഈ പറയുന്ന 2 ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ജെമിനൽ ഹാലൈഡ്, ജെമിനൽ ഡൈഹാലൈഡ് എന്ന് പറയും. അതേപോലെ വിസ്മിൽ ഡൈഹാലൈഡ് എന്ന് പറയുന്നത് എന്താണ്? അടുത്തടുത്തുള്ള കാർബൺ ആറ്റത്തിന് മുകളിലാണ് ഈ പറയുന്ന ഹാലജൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വിസ്മിൽ ഡൈഹാലൈഡ് എന്ന് പറയും. ഓക്കെ അല്ലേ മക്കളെ? സംഭവം സിമ്പിൾ അല്ലേ? ഇപ്പൊ ജെമിനലും ഉണ്ട്, വിസ്മിലും ഉണ്ട്. ആ കാര്യം ചെയ്യുന്നത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാര്യം എന്താണ് മക്കളെ? നമ്മൾ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് നോക്കിയേക്കാം, ഒന്ന് കണ്ണുപിടിച്ച് പോകും. വളരെ സിമ്പിൾ ആയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് നമ്പർ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഇവിടെ നമ്പർ ചെയ്യുമ്പോൾ 1 2
3 4 അപ്പൊ 2 ക്ലോറോ 2 ക്ലോറോ ബ്യൂട്ടേൻ കിട്ടും. ഇവിടുന്നാണെങ്കിൽ മക്കളെ എന്റെ കൂടെ ചെയ്യും, എന്റെ കൂടെ ചെയ്യും. ഇവിടുന്നാണെങ്കിൽ എങ്ങനെ ഉണ്ടാവാം? ഇവിടുന്നാണെങ്കിൽ നമുക്കറിയാം 1 2 3 മൂന്നാമത്തേൽ എന്തുണ്ട്? മൂന്നാമത്തേല് മൊത്തം ഓക്കെ നമുക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാം, വരച്ച് കാണിച്ചു തരാം. അപ്പൊ സിമ്പിൾ ആയിരിക്കും. അതായത് CH2 Br CH3 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 ഇതല്ലട സാധനം, ഇതാണ് സാധനം. അത് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ എങ്ങനെ നമ്പർ ചെയ്യാൻ പറ്റും? നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ഇയാൾക്ക് മിനിമം കിട്ടണം അല്ലേ? ഇവിടെ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 എന്ന് കിട്ടുക. അപ്പൊ 2ലാണ് ബ്രാഞ്ച് വരുന്നത്, അപ്പൊ അത് പറ്റത്തില്ല. ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ ഒന്ന് തന്നെ ബ്രാഞ്ച് വരും. സോ 1 2 3 ഇതാണ് നല്ലത്. അപ്പൊ 2 എന്തുണ്ട്? 2 മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ 2,2 ഡൈമിഥൈൽ 1 ബ്രോമോ. അപ്പൊ 1 ബ്രോമോ ബ്രോമിനാണ് ആദ്യം ആൽഫബറ്റിക് ഓർഡർ വരിക. സോ 1 ബ്രോമോ 2,2 ഡൈമിഥൈൽ പ്രൊപ്പൈൻ കിട്ടും. സിമ്പിൾ അല്ലേ? സിമ്പിൾ. അപ്പൊ വരച്ച് നോക്കിയാൽ മതി. സംശയമുള്ള സാധനങ്ങൾക്ക് വരച്ച് നോക്കാം. ഇതെന്താ സാധനം? CH3 3 ടൈംസ് Br. നമ്മൾ എന്ത് ചെയ്യും? 1 2 സോ എന്താണ്? 1 ബ്രോമോ 1 ബ്രോമോ 1 ബ്രോമോ സോറി 1 ബ്രോമോ അല്ല, നോക്കട്ടെ. CH3 3 ടൈംസ് CBr അല്ലേ? കറക്റ്റ്. CH3 3 ഓക്കെ. അപ്പൊ ഇവിടെ 1 1 ഉം 2 ഉണ്ടാവും അല്ലേ? കറക്റ്റ്. അപ്പൊ എന്താണ്? 2 ബ്രോമോ 2 മിഥൈൽ പ്രൊപ്പൈൻ വരും. 2 ബ്രോമോ 2 മിഥൈൽ പ്രൊപ്പൈൻ. റെഡി അല്ലേടാ? റെഡി അല്ലേ? ദാറ്റ്സ് എ തിങ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയാം, ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ ഒരു ചോദ്യം പല കുട്ടികളും തെറ്റിക്കാൻ ചാൻസ് ചോദ്യമാണത്. ഇതിനെ നെയിമിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയല്ല ഉള്ളത്. ഒന്ന് മാറ്റി വരച്ച് കാണിച്ചത് എനിക്ക്. CH3 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 Br. ഇത് നിങ്ങൾ ഏതൊക്കെ തരത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും? നിങ്ങൾ ആൻസർ ചെയ്യുന്ന രൂപം ഞാൻ കാണിച്ചു തരാം. പല കുട്ടികൾ തെറ്റ് ചെയ്യാറുണ്ട്. ഒന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യും, ഇയാൾക്ക് ഇവിടെ 1 കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം ഇയാൾക്ക് ഇവിടെ 1 കൊടുത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് 2 ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കുകയും വേണം. ആദ്യം നിങ്ങൾ ചെയ്യുന്നത് ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ബ്രാഞ്ചിന് മിനിമം നമ്പർ കിട്ടാന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എടുത്താൽ കിട്ടത്തില്ല. നിങ്ങൾ ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കേണ്ടത്. അതിൽ എന്ത് ചെയ്യുക? നിങ്ങൾ 1 2 3 എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യും? 2 മിഥൈലും 2 ബ്രോമിനും കിട്ടും. അപ്പൊ അതാണ് 2 ബ്രോമോ 2 മിഥൈൽ പ്രൊപ്പൈൻ കിട്ടും. ഇതാണ് കോൺസെപ്റ്റ്. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നേരെ പോയി ചാടി കയറി ആൻസർ തെറ്റിപ്പോകും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് നോക്കാം. ഇതേപോലെ നിങ്ങൾ നോക്കിയാൽ ഇതെന്താ? ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം ഉണ്ട്. ആ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിന് മുകളിൽ തന്നെയാണ് ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എന്താണ് അത്? ഇതാണ് അലൈലിക് ആണോ വിനൈലിക് ആണോ? അത് വിനൈൽ അല്ലേ? സോ വിനൈൽ ക്ലോറൈഡ് ആണ്. വിനൈൽ ക്ലോറൈഡ് സിമ്പിൾ, ഓൾറെഡി പഠിപ്പിച്ച കാര്യമാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അല്ലാതെ നമ്മൾ പേരിടാം, ക്ലോറോ എത്തി വിളിക്കാം. സിമ്പിൾ. ഇത് നിങ്ങൾ നോക്കിക്കേ, ഇതെന്താ? ഡബിൾ ബോണ്ട് കാർബൺ ആറ്റം. അതിന് തൊട്ടടുത്തുള്ള കാർബൺ ആറ്റം ആണ് എന്ത്? ഈ കാർബൺ ആറ്റം. അതിന്റെ മുകളിലാണ് ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എന്താണത്? അലൈലിക് അല്ലേ? അലൈലിക് ആണ്. സോ അലൈൽ ബ്രോമൈഡ്. സിമ്പിൾ അല്ലേടാ? പേരിട്ടാണെങ്കിൽ 1 2 3 ബ്രോമോ പ്രൊപ്പീൻ എന്ന് പറയാം. അല്ലേ? ഇനി മക്കൾ അടുത്തത് നോക്കിയേ. ഇത് ഒരു പ്രശ്നമുണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്. എന്താ പറയാ? നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മക്കളെ ഇങ്ങനെ ഈ സ്ട്രക്ചർ ഇല്ലാതെ നോക്കണം, ഈ സ്ട്രക്ചർ ഇല്ലാതെ നോക്കണം. അതായത് നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ് ഈ സ്ട്രക്ചർ. ഇത് ഞാൻ നമ്പർ ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ തെറ്റിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് നോക്കിക്കേ. ഇതെന്താ സ്ട്രക്ചർ? ഇതിന് പ്രത്യേകത നമ്മൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നതാണ്. CH2 ഡബിൾ ബോണ്ട് CH2 Br. ഇനി ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾക്ക് പ്രയോറിറ്റി റൂൾ പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയാൻ കാർബോക്സിലിക് ആസിഡ് ആണ് മോർ പ്രയോറിറ്റി. പിന്നെ ആരാണ് ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ? പിന്നെ ആരുണ്ട്? ആൽഡിഹൈഡ് ഉണ്ട്, പിന്നെ ആരുണ്ട്? കീറ്റോൺ ഉണ്ട്, പിന്നെ അല്ലെ അതൊക്കെ പഠിക്കുന്നുണ്ടോ? ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആരാണ്? ഒന്ന് പറഞ്ഞേ. ഇതൊക്കെ കഴിഞ്ഞ അവസാനം എൻഡിൽ വരുന്ന സംഭവമാണ് എന്ത്? നമ്മുടെ ആൽക്കീൻ കഴിഞ്ഞിട്ടാണ് ആൽക്കൈൻ വരുന്നത്. പിന്നെയാണ് ആൽക്കൈൻസ് വരുന്നത്. അപ്പം ഡബിൾ ബോണ്ടിനാണ് ആരെക്കാൾ പ്രയോറിറ്റി ഉള്ളത്? ട്രിപ്പിൾ ബോണ്ടിനെ പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം അവസാനമായിട്ട് വരുന്ന ബ്രാഞ്ചായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആൾക്കാരാണ് ആരൊക്കെ? ഈ പറഞ്ഞിരിക്കുന്ന ഹാലജൻസ്, അതായത് ക്ലോറിൻ ബ്രോമിൻ ഒക്കെ. അപ്പൊ ഈ ക്ലോറിനും ബ്രോമിനും ഡബിൾ ബോണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഡബിൾ ബോണ്ടിനാണ്. ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡബിൾ ബോണ്ടിന് നമ്മൾ മിനിമം നമ്പർ കൊടുക്കണം. എന്ന് വെച്ചാൽ 1 2 3 പേര് കൊടുക്കുന്നത് 3 ബ്രോമോ പ്രൊപ്പോ 1 3 ബ്രോമോ പ്രൊപ്പോ 1 പ്രൊപ്പീൻ എന്ന് കൊടുക്കും. ഇതാണ് കോൺസെപ്റ്റ്. പല കുട്ടികളും എന്ത് ചെയ്യാറുണ്ട്? തെറ്റിക്കാറുണ്ട്. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. പിന്നെ അടുത്തത് എന്താണ്? ഇവിടെ നമ്പർ 1 കൊടുക്കുക. 1 2 1 ക്ലോറോ 2 മിഥൈൽ ബെൻസീൻ കൊടുക്കാം. അതേപോലെ ഇവിടെ ആണെങ്കിലോ ഇത് ബെൻസൈലാണ്. ഞാൻ അവിടെ പറഞ്ഞത് ബെൻസൈൽ കാർബോഹൈഡ്രേറ്റ് ബെൻസൈൽ അത് പഠിപ്പിച്ചല്ലേ? അത് ബെൻസീൻ റിംഗിന്റെ തൊട്ടടുത്ത കാർബൺ ആറ്റത്തിന് 3 അറ്റാച്ച്മെന്റ് ആണെങ്കിൽ ബെൻസൈൽ. സോ ഇത് ബെൻസൈൽ ക്ലോറൈഡ് ആണ്. ഓക്കെ അല്ലേ? ഇത് നോക്കുക CH2Cl2 ആണെങ്കിൽ ഇത് മിഥിലിൻ ക്ലോറൈഡ് ആണ്. അപ്പൊ ഇതൊക്കെ കോമൺ സാധനങ്ങളാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന മറ്റൊരു സാധനം എന്താണ്? ഇത് CHCl3 ഇത് ക്ലോറോഫോം ആണ്. CHCl3 എന്ന് പറയുന്നത് ക്ലോറോഫോം ആണ്. ആൻഡ് CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ്. ഇത്രയുള്ള കാര്യം. ഇത്രയൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുള്ളത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്? യെസ് 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 റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി ഫോളോവിങ് കോമ്പൗണ്ട്. ഇന്ന് IUPAC നെയിം നോക്കി എല്ലാവരും IUPAC പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുന്ന സാധനങ്ങളാണ്. അത് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളൊന്ന് IUPAC നെയിം നോക്കിക്കേ, എല്ലാ കുട്ടികളും നോക്കിക്കേ.
എന്താ വരിക? അധികം കൂടുതൽ നമ്മൾ ചെയ്യാൻ നിൽക്കുന്നില്ല. 1, 2 എണ്ണം ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ബാക്കി അടുത്തേക്ക് കടക്കാം. 1, 2 എണ്ണം എക്സർസൈസ് ചെയ്ത് നോക്ക്. ഒന്ന് വാം ആവാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഇവിടെ ഈ സ്ട്രക്ചർ ഇങ്ങനെ കാണുമ്പോൾ ഒരു പേടി പോലെ തോന്നും. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. നമുക്ക് ഇങ്ങനെ കാണിച്ചാൽ നമ്മളെ പേടിപ്പിക്കാൻ നോക്കുവാണ്. ഒന്നുമില്ല കാര്യം. ഇത് CH3 ഇതാ. ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒന്നുകൂടി കാണിച്ചു തരാം. സൈഡിലേക്ക് ആക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ ഇങ്ങനെ കാണിപ്പിച്ച് അവരെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. സംഭവം വളരെ സിമ്പിൾ ആയ കാര്യമാണിത്. വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആണ്. വെരി സിമ്പിൾ. അപ്പോൾ NCERT-നകത്തുള്ള ഈ എക്സസൈസ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതിൽ നമ്മൾ 5, 6 എക്സസൈസുകളുണ്ട്. 1, 2 എക്സാമ്പിൾ എന്ത് ചെയ്യാം, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്ത് കാണിക്കുകയാണ്. ഒന്ന് CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട് CH എന്നുള്ളത്. പിന്നെ അടുത്ത കാർബൺ ആറ്റം ഉണ്ട്, അവിടെ CH3 ഉണ്ട്. ദെൻ മനസ്സിലാവുന്നില്ല. ഓക്കെ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്, CHBr. ഇതാണ് സംഭവം. ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്ത് വാലൻസി കംപ്ലീറ്റ് ആണോ നോക്കുക നിങ്ങൾ. ഇതൊന്നും ചെയ്യേണ്ടത്. ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം ഉണ്ട്, അതേപോലെ ഹാലജനും ഉണ്ടെങ്കിൽ ആർക്കാണ് പ്രയോറിറ്റി? ഡബിൾ ബോണ്ടിനല്ലേ. പോയിന്റ് പറഞ്ഞു, ആൽക്കീനാണ് പ്രയോറിറ്റി കൂടുതൽ. പ്രയോറിറ്റിയുടെ റൂൾ നിങ്ങൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കാർബോക്സിലിക് ആസിഡ് ആണ്. പിന്നെ ഇങ്ങനെ കുറഞ്ഞ് അവസാനം നമ്മൾ ആൽക്കീൻസിലേക്ക് എത്തും. ഡബിൾ ബോണ്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ്? ഏറ്റവും കുറവുള്ള ആൾക്കാർ ട്രിപ്പിൾ ബോണ്ടിനാണ്, പിന്നെ സിംഗിൾ ബോണ്ടിനാണ്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഹാലജൻസ് കാര്യങ്ങളൊക്കെ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ബ്രാഞ്ചസ് ആയിട്ടാണ് ഉൾപ്പെടുത്താറുള്ളത്. സോ ഈ പറഞ്ഞിരിക്കുന്ന ഹാലജൻസ് ഉണ്ടെങ്കിൽ അതിനെക്കാട്ടും പ്രയോറിറ്റി ആർക്കാണ്? ഡബിൾ ബോണ്ടിനാണെന്ന് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ ഫംഗ്ഷണൽ ഗ്രൂപ്പിനായിരിക്കണം മിനിമം നമ്പർ കിട്ടേണ്ടത്. സോ അങ്ങനെ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ എല്ലാവരും നോക്കിയാൽ എവിടെ ചെയ്യും? 1, 2, 3, 4 അല്ലെ? 4 കാർബൺ ആറ്റം ഉണ്ട്. ഈ 4 കാർബൺ, നാലാമത്തെ കാർബൺ ആറ്റത്തിൽ നിന്ന് ബ്രാഞ്ച് ഉണ്ട്, അതാണ് മിഥൈൽ ബ്രാഞ്ച് ഉണ്ട്, അതേപോലെ ബ്രോമിനും ഉണ്ട്. അപ്പൊ അങ്ങനെ പേരിടുകയാണെങ്കിൽ, അങ്ങനെ പേരിടുമ്പോൾ എന്താ കിട്ടും നമുക്ക്? 4 ബ്രോമോ, സോറി ഇത് നമ്മൾ ലോങ് ചെയിൻ എടുക്കാം. 4, 5 ഇത് ബ്രാഞ്ച് അല്ല, ലോങ് ചെയിൻ ആണ്. 4 ബ്രോമോ, സോറി ഇങ്ങനെ എടുക്കാം. ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പം 4 എന്തുണ്ട്? ബ്രാഞ്ച് ഉണ്ട്. 4 ബ്രോമിൻ ഉണ്ട്. മൊത്തം 5 വലിയ ലോങ്ങസ്റ്റ് ചെയിൻ എടുത്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 4 ബ്രോമിൻ ഉണ്ട്. സോ 4 ബ്രോമോ പെന്റിറ്റൂയിൻ, 4 ബ്രോമോ പെന്റിറ്റൂയിൻ, ഇതാണ് ആൻസർ. സിമ്പിൾ ആണ്. അപ്പൊ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇത് ബേസിക് ആയിട്ട് നിങ്ങൾ ഐഡിയ. അപ്പൊ ഒന്നും വേണ്ട, ഇത് ഞാൻ ഇങ്ങനെ എഴുതിയത് മാത്രമാണ്. നിങ്ങൾ ഇത് നോക്കി തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാൻ വേണ്ടി അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിലാണ് ഞാൻ ഇത് കാണിച്ചത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് 1 പറയാൻ പറ്റും. 1, 2, 3, 4, 5 4 ബ്രോമിൻ ഉണ്ട്. അതേപോലെ 2 എന്തുണ്ട്? ആൽക്കീൻ ഗ്രൂപ്പ്. ഇവിടെ നോക്കാൻ പറ്റില്ല, നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്ത് എന്താ പ്രത്യേകത? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലടാ. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പവും വേണം. വളരെ സിമ്പിൾ ആണ് കാര്യം. ഇവിടെ നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ നമ്പർ ചെയ്ത് തുടങ്ങണം. നമ്മൾ ഡബിൾ ബോണ്ട് കാർബണത്തിന് മിനിമം നമ്പർ കിട്ടുന്ന രൂപത്തിലായിരിക്കും നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. അതാണ് കോൺസെപ്റ്റ്. സോ 1, 2, 3 1, 2, 3, 4 1, 2, 3, 4 ഇങ്ങനെ എഴുതാൻ പറയും. ഇനി രണ്ടാമത്തെ കാർബണത്തിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2 മിഥൈൽ ഉണ്ടാകും, അതുപോലെ 3 ബ്രോമിൻ ഉണ്ടാവും. ഈ മിഥൈൽ ആണോ ബ്രോമിൻ ആണോ നമ്മൾ ആദ്യം പറയേണ്ടത്? യെസ്, ബ്രോമിൻ. കാരണം എന്താ? ആൽഫബറ്റിക് ഓർഡർ. സോ 3 ബ്രോമോ 2 മിഥൈൽ ബ്യൂട്ട്. എവിടെയുള്ളത്? 1ലാണ് ഡബിൾ ബോണ്ട്. സോ 3 ബ്രോമോ 2 മിഥൈൽ ബ്യൂട്ട് 1ഈൻ. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? എല്ലാവരും നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ നെയിമിംഗ് തന്നെ തെറ്റിച്ച് കഴിഞ്ഞാൽ ബാക്കി മൊത്തം പോകും. സോ നെയിമിംഗ് കൃത്യമായി മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? നമുക്ക് ഇതും കൂടി നോക്കിയേക്കാം. 1, 1 നോക്കണം. ഓക്കെ അല്ലേടാ? എല്ലാവരും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ 1, 2, 3, 4 5 മൊത്തം 5 കാർബൺ ഉണ്ട്. 5 കാർബൺ ആറ്റം ഉണ്ട്. അതിൽ മൂന്നാമത്തിൽ എന്തുണ്ട്? ബ്രാഞ്ച് ഉണ്ട്. സോ 3 മിഥൈൽ ഉണ്ടാകും, 4 ബ്രോമോ ഉണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞു 4 ബ്രോമോ 3 മിഥൈൽ പെന്റ് 2ഈൻ എന്ന് പറയണം. കറക്റ്റ് അല്ലേ? യെസ്. ബാക്കിയുള്ള എക്സാമ്പിൾ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അതുകൂടി ചെയ്യണം, ബാക്കിയുള്ള ചെയ്യാം. ഒന്നുമില്ല കാര്യങ്ങൾ. അതായത് വേണമെങ്കിൽ നോക്കിയേ, 1, 2, 3, 4 4 കാർബൺ ആറ്റം. മൂന്നാമത്തെ കാർബണത്തിൽ മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ 1 ബ്രോമോ 2 മിഥൈൽ ബ്യൂട്ട് 2ഈൻ എന്ന് കിട്ടും. സിമ്പിൾ, വളരെ വെരി സിമ്പിൾ. മക്കളെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത വരുന്ന ഏതാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മക്കളെ നോക്കിക്കേ, ഇതാണ്. ഈ ചോദ്യം 5ാമത്തെ ചോദ്യമാണ് നെയിമിങ്ങിൽ വരുന്നത്. 5th ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കിട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്പർ ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റുന്നത്? ഇവിടെ നമ്പർ ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഞാൻ ഇവിടെ നമ്പർ ചെയ്യാമെന്ന് വിചാരിക്കൂ. അപ്പോൾ 1, 2, 3, 4 4 കാർബണാറ്റാണുള്ളത് അല്ലേ? അതിൽ രണ്ടാമത്തെ കാർബണത്തിൽ നിന്ന് ഡബിൾ ബോണ്ട് ഉണ്ട്, നാലാമത്തിൽ ബ്രോമിനും ഉണ്ട്.
അപ്പം അതാണോ നല്ലത്, അല്ലെങ്കിൽ തിരിച്ചിടുമ്പോൾ 1 2 3 4 അങ്ങനെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ തിരിച്ചിടുകയാണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് കേസിലാണെങ്കിലും രണ്ടാമത്തെ കാർബണാറ്റത്തിൽ ഡബിൾ ബോണ്ട് ഉള്ളത്. പക്ഷെ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഒന്നാമത്തെ കാർബണാറ്റത്തിൽ എന്ത് കിട്ടും, ബ്രാഞ്ചിങ് ആയിട്ടുള്ള ബ്രോമിൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതല്ലേ കുറച്ചും ബെറ്റർ. യെസ്, അതാണ് ബെറ്റർ. അപ്പോൾ തിരിച്ചിടാം. അപ്പോൾ നമുക്ക് 1 ബ്രോമോ ബ്യൂട്ടി 2 എന്ന് കിട്ടും. അതാണ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കുകയാണെങ്കിൽ, അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് 1 2 1 2 3 3 കാർബണാറ്റേ ഉള്ളൂ. ആകെ 3 കാർബണാറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ മൂന്നാമത്തിൽ ബ്രോമിൻ ഉണ്ട്, രണ്ടാമത്തിൽ മിഥൈലും ഉണ്ട്, അതിന് രണ്ടാമത്തിൽ എന്തുണ്ട്, രണ്ടാമത്തിൽ മിഥൈലും ഉണ്ട്. മാത്രമല്ല രണ്ടാമത്തെ കാർബണാറ്റത്തിൽ എന്തുണ്ട് മക്കളെ, ഈ പറഞ്ഞ ഒന്നാമത്തെ കാർബണാറ്റത്തിലാണ് എന്ത് ഡബിൾ ബോണ്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ സിംപ്ലി നമുക്ക് എന്ത് പറയാം, 3 ബ്രോമോ 2 മിഥൈൽ പ്രൊപ്പീൻ എന്ന് പറയാം. ഇതാണ് നമ്മൾ നെയിമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ NCERT ലാത്തുള്ള നെയിമിംഗ് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. നിങ്ങളത് കണ്ട് ഞാൻ പേടിക്കൊന്നും വേണ്ട. സിമ്പിളാണ്, വളരെ സിമ്പിളാണിത്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, നിങ്ങൾ ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ബോണ്ട് എൻതാൽപ്പി ബന്ധപ്പെട്ട ചോദ്യം ഇത് നോക്കണം. ഇവിടെ എന്തൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്ലീവേജ് ഓഫ് CX ബോണ്ട് ക്ലീവേജുമായി ബന്ധപ്പെട്ടാണ് NCERT നമ്മളോട് പറയുന്നത്. ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നീറ്റ് എക്സാമിന് ചോദിക്കാൻ നമ്മൾ നോക്കണം. വെറുതെ ഇവിടെ തന്നതായിരിക്കില്ല, എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. ഇപ്പോൾ CX ബോണ്ട് എന്താൽപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ബോണ്ട് പൊട്ടിക്കാൻ പറ്റുന്ന CH3I ബോണ്ടാണ്. കാരണം എന്താ, ഐഡിയുടെ സൈസ് വളരെ കൂടുതലാണ്, ബോണ്ട് ലെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് ബോണ്ട് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് ബോണ്ട് ഭയങ്കര വീക്ക് ആയിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകും. സോ അതുകൊണ്ട് തന്നെ മക്കളെ, ഇവിടെ നിങ്ങൾ ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡറാണ് ചോദിക്കുന്നതെങ്കിൽ, ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡർ ചോദിക്കുകയാണെങ്കിൽ എന്താണത്, CH3Iക്കാണ് കൂടുതൽ, പിന്നെ ആർക്കാണ് CH3Brനാണ്, പിന്നെ ആർക്കാണ് CH3Clനാണ്, പിന്നെ ആർക്കാണ് CH3Fനാണ്. അതാണ് ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡർ. ഇനി ബോണ്ട് എന്താൽപ്പിൻ്റെ ഓർഡർ ആണെങ്കിലും അത് നേരെ തിരിച്ച് നിങ്ങൾ ആലോചിക്കണം. ബോണ്ട് എന്താൽപ്പി ആണെങ്കിൽ എന്തായിരിക്കും, ബോണ്ട് എന്താൽപ്പി ആണെങ്കിൽ ജസ്റ്റ് റിവേഴ്സ് തിരിച്ചാലോചിക്കുക. അപ്പോൾ ആർക്കായിരിക്കും കൂടുതൽ, CH3Fനായിരിക്കും കൂടുതൽ, പിന്നെ CH3Clനായിരിക്കും, പിന്നെ CH3Brനായിരിക്കും, ഏറ്റവും കുറവായിരിക്കും CH3Iക്കായിരിക്കും. പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷേ ഇതല്ല എൻട്രൻസിൻ്റെ ചോദ്യം. എൻട്രൻസിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏത്, ഈ ക്വസ്റ്റ്യനാണ് എൻട്രൻസിൻ്റെ ചോദ്യം. അതായത് എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ഡൈപോൾ മൊമെൻ്റ് ആയിരിക്കും ചോദിക്കും. ഡൈപോൾ മൊമെൻറ്റ് ചോദിക്കും. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓർഡർ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ബോണ്ട് ലെങ്ത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയാൽ ഫ്ലൂറിനാണല്ലോ, അപ്പോൾ അയാൾക്ക് ഡൈപോൾ മൊമെൻറ്റ് കൂടുതലാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മിഥൈൽ ഫ്ലൂറൈഡിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുമെന്ന് വിചാരിക്കും. പക്ഷേ എക്സെപ്ഷൻ കേസുണ്ട്. അതെന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ എക്സെപ്ഷൻ ഉണ്ടായതുകൊണ്ട് അത് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണെന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത്, ഡൈപോൾ മൊമെൻറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ആ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കും. എന്താണ് ഓർഡർ ഉണ്ടാവുക, ഏറ്റവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് CH3F, പിന്നെ CH3Cl, പിന്നെ CH3Br, CH3I എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. പക്ഷേ അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ തന്നെ മക്കളെ CH3Clനാണ്, പിന്നെ CH3Fനാണ്, പിന്നെ CH3Br, പിന്നെ ആരാണ്, CH3I ആണ്. ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റാണ്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ട പോയിന്റാണ്. ബോക്സിലാക്കി വെച്ചോളൂ. ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. NCERT ഡാറ്റ നോക്കി നമ്മൾ പറയുന്നത് നോക്കി ഏറ്റവും കൂടുതൽ ആർക്കാണ് 1.806 പറഞ്ഞാലാണ്, അത് CH3Cl അല്ലേ. അത് കഴിഞ്ഞിട്ടാണല്ലോ CH3F ഉള്ളത്. പിന്നെ ആരാണ്, CH3Br ആണ്. ഏറ്റവും കുറവാർക്കാണ് CH3Iക്കാണ്. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ പഠിക്കാം. അത് NCERT വെച്ച് നമ്മൾ കിട്ടിയ ഡാറ്റയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. റെഡിയല്ലേ മക്കൾ, സെറ്റ് അല്ലേ? യെസ്. ഇനിയാണ് നമ്മൾ പ്രിപ്പറേഷൻ കിടക്കാൻ പോകുന്നത്. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആലോ ആൽക്കെയിൻസ്. ഓക്കെ, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പം പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ആൽക്കഹോളിൽ നിന്നും നമുക്ക് എന്തുണ്ടാക്കാം, ഇപ്പോൾ ഹാലോ ആൽക്കീൻസ് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. ആൽക്കഹോളിൽ നിന്ന് ഉണ്ടാക്കാം, ഹാലോ ആൽക്കീൻസ് ഉണ്ടാക്കാം. അതിൽ ഒന്നാമത്തെ റിയാക്ഷൻ നിങ്ങൾ നോക്കിക്കേ എല്ലാവരും. ഞാൻ NCERT ബേസ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്നത്, അപ്പോൾ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും നോട്ട് ചെയ്യേണ്ട പോയിൻ്റൊക്കെ ഞാൻ കൃത്യമായി നിങ്ങൾ പറഞ്ഞുതരാം. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട. NCERT അല്ലേ എന്ന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫുൾ സാധനങ്ങൾ ഇതിനകത്തുണ്ടാവും. ഓക്കെ, യെസ്. ഇതാണ് നിങ്ങൾ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ആൽക്കഹോളും HCl ZnCl2 റിയാക്ട് ചെയ്തത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ ഈ പറഞ്ഞിരിക്കുന്ന OH മാറ്റി ആര് കയറിയിരിക്കും, ഈ Cl അങ്ങ് കയറിയിരിക്കും. ഓക്കെ മനസ്സിലാവും നിങ്ങൾക്ക്. OH മാറ്റി ആര് കയറിയിരിക്കും, Cl കയറി. ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ അപ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്, അതായത് മക്കളെ സിമ്പിളാണ്. ആൽക്കഹോളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. ആൽക്കഹോൾ നമുക്ക് എന്തുണ്ടാക്കാം, ഈ പറയുന്ന ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കാം. അതെങ്ങനെയാണ്, ആൽക്കഹോൾ റിയാക്ട് ചെയ്ത് HCl എന്ത് ചെയ്യും മക്കളെ, കറസ്പോണ്ടിങ് ആൽക്കൈൽ ക്ലോറൈഡ് ഉണ്ടാകും. അങ്ങനെ ഇത് നിങ്ങൾ റീപ്ലേസ് ചെയ്ത് വെക്കും. ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഈ HCl ZnCl നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാണ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങൾ പഠിക്കേണ്ട കാര്യം HCl ZnCl2 ഇവിടെ കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട്. അൺഹൈഡ്രസ് ZnCl2 കോൺസ്റ്റന്റ് HCl എന്ന് വിളിക്കുന്ന പേരാണത് ലൂക്കാസ് റിയേജൻ. ഇതാണ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ലൂക്കാസ് റിയേജൻ. ഇങ്ങനെ റിയേജൻ കാണുമ്പോൾ മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. ലൂക്കാസ് റിയേജൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾ. അതിന് വിളിക്കുന്ന പേരാണ് ലൂക്കാസ് ടെസ്റ്റ്.
ലൂക്കാസ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ടെർഷറി ആൽക്കഹോൾ ആണെങ്കിൽ എന്ത് കിട്ടും? ഇമ്മീഡിയറ്റ് ഡബ്ല്യൂ കിട്ടും. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ ടെർമിനേറ്റ് ആഫ്റ്റർ 5 minutes ഒക്കെ ആയിട്ടായിരിക്കും. പ്രൈമറി ആൽക്കഹോൾ ആണ് ടെർമിനേറ്റ് തരത്തുമില്ല. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ ഓർത്തിരിക്കണം ഈ ഒരു റിയാക്ഷൻ കാണുന്ന സമയത്ത്. പിന്നെ ആൽക്കഹോൾ റിയാക്ട് NaBr സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ആകുമ്പോൾ ഈ Br പോയിട്ട് റീപ്ലേസ് ചെയ്യും. സിമ്പിൾ, ഒന്നുമില്ല, RBr കിട്ടും. അത്രേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ആൽക്കഹോൾ റിയാക്ട് ചെയ്ത് PX3. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ആൽക്കഹോൾ റിയാക്ട് ആൽക്കഹോൾ റിയാക്ട് ചെയ്ത് PX3 എന്നൊരു പോയിന്റ് ഉണ്ട്, PX3. അപ്പം ഇവിടെ PX3 PCl3 ഒക്കെയാണ് പറയുന്നത്. അതേപോലെ ആൽക്കഹോൾ റിയാക്ട് PCl5. ഈ രണ്ട് കേസിലാണെങ്കിലും ഒരു ഉദാഹരണം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആൽക്കഹോൾ ഇസ് റിയാക്ട് വിത്ത് PCl3 എന്ന് വിചാരിക്കും, ആൻഡ് ആൽക്കഹോൾ ഇസ് റിയാക്ട് വിത്ത് PCl5 എന്ന് വിചാരിക്കും. രണ്ട് കേസ് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ്? യെസ്, OH മാറ്റി ആര് കയറിയിരിക്കുകയാണ്? CL കയറിയിരിക്കും. RCl ആയിട്ട് ആൽക്കൈൽ ക്ലോറൈഡ് കിട്ടും. അത് ഹാലോ ആൽക്കെയിൻസ് കിട്ടും, അത് ക്ലോറോ ആൽക്കെയിൻ കിട്ടും. റെഡി അല്ലേ? ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബൈ പ്രൊഡക്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം ചോദിക്കാറുള്ളത്. അതായത് ഇത് രണ്ടും സെയിം അല്ലേ? രണ്ടും സെയിം, നമുക്കറിയാം അതാണെന്നുള്ളത്. പക്ഷേ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് PCl3 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് H3PO3 ആണ് ബൈ പ്രൊഡക്റ്റ്, H3PO3. ഇവിടെ നമ്മൾ PX3 എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എക്സൈഡ് ഉപയോഗിക്കാമെന്ന് ആരൊക്കെയാണ്? ക്ലോറിനും ബ്രോമിനുമാണ്. ഫ്ലൂറിനും അതേപോലെ അയഡിനും ഇത് പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഫ്ലൂറിനും അയഡിനും ഇത് പറ്റില്ല, സെപ്പറേറ്റ് പരിപാടിയാണ്. ഓക്കെ, ഫ്ലൂറിനും അയഡിനും ഉണ്ടാക്കാൻ സെപ്പറേറ്റ് പരിപാടിയാണ്. ഇതുകൊണ്ട് ആൽക്കിൽ ക്ലോറൈഡ്, ആൽക്കിൽ RCl എന്ന് പറയുമ്പോൾ ആൽക്കിൽ RX കിട്ടുന്ന RX ആണ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ X എന്ന് പറഞ്ഞാലാണ് ഈ പറഞ്ഞ പോലെ ക്ലോറിനും ബ്രോമിനുമാണ്. ഫ്ലൂറിനും അയഡിനും ഉണ്ടാക്കാൻ വേറെ പരിപാടിയാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ H3PO3 ആണ് നമുക്ക് കിട്ടുന്നത്. H3PO3 ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് PCl5 ആണെങ്കിൽ RCl കിട്ടും. അതേപോലെ തന്നെ എന്തുണ്ടോ? POCl3 ഉണ്ടാവും. POCl3 HCl. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡിഫറൻസ് നോട്ട് ചെയ്ത് വെക്കണം. PCl3 ആണെങ്കിൽ PX3 ഫോമിലാണ് നിങ്ങൾക്ക് എന്താ കിട്ടുക? H3PO3 ആണ് നിങ്ങൾക്ക് ബൈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ആൻഡ് when you are using PCl5 you will get എന്താണ്? You will get POCl3 and HCl. അപ്പോൾ ഇത് NCERT പറയുന്നുണ്ട് നിങ്ങളോട്, പക്ഷേ അത് നിങ്ങൾ അങ്ങനെ ഓർത്തിരിക്കും. NCERT പറയുന്നുണ്ട് PCl5 ആണെങ്കിൽ POCl3 and HCl, PX3 ആണെങ്കിൽ H3PO3 കിട്ടും. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതായത് ഐഡിയ ഞാൻ മെക്കാനിസം എന്ന് വെച്ച് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകും. മെക്കാനിസം എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ മക്കളെ? നോക്കിക്കുക എല്ലാവരും. അതായത് നിങ്ങൾക്കറിയാം ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു ഓർമ്മയ്ക്ക് വേണ്ടി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. PCl5 എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ എന്താ? PCl5 സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇക്വറ്റോറിയൽ ബോണ്ടും 2 വലിയ ആക്ഷ്യൽ ബോണ്ടും അല്ലേ? 2 വലിയ ആക്ഷ്യൽ ബോണ്ടുമാണ് PCl5 അല്ലേ? അപ്പോൾ നമ്മൾ RClമായിട്ട് അല്ലെങ്കിൽ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഏത്? ഈ പറഞ്ഞിരിക്കുന്ന ഇക്വറ്റോറിയൽ ആക്ഷ്യൽ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. കാരണം ലെങ്ത് കൂടുതൽ വീക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആക്ഷ്യൽ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ പോലെ തന്നെ ഈ OH എന്ത് ചെയ്യും? ഇവിടെ കയറിയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ OHന് മുകളിൽ ഈ OH റീപ്ലേസ് ആര് കയറിയിരിക്കും? ഇവിടെ ഈ CL ഇവിടെ കയറിയിരിക്കും. അപ്പം എന്നിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റായിട്ട് RCl കിട്ടും. RCl കിട്ടി. ഇനി ബാക്കി ആരുണ്ടാവുക? ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ P ഉണ്ടാകും. അതേപോലെ തന്നെ ഈ 2 OH ഇവിടെ കയറിയിരിക്കും, ഇവിടെ OH കയറിയിരിക്കും, ഇവിടെ OH കയറിയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ CL എന്ത് ചെയ്യും? ഇവിടെയും കയറിയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിട്ടും RCl കിട്ടി. റെഡി. ബാക്കി ആരുണ്ടാവും? ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCl. ഇവിടെ ആരുണ്ട്? ഇവിടെ OH, ഇവിടെ OH. മനസ്സിലാവുന്ന മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ മനസ്സിലാവാൻ വേണ്ടി കോൺസെപ്റ്റിൽ പറഞ്ഞതാണ്. ഇതൊന്നും പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറയാം. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് 2 OH ഗ്രൂപ്പുകളുണ്ട്. അത് അൺസ്റ്റേബിൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് നിങ്ങൾ ഇനി ഓർത്തിരിക്കുക, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് 2 OH ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ദാറ്റ്സ് അൺസ്റ്റേബിൾ. അപ്പോൾ എന്ത് ചെയ്യും? വെള്ളമായിട്ട് പുറത്തോട്ട് പോകും. യെസ്, ദാറ്റ്സ് എ തിങ്. വെള്ളമായിട്ട് പുറത്തോട്ട്. ബാക്കി ആരുണ്ടാവുക? ഒക്കെ മക്കളെ, ബാക്കി Cl ഡബിൾ ബോണ്ട് O എന്നുണ്ടാവും. ഇതല്ലേ മക്കളെ POCl3? ഇതല്ലേടാ POCl3? അപ്പോൾ നോക്കിയാൽ PCl5 ആണെങ്കിൽ POCl3 ആണ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ കോൺസെപ്റ്റിൽ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കാണാതെ പഠിക്കേണ്ട. PCl5 ആണെങ്കിൽ യെസ് ആക്ച്വൽ ബോണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ POCl3 കിട്ടും. യെസ്, ദാറ്റ്സ് എ തിങ്. കിട്ടില്ല മക്കളെ? കണക്ട് ചെയ്യാൻ പറ്റിയില്ലടാ. യെസ്. അപ്പോൾ PCl5 നിങ്ങൾ ഓപ്ഷൻ കണ്ട് ആൻസർ ചെയ്താൽ മതി. നിങ്ങൾ വരെ കാണാതെ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യം. നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയാൻ കിട്ടണം. നീറ്റ് എക്സാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റണം. അത്രയേ ഉള്ളൂ കാര്യം. അല്ലാണ്ട് എല്ലാ സ്ട്രക്ചർ ഇങ്ങനെ ഫുള്ള് വരച്ച് പഠിക്കണം, അങ്ങനെ ആ ഒരു ബോർഡ് എക്സാം ലെവലിലല്ല നിങ്ങൾ പഠിക്കേണ്ടത്. പകരം നിങ്ങൾ കാണുമ്പോൾ സാധനം കത്തണം, ഏതാ ആൻസർ എന്ന് എഴുതാൻ പറ്റണം, മൈനസ് മാർക്ക് അടിക്കാതെ. അപ്പോൾ അതിനുള്ള ഐഡിയ കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദാറ്റ്സ് എ തിങ്. ഓക്കെ അല്ലേ മക്കളെ? ദാറ്റ്സ് എ തിങ്. റെഡി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? PCl5 ആണെങ്കിൽ POCl3 പ്രൊഡക്റ്റ് ഉണ്ടാവും. റെഡി. ഇനി നിങ്ങൾ ROH ആൽക്കഹോൾ ഈസ് റിയാക്ട് വിത്ത് റെഡ് ഫോസ്ഫറസ്. എന്ന് പറയുമ്പോൾ അത് ഹാലജനെ ഉപയോഗിക്കുന്ന ആരൊക്കെയാണ് മക്കളെ? ഇവിടെ ബ്രോമിനോ അയഡിനോ ആണ് ഉപയോഗിക്കുന്നത്. ബ്രോമിനോ അയഡിനോ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. സിമ്പിൾ ഡയറക്റ്റ് റിയാക്ഷൻ ആണ്. ഇനി ഇത് ആൽക്കഹോൾ റിയാക്ട് SOCl2.
എന്താ സംഭവിക്കും അവിടെ അതായത് ഈ Cl ക്ലോറിൻ ഇവിടെ കയറിയിരിക്കും. അപ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക് ആൽക്കൈൽ ക്ലോറൈഡ് പ്ലസ് SO2 പ്ലസ് HCl. ഇത് വളരെ നല്ലൊരു പരിപാടിയാണ്. കാരണം ഈ കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് എന്താണ് ഇതൊക്കെ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ഗ്യാസ് ആയിട്ട് പുറത്തോട്ട് പോകുമ്പോൾ കറക്റ്റായി നിങ്ങൾക്ക് എന്ത് കിട്ടും ആൽക്കൈൽ ക്ലോറൈഡ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നല്ല മെത്തേഡായിട്ട് നല്ല മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നല്ലൊരു മെത്തേഡായിട്ട് എടുക്കുന്നതാണ് ആൽക്കോൾ റിയാക്ട് ചെയ്ത് തയോണൈൽ ക്ലോറൈഡ്. ഇയാൾ വിളിക്കുന്നതാണ് തയോണൈൽ ക്ലോറൈഡ്. തയോണൈൽ ക്ലോറൈഡ് എന്ന് പറയും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം NCERT പറയുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. NCERT പറയുന്നുണ്ട് ഒരു കാര്യം. ഇതൊക്കെ NCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. NCERT ഇവിടെ പറയുന്നത് നിങ്ങളോട് ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ആൽക്കോൾ വിത്ത് ദ ഗിവൺ ഹാലോ ആസിഡ് ഈസ് ടേഴ്സറി സെക്കൻഡറി പ്രൈമറി. അതായത് ആൽക്കോൾ എന്താണ് ആൽക്കോളിൻ്റെ റിയാക്ടിവിറ്റി അത് ഹാലോ ആസിഡ് എന്ന് പറയുന്ന ഹാലോ ആസിഡുമായിട്ടുള്ള റിയാക്ടിവിറ്റി ഹാലോ ആസിഡ് എന്ന് പറഞ്ഞാൽ HX ആണ്. ഓക്കെ, ഹാലോ ആസിഡുമായിട്ടുള്ള റിയാക്ടിവിറ്റി ഓഫ് ആൽക്കോൾ ഈസ് ടെർഷറി സെക്കൻഡറി പ്രൈമറി ആണെന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഈ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ദാറ്റ്സ് എ തിങ്. റെഡി അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ? ഓക്കെ, ഫൈൻ. മക്കളെ, നമുക്കിനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ഹൈഡ്രോ കാർബൺസ്, അതായത് ഫ്രം ഹൈഡ്രോ കാർബൺസ് എങ്ങനെയാണ് നമ്മൾ ഹാലോ ആൽക്കീൻസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത് ഹെഡിങ് NCERT നമ്മൾ പറയുന്നത് എന്താണ്? NCERT പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ആൽക്കെയിൻസ് ബൈ ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ. ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. അതായത് മക്കളെ, നമുക്ക് ഈ CH3Cl എടുക്കുക. എക്സാമ്പിൾ ആയിട്ട് CH3Cl മെഥൈൽ ക്ലോറൈഡ് ആണ്. ഇതിലേക്ക് നമ്മൾ ആരാണ് ക്ലോറിൻ HNu ആഡ് ചെയ്യാൻ. ക്ലോറിൻ HNu ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ ശ്രദ്ധിക്കണേ. ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ അപ്പം സംഭവിക്കും ഇവിടെ അവിടെ നിന്ന് ഹൈഡ്രജൻ മാറ്റി ആടി കയറിയും ക്ലോറിൻ കയറിയിരിക്കും. ഹൈഡ്രജൻ മാറ്റി ആടി കയറിയും ക്ലോറിൻ കയറി. അപ്പോൾ CH3Cl സോറി അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മീഥെയിൻ എടുക്കുന്നു. അപ്പോൾ മീഥെയിൻ എടുക്കുന്നു. മീഥെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ ക്ലോറിൻ HNu ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് മിഥൈൽ ക്ലോറൈഡ് കിട്ടുന്നു. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും അഗൈൻ നമ്മൾ ക്ലോറിൻ HNu ആഡ് ചെയ്യാണ്. CH2Cl2 ആകുന്നു. അഗൈൻ നമ്മൾ ആഡ് ചെയ്യുന്നത് CH3Cl3 ആകുന്നു. അഗൈൻ അവസാനം CCl4 കിട്ടുന്നു. ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റ്. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് പരിപാടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം. അതായത് ഇവിടെ ശരിയായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ HNu എന്നോ അല്ലെങ്കിൽ ലൈറ്റ് എന്നോ HNu ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റ് അതേപോലെ തന്നെ പെറോക്സൈഡ് H2O2 ഇങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഫ്രീ റാഡിക്കലാണ്. എന്താണ്? ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഓർത്തിരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. എന്താണ്? ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഫ്രീ റാഡിക്കൽ ആണ്. അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഓർഡർ എങ്ങനെയാണ്? റിയാക്ടിവിറ്റി ഓർഡർ എന്താണ്? ടെർഷറി, സെക്കൻഡറി, പ്രൈമറി. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ടിവിറ്റി ഓർഡർ എന്താണ്? ടെർഷറിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവും. പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസത്തിന്റെ ഓർഡർ. റെഡിയല്ലേ മക്കൾ? സെറ്റ് അല്ലേ? ഇനി നമ്മൾ അടുത്ത ഒരു കാര്യം പറയാം. ഈ റിയാക്ഷൻ നോക്കിയേ. ഈ റിയാക്ഷൻ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. CH3CH2Cl ഇവിടെ ജസ്റ്റ് ക്ലോറിൻ കയറിയിരിക്കുന്നു. അപ്പോൾ CH3CH2CH2Cl എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ക്ലോറിൻ കയറിയിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് CHCl എന്ന് കിട്ടും. ഇത്രയുള്ള കാര്യം. പിന്നെ ഫ്രം ആൽക്കീൻസ് ആൽക്കീൻസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ അടുത്ത ഓപ്ഷൻ? പിന്നെ ആൽക്കീൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആൽക്കീൻസ് അതിൽ തന്നെ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് HX ആഡ് ചെയ്യാം. ഡബിൾ ബോണ്ടിലേക്ക് ആര് ആഡ് ചെയ്യുന്നു? HX നെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പ്ലസ് ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് മൈനസ് ആവുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ പോയിട്ട് എവിടെയാണോ മൈനസ് ഉള്ളത് ഇവിടെ പ്ലസ് മൈനസ് ആണെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ പോയിരിക്കും, ഇവിടെ എക്സ് പോയിരിക്കും. സോ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കിട്ടും. സിമ്പിൾ, ഡയറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു പരിപാടി നടക്കുന്നത്? എന്താണ്? അക്കോർഡിംഗ് ടു മാർക്കോനിക്കോ റൂൾ വെച്ചിട്ടാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പിന്നെ മാർക്കോനിക്കോ റൂൾ എന്താണ്? മാർക്കോനിക്കോ റൂൾ എന്ന് പറയുന്നത് addendum is added to in olefinic carbon. Positive part of the addendum will go to those olefinic carbon having more number of hydrogen. പഠിച്ചാണ്. അപ്പം പോസിറ്റീവ് പാർട്ട് എങ്ങോട്ട് പോവാം? പറഞ്ഞിരിക്കുന്ന എവിടെയാണ് ഹൈഡ്രജൻ കൂടുതൽ അവിടേക്ക് പോകുന്നുള്ളതാണ്. അപ്പം സിംപ്ലി നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. മാർക്കോനിക്കോ റൂൾ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആൽക്കീൻ is converted into corresponding alkyl halide by reaction with hydrogen chloride എന്ന കാര്യത്തിൽ ആലോചിച്ചിരിക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹാലജൻസ് ആണ്. ഇത് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഈ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അത് എക്സാമിൽ ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇരിപ്പുണ്ട്. നീറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നീറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് മക്കളെ ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. അഡീഷൻ ഓഫ് ഹാലജൻ, അതായത് ഈ ആൽക്കീനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു? ബ്രോമിനും CCl4 ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുന്നു? ബ്രോമിനും CCl4. ബ്രോമിനും CCl4 ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? വിസിനൽ ഡൈബ്രോമൈഡ്. എന്താ കിട്ടുന്നത്? വിസിനൽ ഡൈബ്രോമൈഡ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് വായിച്ചാൽ മനസ്സിലാക്കാം. ഇവിടെ നീറ്റിന് ചോദ്യം ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. വായിച്ചു നോക്കാം നമുക്ക്. In laboratory, addition of bromine in CCl4 to an alkene is resulting in the discharge of reddish brown color of bromine constituting an important method of detection of double bond in a molecule. എന്ന് വെച്ചാൽ എന്താ മക്കളെ സംഭവം? അതായത് ബ്രോമിൻ എന്തുണ്ട്? ബ്രോമിൻ ഒരു റെഡിഷ് ബ്രൗൺ കളർ ഉണ്ട്. റെഡിഷ് ബ്രൗൺ കളർ. നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്ത് ആൽക്കിലേക്ക് ആഡ് ചെയ്ത് എന്ത് ചെയ്യും? അത് ഡബിൾ ബോണ്ട് ബ്രേക്ക് സിംഗിൾ ബോണ്ട് ആയി മാറും. പിന്നെ എന്ത് കളർ നഷ്ടപ്പെടും. കളർ എന്ത് ചെയ്യും? കളർലെസ് ആയി മാറും. കളർലെസ് ആയി മാറിയതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം
അതെന്താണ് കളർ, അതായത് കളർ ഡിറ്റക്ഷൻ വെച്ചിട്ട് അത് കളർലെസ് ആയെങ്കിൽ റിയാക്ഷൻ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇറ്റ് ഈസ് എ ഇമ്പോർട്ടന്റ് മെത്തേഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഇൻ ദ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫോർ അത് ഡബിൾ ബോണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ബ്രോമിൻ CCl4. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇൻസ്റ്റന്റ് ഡൈബ്രോമൈഡ്. അതായത് ഇവിടെ ഈ കാർബണിന്റെ മുകളിൽ ആര് കയറിയിരിക്കും? ഒരു ബ്രോമിൻ കയറിയിരിക്കും. മറ്റേ കാർബണിന്റെ മുകളിൽ അടുത്ത ബ്രോമിൻ കയറിയിരിക്കും. അങ്ങനെയാണ്. രണ്ടും ഡിഫറെന്റ് കാർബൺ ആറ്റത്തിന്റെ മുകളാണ്, സെയിം കാർബൺ ആറ്റത്തിന്റെ മുകളല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു കാര്യം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്, ദാറ്റ്സ് എ തിങ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇവിടെ ബ്രോമിന്റെയും ബി ആർ ആയിട്ട് മാറിയിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഓരോ സ്ഥലത്ത് പോയിരിക്കുകയാണ് ചെയ്യുക. സെറ്റായി മനസ്സിലാക്കുന്നത്. അപ്പം ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ ആണത്. ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ ഒക്കെ പറയാം നമുക്ക്. അതായത് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഡബിൾ ബോണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആര് ഉപയോഗിക്കാം? ബ്രോമിൻ CCl4 ഉപയോഗിക്കാം. നമുക്ക് കിട്ടുന്ന ആൽക്കീൻ എന്ത് ചെയ്യും? ആൽക്കീന്റെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓരോ കാർബൺ ആറ്റത്തിലും ആര് കയറിയിരിക്കും? ബ്രോമിൻ കയറിയിരിക്കും. ദാറ്റ്സ് എ തിങ്. ദാറ്റ്സ് എ തിങ്. ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പോൾ NCERT മൊത്തം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. പക്ഷേ നമ്മൾ NCERT ഓറിയന്റ് പഠിച്ചതിന് വളരെ എളുപ്പത്തിൽ എല്ലാ ചോദ്യങ്ങളും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് പുറത്തൊരു ചോദ്യം വരത്തില്ല. ഇതിന് പുറത്തൊന്നും ഒരു ചോദ്യം വരൂല. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ ബ്രോമിനും ക്ലോറിനും അതേപോലെ തന്നെ ബ്രോമിനുമാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക. പക്ഷേ ഫ്ലൂറിനും അയോഡിനും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു സെപ്പറേറ്റ് മെത്തേഡ്. ആ മെത്തേഡ് വിളിക്കുന്ന പേരാണ് ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡ്. എന്താ വിളിക്കാം? ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയും. അതായത് മക്കളെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആൽക്കിൽ ഹാലൈഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക? സോഡിയം അയോഡൈഡ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുക? സോഡിയം അയോഡൈഡ് ആഡ് ചെയ്യുക. ഈ സോഡിയം അയോഡൈഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സോഡിയം അയോഡൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈ ഹാലജൻ ഗ്രൂപ്പില്ലേ, ഈ ഹാലജൻ ഗ്രൂപ്പിൽ റീപ്ലേസ് ചെയ്യും. ഇയാൾ ആര് റീപ്ലേസ് ചെയ്യും? ഈ അയോഡിനെ അങ്ങ് റീപ്ലേസ് ചെയ്യും. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ആൽക്കൈൽ അയോഡൈഡ് കിട്ടും? ആൽക്കൈൽ അയോഡൈഡ് കിട്ടും മക്കളെ. ആരെ കിട്ടും? ആൽക്കൈൽ അയോഡൈഡ് കിട്ടും. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലടാ? സിമ്പിൾ സാധനം. അതൊന്നുമില്ല. ഇതിനെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ NaX പുറത്തോട്ട് പോകും. അപ്പൊ സംഭവം സിമ്പിൾ. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് NaI, സോഡിയം അയോഡൈഡ് ഫ്രോം ആൽക്കൈൽ അയോഡൈഡ് ആൻഡ് NaX. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ്, ഈ നെയിം റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം സ്ഥിരമായി ചോദിക്കുന്നതാണ്. രണ്ട് നെയിം റിയാക്ഷൻ ആണ്. ഫിംഗർസ്റ്റീൻ റിയാക്ഷനും അത് ഷട്ട്സ് റിയാക്ഷനുമാണ്. അത് ഫിംഗർസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പഠിക്കണം. രണ്ട് നെയിം റിയാക്ഷൻ ഇവിടെ NCERT പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഷട്ട്സ് റിയാക്ഷൻ, അതേപോലെ രണ്ടാമത്താണ് ഫിംഗർസ്റ്റീൻ റിയാക്ഷൻ. ഫിംഗർസ്റ്റീൻ ഷോർട്ട്സ് റിയാക്ഷൻ കേൾക്കും. ഫിംഗർസ്റ്റീൻ നമ്മൾ F ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ്? അത് ഫ്ലൂറോബെൻസീൻ അല്ലെ ഫ്ലൂറോ ആൽക്കൈൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കും. തെറ്റാണ്. അതെന്താണ്? അയോഡോ അല്ലെങ്കിൽ ആൽക്കൈൽ അയോഡൈഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ആൽക്കൈൽ അയോഡൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ അയോഡൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഈ ഫിംഗർസ്റ്റീൻ റിയാക്ഷൻ. F ഉണ്ടെന്ന് കരുതി എന്ത് ചെയ്ത് നിങ്ങൾ അങ്ങനെ തെറ്റിയിരിക്കരുത്. പക്ഷേ ഷോർട്ട്സ് റിയാക്ഷൻ എന്താണ്? ആൽക്കൈൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഷോർട്ട്സ് പേര് ശ്രദ്ധിക്കണം. ഫിംഗർസ്റ്റീൻ കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആൽക്കൈൽ ഫ്ലൂറൈഡ് എന്ന് വിചാരിക്കരുത്. എന്താണത്? അത് ആൽക്കൈൽ അയോഡൈഡ് ആണ്. ഷോർട്ട്സ് എന്താണ്? ആൽക്കൈൽ ഫ്ലൂറൈഡ് ആണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അത്രയുള്ള കാര്യം. അപ്പൊ ഈ സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്ത് ചെയ്യാം മക്കളെ? പോവാം. അതേപോലെ ഷോർട്ട്സിലെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവുക? CH3Br ആൽക്കൈൽ ബ്രോമൈഡ് എടുക്കും, ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. അതായത് നമുക്ക് സംഭവം സിമ്പിൾ. അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഒന്നും ആർക്കും സ്യൂട്ടബിൾ അല്ല. നേരത്തെ പറഞ്ഞ മെത്തേഡ്സ് വഴി ഒന്നും നമുക്ക് ഈ പറയുന്ന ആൽക്കൈൽ അയോഡൈഡിനെയും അല്ലെങ്കിൽ ആൽക്കൈൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഈ ആൽക്കൈൽ ബ്രോമൈഡിനെയും ആൽക്കൈൽ ഫ്ലൂറൈഡിനെ ഒക്കെ ഉണ്ടാക്കും മറ്റേ മെത്തേഡ് വെച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും മക്കളെ? എന്നിട്ട് നമ്മൾ ഷോർട്ട്സിനും അല്ലെങ്കിൽ ഫിംഗർസ്റ്റീനും വിധേയമാക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കൈൽ ഫ്ലൂറൈഡിനെയും ആൽക്കൈൽ അയോഡൈഡിനെയും എടുക്കും. That's the thing. That's the thing. കോൺസെപ്റ്റ് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക്? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആൽക്കൈൽ ബോംബ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് AgF ഉപയോഗിക്കാം. ആർക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഈ ഷോർട്ട്സ് റിയാക്ഷനിൽ? ഒന്നെങ്കിൽ AgF ഫ്ലൂറിൻ കൊടുക്കുന്ന ആൾക്കാർ, അതായത് AgF, HgF2, Hg2F2, COF2, SbF3 പോലെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്നെന്ത് ചെയ്യും? നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് ആ സാധനം ആഡ് ചെയ്ത് കൊടുത്ത് എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? ഫ്ലൂറിൻ ഡൊണേറ്റ് ചെയ്യുന്നവരാണ്. ഫ്ലൂറിനെ കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടും മക്കൾ നിങ്ങൾക്ക്? ഈ പറഞ്ഞ ബ്രോമിനെ മാറ്റിയിട്ട് ആര് കയറിയിരിക്കും? ഫ്ലൂറിൻ കയറിയും. ദാറ്റ്സ് എ തിങ്. അപ്പൊ എന്ത് കിട്ടും? CH3F Ag ആയിട്ട് പുറത്തോട്ട് പോകും. ദിസ് റിയാക്ഷൻ ഇസ് നോൺ ആസ് ഷോർട്ട്സ് റിയാക്ഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ് നെയിം റിയാക്ഷൻ. സെറ്റ് അല്ലേ? ദാറ്റ്സ് എ തിങ്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അറീൻസ് ആണ്. ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അറീൻസ്. നമ്മളൊന്ന് കോൺസെപ്റ്റിലാണ് പഠിക്കുന്നത്, അല്ലാതെ കാണാതെ പഠിക്കുകയല്ല. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. റെഡി? ഹാലോ അറീൻസ് പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. ആരൊക്കെ കാണാൻ പറ്റുന്നത്? FE എന്ന സാധനം കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ ഒരുപാട് ആൾക്കാരെ കാണും. എന്തൊക്കെയാണത്? ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് മക്കളെ. ഒന്നുകിൽ Fe എന്ന് കാണും, അല്ലെങ്കിൽ FeCl3 എന്ന് കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണും? അലൂമിനിയം എന്ന് കാണും, അല്ലെങ്കിൽ അലൂമിനിയം ക്ലോറൈഡ് എന്ന് കാണും. ശരിക്കും ആക്ച്വലി ഇവന്മാരെ കണ്ടാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കുക? നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക ഇത് കണ്ടു കഴിഞ്ഞാൽ? ഇവന്മാരൊക്കെ ആരാണ്? ഇവന്മാരൊക്കെ ലൂയിസ് ആസിഡ് ആണ്. എന്താണ്? ലൂയിസ് ആസിഡ് ആണ്. ഇവന്മാരൊക്കെ എന്താണ്? ലൂയിസ് ആസിഡ് ആണ്. ഓക്കെ അല്ലേ? ലൂയിസ് ആസിഡ് ആകുന്ന പരിപാടി. ലൂയിസ് ആസിഡ് ആകുമ്പോൾ മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ കൃത്യമായിട്ട് കോൺസെപ്റ്റ് പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കും. എല്ലാവരും എന്റെ കൂടെ ഇല്ലേ? എല്ലാവരും എന്റെ കൂടെ ഇല്ലടാ? യെസ്. ഇവിടെ ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നു. ഒരു ടൊളുവിൻ ആണെന്ന് വിചാരിക്കും. ടൊളുവിനാണെന്ന് വിചാരിക്കും. ഈ ടൊളുവിന് എന്ത് ചെയ്യാണ്? ഒരു X2 എന്ന് പറയുന്നത് ഹാലജൻ ആണ്. X കൊടുക്കുന്നു. ഇത് ആരുമായി റിയാക്ട് ചെയ്യുന്നു? ഒരു Fe റിയാക്ട് ചെയ്യാണ്.
ഓൾറെഡി ഞാൻ പറഞ്ഞു FeO അല്ലെങ്കിൽ FeCl3 AlC ആരെങ്കിലും ആവട്ടെ. അപ്പൊ Fe എന്ന് പറഞ്ഞ ആളാരാ ശരിക്കും? Fe എന്ന് പറഞ്ഞ ആളാരാണ്? ലൂയിസ് ആസിഡ് ഞാനിപ്പോ പറഞ്ഞല്ലോ. ലൂയിസ് ആസിഡ് ആണ്. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ എക്സസ് ആണോ? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് അല്ലേ? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഇപ്പൊ ഇവൻ എന്ത് ചെയ്യും മക്കളെ? ഇവൻ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ എന്ത് ചെയ്യും? ഈ സ്വാഭാവികമായിട്ടും ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആവും. ആവൂലേ? അതാവും. എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഇഷ്ടപ്പെടുന്ന ആളാണ് ആര്? ഇലക്ട്രോൺ ഇങ്ങനെ പിന്നെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാണ് ആര്? ഈ പറയുന്ന ലൂയിസ് ആസിഡ്. അപ്പൊ എന്ത് ചെയ്യും ഇവന്? എവിടെയാണോ ഇലക്ട്രോൺ ഉള്ളത് ആ നെഗറ്റീവ് ചാർജ് അതിനെ പിടിച്ചു വലിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇവനങ്ങ് കൊണ്ടുപോകും. ഇവനെ കൊണ്ടുപോകും. ആര്? ഈ ഫ്ലോറിൻ. ഈ ഫ്ലോറിൻ എന്ത് ചെയ്യും മക്കളെ? ഇവനങ്ങ് കൊണ്ടുപോകും. ഇവനെ കൊണ്ടുപോകും. ബാക്കി ആരുണ്ടാവുക? ബാക്കി എക്സ്പ്രസ് ഉണ്ടാകും. അങ്ങനെ നമുക്ക് എന്ത് ഫോം ചെയ്യും മക്കളെ? ഒരു എക്സ്പ്രസ് ഫോം ചെയ്യും. എക്സ്പ്രസ് അയോൺ ഫോം ചെയ്യും. ദിസ് ഈസ് നോൺ ആസ് ഇലക്ട്രോഫൈൽ. ഇതാണ് ഇലക്ട്രോഫൈൽ. ഇതാണ് ഇലക്ട്രോഫൈൽ. ഇതാണ് ഇലക്ട്രോഫൈൽ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇലക്ട്രോഫൈൽ ഫോർമേഷൻ സഹായിക്കുന്നു ആര്? ലൂയിസ് ആസിഡുകൾ. ഈ ഇലക്ട്രോഫൈലാണ് എന്ത് ചെയ്യുക? ഈ റിംഗ് പോയിട്ട് ഇരിക്കുന്നുണ്ടാവുക. ഈ ഇലക്ട്രോഫൈലാണ് ഈ റിംഗ് പോയിട്ട് ഇരിക്കുന്നുണ്ടാവുക. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? യെസ്, ദാറ്റ്സ് ദ തിങ്. ഇലക്ട്രോഫൈലിന് രണ്ട് തരത്തിലുണ്ടാവും മക്കളെ. ഇലക്ട്രോഫൈലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അവര് ഇലക്ട്രോഫൈൽ ഒന്നെങ്കിൽ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആവാം. ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അതാരാണത്? ഇലക്ട്രോഫൈൽ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആവാം. അത് ഇലക്ട്രോഫൈൽ സോറി അങ്ങനെയല്ല. ഇലക്ട്രോഫൈൽ ഓർത്തോയിലോ പാരലോ അറ്റാക്ക് ചെയ്യാം. അതെങ്ങനെയാണ്? ഇത് മക്കളെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പ്ലസ് ഗ്രൂപ്പുകൾ ഉണ്ടാവുകയാണ്. പ്ലസ് ഗ്രൂപ്പുകളാണെങ്കിൽ SiO പ്ലസ് എമ്മോ ആണെങ്കിൽ അത് ഓർത്തോയിലോ പാരലോ പോയാണ് ഇരിക്കാറുള്ളത്. അതേപോലെ മക്കളെ നമ്മൾ അടുത്തൊരു കോൺസെപ്റ്റ് പറയാറുണ്ട്. ഇലക്ട്രോഫൈൽ ഒന്നെങ്കിൽ എവിടെ പോയിരിക്കാം? മെറ്റേ പോയിരിക്കാം. അത് എപ്പോഴാണ്? അത് മൈനസ് ഗ്രൂപ്പുകളാണെങ്കിൽ. ഇപ്പൊ മൈനസ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് കാണിക്കാം. പ്ലസ് ഗ്രൂപ്പുകളാണെങ്കിൽ ഇലക്ട്രോഫൈൽ എന്താണ്? ഓർത്തോ പാര പോയിരിക്കും. മൈനസ് ഗ്രൂപ്പുകളാണെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രോഫൈൽ മെറ്റയിൽ പോയിരിക്കും എന്ന കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? NCERT ഒന്ന് പോകാം. NCERT എന്താ നമ്മൾ പറയുന്നത്? ഈ റിയാക്ഷൻ നോക്കിക്കേ. ടൊളുവിനാണ്. ടൊളുവിൻ ഈ ഹാലജൻ റിയാക്ട് ചെയ്യുന്നു. Fe ഡാർക്ക് കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു? ഇവിടെ സ്വാഭാവികമായിട്ട് എന്തുണ്ട്? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ CH3 എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ഗ്രൂപ്പ് ആണ്. പ്ലസ് സൈൻ ഗ്രൂപ്പ് ആണ്. അപ്പൊ നമുക്ക് ഉറപ്പാണ് എന്ത്? ഓർത്തോയിലും പാരയിലാണ് അറ്റാക്ക് ചെയ്യുക. അങ്ങനെ പാര ആയിരിക്കും മേജർ ഉണ്ടായിരിക്കും. അപ്പം ഈ എക്സ് എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഓർത്തോയിലും പോയിരിക്കും, അതേപോലെ പാരയിലും പോയിരിക്കും. ദാറ്റ്സ് ദ തിങ്. ഇത് ഓർത്തോ പ്രൊഡക്റ്റ് ആണ്, ഇത് പാര പ്രൊഡക്റ്റ് ആണ്. ഇതാണ് മേജർ. ഇപ്പൊ മനസ്സിലാവുന്ന സിമ്പിൾ സാധനം. കൂടുതലൊന്നുമില്ല. വളരെ സിമ്പിൾ. കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വളരെ സിമ്പിൾ. ഇനി അടുത്ത എന്താ മക്കളെ? ഇതാണ് സാൻഡ്-മയേഴ്സ് റിയാക്ഷൻ. അമൈൻസ്. മക്കളെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചതാണ്. അമൈൻസ് എന്നും എല്ലായിടത്തും ചോദിക്കുന്ന സ്ഥിരമായി ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുന്ന സാധനമാണിത്. ഞാൻ എഴുതി കാണിച്ചത് മക്കളെ വളരെ സിമ്പിൾ റിയാക്ഷൻ ആണ്. കൂടുതലൊന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. സിമ്പിൾ റിയാക്ഷൻ ആണ്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ അനിലിൻ എന്ന് പറയുന്നത്. ഇതാണ് അനിലിൻ. ഇതാണെന്ത്? അനിലിൻ എന്ന് പറയുന്നത്. അനിലിൻ. ഈ അനിലിനെ ഡൈ അസോട്ടൈസേഷൻ റിയാക്ഷൻ ഉണ്ട്. ഡൈ അസോട്ടൈസേഷൻ റിയാക്ഷൻ വിധേയമാക്കി കഴിഞ്ഞാൽ ഡൈ അസോട്ടൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് നമുക്കറിയാം ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്കറിയാം HNO2 എന്ന് പറഞ്ഞ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷേ HNO2 എന്താണ്? അൺസ്റ്റേബിൾ ആണ്. നമുക്ക് ലാബിൽ റെഡിമെയ്ഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ലാബിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ലാബിൽ ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? HNO2 റെഡിമെയ്ഡ് ഉണ്ടാക്കണം. ആ സമയത്ത് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ NaNO2 അതേപോലെ HCl. NaNO2 HCl റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? HNO2 ഉണ്ടാകും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ഡൈ അസോട്ടൈസേഷൻ റിയാക്ഷൻ നടത്താം. അപ്പൊ എന്താ പ്രൊഡക്റ്റ് ആയി കിട്ടുക മക്കളെ? പ്രൊഡക്റ്റ് വിൽ ബി N2X. ഞാൻ എടുക്കുന്ന HCl ആണെന്ന് വിചാരിക്കും. ഞാൻ എടുക്കുന്ന HCl ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? എടുക്കുന്നത് N2Cl കിട്ടും. ഞാൻ HX ആണ് എടുക്കുന്നതെങ്കിൽ എന്താ കിട്ടുക നിങ്ങൾക്ക്? എടുക്കുന്നത് N2X ആ കിട്ടുന്നത്. ആൾക്കാർ NCl ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് രൂപത്തിൽ എഴുതിയെന്നുള്ളൂ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എനിക്ക് കിട്ടി. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഇനി ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ ഞാൻ ആരെ ആഡ് ചെയ്യാണ്? ഓക്സൈഡിന് ആഡ് ചെയ്യാണ്. Cu2X2 ആഡ് ചെയ്യാണ്. Cu2Cl2 ആഡ് ചെയ്യുന്നതായിരിക്കും. Cu2Cl2 ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എനിക്ക് എന്താ കിട്ടുക മക്കളെ? ഈ ആഡ് ചെയ്യുന്നപ്പോഴത്തെ ഹാലജൻ ഇല്ലടാ. ആ ഹാലജൻ എവിടെ പോയിരിക്കും? ആ ഹാലജൻ എന്ത് ചെയ്യും മക്കളെ? ഈ പറഞ്ഞിരിക്കുന്ന ഹാലജൻ ആൾക്കാർ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് എക്സ് രൂപത്തിൽ തന്നെ എഴുതുകയാണ്. അതാണ് കുറച്ചുകൂടി നല്ലത്. എക്സ് രൂപത്തിൽ എഴുതാം. അപ്പൊ കുറച്ചുകൂടി എല്ലാ രൂപത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് ആരാണ്? HX ആണെന്ന് വിചാരിക്കും. HX. അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക് ഇവിടെ? ഇവിടെ എക്സ് കിട്ടും. ഇവിടെ എക്സ് കിട്ടും. ഓക്കെ. ഞാൻ ഇവിടെയും എടുക്കുന്നത് എന്താണ്? Cu2 X2 ആണ് എടുക്കുന്നത്. X2. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എന്തായിരിക്കും മക്കളെ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? ആര് കയറിയിരിക്കും? ഈ എക്സ് കയറിയിരിക്കും. ഈ ഓക്സിൽ എക്സ് കയറിയിരിക്കും. എന്താ പ്രൊഡക്റ്റ് എന്താവുക? അറൈൽ ഹാലൈഡ് എന്നാ കിട്ടുക. അറൈൽ ഹാലൈഡ്. ഈ എക്സ് ആരാക്കുക? ആ മക്കളെ ക്ലോറിനോ ബ്രോമിനോ ആവാം. ഇതാണ് സാൻഡ്-മയേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. കോപ്പർ ഇനി കോപ്പർ പൗഡർ ആണെങ്കിൽ അതെന്താ മക്കളെ? അത് ഗെറ്റർമാൻ റിയാക്ഷൻ. നമ്മളോട് പഠിച്ചാണ് ഗെറ്റർമാൻ റിയാക്ഷൻ. ശരിയല്ലേ? അപ്പം കുപ്രസ് ഓക്സൈഡ്, കുപ്രസ് ബ്രോമൈഡ് ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. കുപ്രസ് ക്ലോറൈഡ്, കുപ്രസ് ബ്രോമൈഡ് ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ CuCl2, CuBr2 ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിന്നെ ബ്രോമോ ബെൻസീനോ ക്ലോറോ ബെൻസീനോ കിട്ടുന്ന റിയാക്ഷൻ വിളിക്കുന്നത് സാൻഡ്-മയേഴ്സ് റിയാക്ഷൻ. ഡയോസോട്ടൈസേഷൻ അനിലിനെ പിടിച്ച് ഡയോസോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് കിട്ടും, അല്ലെങ്കിൽ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് കിട്ടും. അതിനൊക്കെ നമ്മൾ കുപ്രസ് ക്ലോറൈഡ്, കുപ്രസ് ബ്രോമൈഡ് ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രോമോ ബെൻസീനോ അല്ലെങ്കിൽ ക്ലോറോ ബെൻസീനോ കിട്ടും.
ദാറ്റ്സ് ദ തിങ്. ദാറ്റ്സ് ദ തിങ്. അതിനെ വിളിക്കുന്ന പേരാണ് സാൻഡ് മയേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അയഡോ ബെൻസീനെയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഫ്ലൂറോ ബെൻസീൻ ഇത് വെച്ച് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഈ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് വഴി ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എടുക്കുന്നു. അതിലേക്ക് ആര് ആഡ് ചെയ്യുന്നു മക്കളെ? അതിലേക്ക് ആര് ആഡ് ചെയ്യുന്നു? പറഞ്ഞേ. അതിലേക്ക് നമ്മൾ പൊട്ടാഷ്യം അയഡൻ ആഡ് ചെയ്യുന്നു. അത് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ബെൻസീൻ ഡൈസോണിയം സാൾട്ട്. ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ഇതാണ്. അതിൽ നിന്ന് ആര് ആഡ് ചെയ്യുന്നു? പൊട്ടാഷ്യം അയഡൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ റിയാക്ഷൻ ആണ്. ഈ അയഡിൻ കയറി എവിടെ പോയിരിക്കും? അയഡിൻ കയറി എങ്ങ് പോയിരിക്കും? ബാക്കിയുള്ള N2ഉം KX ഒക്കെ N2 ഒക്കെ പുറത്തോട്ട് പോകും. അപ്പൊ എന്താണ്ടാവും പ്രൊഡക്റ്റ് ആയിട്ട്? പ്രൊഡക്റ്റ് ആയിട്ട് മക്കൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബെൻസീൻ നമ്മൾ ആര് കയറിയിരിക്കും? ബെൻസീന്റെ മണ്ടയിൽ ആരുണ്ടാവും? അയഡിൻ ഉണ്ടാകും. ദിസ് നോട്ട്സ് അയഡോ ബെൻസീൻ. അപ്പൊ പൊട്ടാഷ്യം അയഡോണിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ബെൻസീൻ ഡയസോണിയം സാൾട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട ആരെയാണ്? പൊട്ടാഷ്യം അയോഡൈഡിനാണ്. ആരെയാണ്? പൊട്ടാഷ്യം അയോഡൈഡിലേക്ക്. അപ്പൊ ആ പൊട്ടാഷ്യം അയോഡൈഡിൽ ഉണ്ടാകുന്ന അയോഡിൻ എവിടെ കയറിയിരിക്കും? ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ കയറിയിരിക്കും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചവിട്ടി പുറത്താക്കും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചവിട്ടി പുറത്താക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ N2X ഒന്നും അവിടെ ഉണ്ടാവില്ല. N2X എന്തെങ്കിലും അവിടെ ഉണ്ടാവില്ല. ഇതൊക്കെ ചവിട്ടി പുറത്താക്കും. ഇവന്മാരൊക്കെ ചവിട്ടി പുറത്താക്കും. അതൊന്നും അവിടെ ഉണ്ടാവില്ല. ഇവന്മാർ അയഡിൻ കയറി എന്ത് ചെയ്യും? അവിടെ പോയിരിക്കുകയാണ് ചെയ്യുക. അയഡിൻ കയറി അവിടെ പോയിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? സെറ്റ് അല്ലേ? യെസ്, ദാറ്റ്സ് എ തിങ്. എന്താ മക്കളെ നോക്കിയേ? ഇത് നോക്കിയേ എല്ലാവരും. ഓക്കെ. ഈ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. ദ പ്രൊഡക്റ്റ് ഓഫ് ദി ഫോളോവിങ് റിയാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്, ദ പ്രൊഡക്റ്റ് ഓഫ് ദി ഫോളോവിങ് റിയാക്ഷൻ. മക്കൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ? യെസ്. ഇനി ഇതെന്താണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്? HBr ആഡ് ചെയ്യാന്ന് വിചാരിക്കും. HBr ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കിംഗ് വേണ്ടി പഠിച്ചിട്ടുണ്ടാവും. ഡബിൾ ബോണ്ടിലേക്ക് HBr ആഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കോനിക്കോ റൂളുകളുണ്ട്. പെറോക്സൈഡ് ഉണ്ടെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ HBr ഡയറക്റ്റ് മാർക്കോനിക്കോയാണ്. കാർബോഹൈഡ്രേറ്റ് സ്റ്റെബിലിറ്റി ആണ് നോക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ പോസിറ്റീവ് ചാർജ് ഇടുക, ഇവിടെ നെഗറ്റീവ് ചാർജ് ഇടാം. തിരിച്ചിട്ടാൽ കുഴപ്പം? പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇവിടെ ബെൻസൈൽ കാർബോഹൈഡ്രേറ്റ് ആണ്. ഇറ്റ്സ് വെരി മച്ച് സ്റ്റേബിൾ. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. ഇത് പൊട്ടുന്ന H+ഉം Br- ഇത് പൊട്ടും. അപ്പൊ എന്ത് ചെയ്യും? ഈ Br- ഇവിടെ പോയിരിക്കും. അപ്പം അവിടെ ആൻസർ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇത് ബെൻസീൻ റിംഗ്, ഇത് ബെൻസീൻ റിംഗ് ആണ്. ഇവിടെ എന്തുണ്ടാകും? കാർബൺ ആറ്റം ഉണ്ട്. അത് പൊട്ടി. ഇവിടെ നിന്ന് 2 ഹൈഡ്രജൻ ഉണ്ട്. ഓൾറെഡി ഹൈഡ്രജൻ ഹൈഡ്രജൻ. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും മക്കളെ? ഇവിടെ ആര് കയറിയിരിക്കും? ബ്രോമിൻ കയറിയിരിക്കും. ഇവിടെ ബ്രോമിൻ കയറിയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടി കയറിയിരിക്കും. ദാറ്റ്സ് എ തിങ്. ഒരു ആൻസർ എന്തായിരിക്കും? ഇതാണ് ആൻസർ. കറക്റ്റ് ആൻസർ. അടുത്ത മക്കളെ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 HCl-മായി റിയാക്ട് ചെയ്യാണ്. സിമ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബോണ്ട് ഇവിടെ എച്ചും ഇവിടെ പ്ലസ് ഇവിടെ മൈനസും വരും. എന്തുകൊണ്ടാ? സെക്കൻഡറി കാർബോഹൈഡ്രേറ്റ് ഫോർമേഷൻ നടക്കും. പ്രൈമറി ആവുകയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും മക്കളെ? ഇവിടെ Cl കയറിയിരിക്കും. ഇവിടെ ക്യാൻസർ ഉണ്ടാവും. ദാറ്റ്സ് എ തിങ്. സിമ്പിൾ. നമുക്ക് നോക്കി ഇത് പെറോക്സൈഡ് ആന്റി മാർക്കോനിക്കോ ആണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് പെർഡൽ ഗോസ് ദോസ് സൾഫിനിക് കാർബൺ ഹാവിംഗ് മോർ നമ്പർ ആണോ? അല്ല, ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ. അതായത് ഡബിൾ ബോണ്ട് കാർബണാറ്റത്തിൽ നോക്കുമ്പോൾ ലെസ് നമ്പർ ഹൈഡ്രജൻ എവിടെയാണോ അവിടേക്കാണ് എന്ത് പോവുക? ഈ പോസിറ്റീവ് പാർട്ട് പോവുക. സോ ആൻസർ എന്തായിരിക്കും? ഇത് നെഗറ്റീവ് പാർട്ടിലേക്ക് പോകും. ആൻസർ എന്തായിരിക്കും? ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഈസ് പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. മക്കളെ നമുക്കിനി NCERT-നകത്തുള്ള കുറച്ച് എക്സസൈസ് ചോദ്യങ്ങൾ നോക്കാം. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ്. അതുകൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആവുക. നമ്മൾ തിയറിയും കുറെ പോയിന്റുകളൊക്കെ പറയാത്തതൊക്കെ ചോദ്യങ്ങളിലൂടെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് NCERT-നകത്തുള്ളത്. അതൊക്കെ നീറ്റ് എക്സാം അതേപോലെ തന്നെ ചോദിക്കാറുണ്ട്. സോ ഇൻഡെക്സ് ക്വസ്റ്റിനെ കൂടി നിങ്ങൾ നോക്കണം. കുറച്ച് ചോദ്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കാം. എന്റെ കൂടെ തന്നെ ചെയ്യുക. അറിയുന്നവരാണ് പെട്ടെന്ന് തൊട്ട് എന്നെക്കാളും വേഗത്തിൽ തന്നെ ആൻസർ ചെയ്യുക. സോ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. നമുക്ക് 6.5 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. 6.5 ആണ്. സോ എല്ലാവരും എന്റെ കൂടെ നല്ല അടിപൊളി നല്ല മക്കളായിട്ട് ചെയ്യണം. ഓക്കെ, ഉഷാറായിട്ട് ചെയ്യണേ. എല്ലാവരും നല്ല മക്കളായിട്ട് ചെയ്യാം. എന്താണ് ഒന്നാമത് ചോദ്യം നോക്കിയേ? ഞാൻ ഇവിടെ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ഒന്നും പഠിക്കണ്ട. നോക്കിയേ മക്കളെ, ഇതാണ് നമ്മുടെ സാധനം. ഇത് ഫീനോൾ ആണോ? അല്ലല്ലോ, ഇത് ഫീനോൾ അല്ലല്ലോ. ഫീനോൾ അല്ല. പകരം സൈക്ലോ ഹെക്സൈനാ. സൈക്ലോ ഹെക്സൈന്റെ മുകളാണ് എന്ത് വന്നിരിക്കുന്നത്? OH ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ, സൈക്ലോ ഹെക്സൈന്റെ മുകളാണ് OH ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അല്ലാണ്ട് എന്തല്ല ഫീനോ ബെൻസീൻ റിംഗ് അല്ല. ഇനി അതിലേക്ക് ആര് ആഡ് ചെയ്യുന്നു? SOCl2 ആഡ് ചെയ്യുന്നു. തയനൈൽ ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. ഇത് സിമ്പിൾ ആണ്. ഇവിടെ എന്താ നടക്കുന്നത്? ക്ലോറിൻ എന്ത് ചെയ്യും? OH-നെ മാറ്റി എന്ത് ചെയ്യും? അവിടെ റീപ്ലേസ് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ റിയാക്ഷൻ ആണ്. മക്കളെ എന്താ നടക്കുന്നത് ഇവിടെ? എന്താ നടക്കുക? ഒന്നുമില്ല. ഈ ക്ലോറിൻ പോയിട്ട് എന്ത് ചെയ്യും? ഈ OH-നെ അങ്ങ് റീപ്ലേസ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക്? സിമ്പിൾ റിയാക്ഷൻ. ആര് കയറിയിരിക്കും? ഇവിടെ ക്ലോറിൻ കയറിയിരിക്കും. റെഡി അല്ലേടാ? റെഡി അല്ലേ? റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുക? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് ഈ സാധനം. നമ്മുടെ നമ്മൾ ഓൾറെഡി പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പോലെ നടക്കുന്ന റിയാക്ഷൻ ആണ്. അല്ലേ? കറക്റ്റ് ആൻസർ. പിന്നെ എന്താ അടുത്തുണ്ടാവാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എല്ലാ രണ്ടാമത്തെ ചോദ്യം നല്ല ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്ക് ചെയ്ത് വെക്കണം. മാർക്ക് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. മാർക്ക് ചെയ്ത് വെക്കാം. ആ ചോദ്യം നോക്കി. എല്ലാവരും നോക്കിയ ചോദ്യം ഞാൻ ഇവിടെ എഴുതി കാണിക്കാം നിങ്ങൾക്ക്. ഇവിടെ ആരുണ്ട്? റൈസ് ചെയ്യുന്നുണ്ട്. റൈസ് ചെയ്യുന്നു. എല്ലാവരും നോക്കണേ. നല്ല ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. ഇവിടെ മുകളിൽ ആരുണ്ട്? CH2 CH3 ഉണ്ട്. താഴെ ആരുണ്ട്? ഓപ്പോസിറ്റ് പാരൽ ആരുണ്ട്? NO2 ഉണ്ട്. ഇനി അതേപോലെ ഇവരെന്താ ചെയ്യുന്നത്? ബ്രോമിൻ ഹീറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? UV-യോ ലൈറ്റോ HNO ഒക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക? നിങ്ങൾ ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാവുക? ഇത് കോൺസെപ്റ്റ് ആണ് ഫസ്റ്റ് മനസ്സിലാക്കണം. കോൺസെപ്റ്റ് പക്കാ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം.
എന്താണ് കോൺസെപ്റ്റ് ഉണ്ടാവുക ഇതിന്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊരു ഇത്രയും കാലം പഠിച്ച ഒരു വിവരം വെച്ചിട്ട് എന്തായിരിക്കും ഉണ്ടാവുക? മക്കളെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. NO2 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ആൻ ഇലക്ട്രോൺ വിത്ത്ഡ്രോവിംഗ് ഗ്രൂപ്പാണ്. ആണ് ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവൻ റിംഗിൽ നിന്നും ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കും. റിംഗിൽ നിന്ന് ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇവൻ എന്ത് ചെയ്യും മക്കളെ? റിംഗിലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. സ്വാഭാവികമായിട്ടും CH കാർബണിന്റെ അകത്തൊരു പോസിറ്റീവ് ചാർജ് വരില്ലേ? ചെറിയ പോസിറ്റീവ് ചാർജ് വരും. ഈ കാർബൺ പോസിറ്റീവ് ചാർജ് വരുന്നതാണോ നല്ലത്? അല്ലെങ്കിൽ ഈ കാർബൺ പോസിറ്റീവ് ചാർജ് നല്ലത്? രണ്ടാമത്തെ കാർബൺ, അതായത് ഈ കാർബൺ അല്ലേ, ഈ കാർബൺ പോസിറ്റീവ് ചാർജ് വരുമ്പോഴേടാ അത് എന്താ കാർബോഹൈഡ്രേറ്റ് മോർ സ്റ്റേബിൾ ആവുക. ഇത് കാരണം എന്താ? ബെൻസൈലിക് കാർബോഹൈഡ്രേറ്റ് മോർ സ്റ്റേബിൾ ആണ് പറഞ്ഞതാണ്. എനിവേ, അപ്പം ഇവിടെ ഈ കാർബൺ ആണ് പോസിറ്റീവ് ചാർജ് വരിക. മാത്രമല്ല ഈ കാർബണിലേക്ക് ആര് കയറിയിരിക്കും? ഈ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ആര് കയറിയിരിക്കും? ഇവിടെ ബ്രോമിൻ കയറിയിരിക്കും. ബ്രോമിൻ കയറിയിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ എന്ത് പ്രൊഡക്റ്റാ കിട്ടുക? നിങ്ങൾക്ക്? എന്ത് പ്രൊഡക്റ്റ് കിട്ടും മക്കളെ? യെസ്, നിങ്ങൾക്ക് കിട്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മക്കളെ കിട്ടാവുന്ന പ്രൊഡക്റ്റ് CHBr ഉണ്ടാകും. പിന്നെ ഒരു CH3 ഉണ്ടാകും. പിന്നെ താഴെ ആരുണ്ടാവും? NO2 ഉണ്ട്. യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ അതാണ് ആൻസർ ഉണ്ടാവുക. റെഡി അല്ലേ? ദാറ്റ്സ് ഇറ്റ്. റെഡി. ഇനി മക്കളെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ചോദ്യം എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. HCl ഹീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? അതായത് നമുക്ക് ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഫീനോളിന്റെ ബോണ്ടിലും ഫീനോളിന്റെ ഈ ബോണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആൽക്കഹോൾ ഫീനോൾ പഠിച്ചപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്? അവിടെ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. റെസണൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? അവിടെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവും. ഈ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡയറക്റ്റ് അറയിൽ ഹാലിഡ് അല്ലെങ്കിൽ അറയിൽ പറഞ്ഞിരിക്കുന്ന ഫീനോളിന്റെ അകത്ത് ഓച്ചിനെ തല വെട്ടിയെടുക്കാനൊന്നും പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? നോർമൽ കേസിൽ നല്ല ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? യെസ്, ദാറ്റ്സ് എ തിങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബോണ്ട് ബ്രേക്ക് ആവില്ല. പകരം ഏത് ബോണ്ട് ബ്രേക്ക് ആവും? ഈ ബോണ്ട് ബ്രേക്ക് ആവും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ക്ലോറിൻ കയറിയിരിക്കും. OH റീപ്ലേസ് ചെയ്യും. ഇപ്പൊ എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുക? സിമ്പിൾ പ്രൊഡക്റ്റ്, സെയിം സാധനമാണ്. ഇവിടെ OH ഉണ്ടാകും. ഇവിടെ CH2 CH ആവും. സിമ്പിൾ, വെരി സിമ്പിൾ, ഡയറക്റ്റ് ആണ്. അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും മക്കളെ, നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ വരച്ച് തന്നെ കാണിക്കണം. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞ മക്കളെ, ഇതിന്റെ കോൺസെപ്റ്റ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഇതുപോലെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ HIയുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. HI എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്ലിറ്റ് ചെയ്യുക. H+ഉം I- സ്പ്ലിറ്റ് ചെയ്യും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഹൈഡ്രോ കാർബൺസിൽ. അതായത് മക്കളെ, ഈ പറഞ്ഞിരിക്കുന്ന ഒലിഫിനിക് കാർബണിലേക്ക് ഒരു അഡൻഡം ആഡ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് പാർട്ട് ഗോസ് ദോസ് ഒലിഫിനിക് കാർബൺ ഹാവിംഗ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പറയാറുള്ളത്. അത് ഏത് റൂളാണ്? മാർക്കോനിക് റൂൾ. നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് ഏത് സംഭവമാണ് മക്കളെ? ഇത് ആൽക്കീൻ അല്ലേ? ഇതും ആൽക്കീൻ അല്ലേ? നോക്കിക്കേ, ഡബിൾ ബോണ്ട് കാർബൺ ആറ്റം അല്ലേ? യെസ്, ഡബിൾ ബോണ്ട് കാർബൺ ആറ്റം ആണ്. ഡബിൾ ബോണ്ട് കാർബൺ ആറ്റത്തിലേക്ക് നമുക്ക് ആര് ആഡ് ചെയ്യാണ്? HIനെ ആഡ് ചെയ്യാണ്. അപ്പൊ HI എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? H+ഉം I- ആയിട്ട്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, എവിടെയാണ് ഹൈഡ്രജൻ നമ്പർ കൂടുതലുള്ളത്? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ രണ്ട് മുനിപ്പുകൾ കാണുന്നു, രണ്ട് എൻഡ് കാണുന്നില്ലേ? ഇത് രണ്ടും എന്താ? കാർബൺ ആറ്റംസ്, കാർബൺ. ഈ കാർബൺ എത്ര ഹൈഡ്രജൻ ഉണ്ട് മക്കളെ? ഇവിടെ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് ഉണ്ടാവും. കാർബണിന്റെ ബാലൻസ് എത്രയാ? 4 അല്ലേ? 4 ആണ്. കാർബണിന്റെ ബാലൻസ് 4 ആയതുകൊണ്ട് തന്നെ ബാക്കി ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പം അതേപോലെ തന്നെ ഈ കാർബൺ സോറി ഡബിൾ ബോണ്ട് കിടക്കുന്ന എവിടെയാ മക്കളെ? ഡബിൾ ബോണ്ട് കിടക്കുന്ന എവിടെയാ? നോക്കിയേ, സ്ട്രക്ചറിനകത്ത്, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡബിൾ ബോണ്ട് എവിടെ ഉള്ളത്? ഇവിടെയല്ലേ? ഇത് കറക്റ്റ് മാർക്ക് ചെയ്യണേ. ഇത് കറക്റ്റ് മാർക്ക് ചെയ്യണം. ഓക്കെ, ഡബിൾ ബോണ്ട് കിടക്കുന്ന എവിടെയാ മക്കളെ? എന്റെ കൂടെ നിങ്ങൾ എഴുതുന്നില്ലേ? എല്ലാവരും എന്റെ കൂടെ തന്നെ എഴുതട്ടോ. ഡബിൾ ബോണ്ട് കാണുന്നത് എവിടെയാണ്? ഇവിടെയല്ലേടാ? ഇവിടെയാണ്. So, ഈ രണ്ട് കാർബൺ ആറ്റംസ് ആണ് എന്ത്? ഈ രണ്ട് കാർബൺ ആറ്റം നോക്കി, ഈ രണ്ട് കാർബൺ ആറ്റംസ് നിങ്ങൾ നോക്കാം. ദാ, രണ്ട് കാർബൺ ആറ്റംസ് നോക്കിക്കേ. മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ബ്ലാക്ക് ബോണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. രണ്ട് കാർബൺ ആറ്റംസ് ആണ്. കാർബണിന്റെ ബാലൻസ് 4 ആണല്ലോ. അപ്പൊ നമ്മൾ ബാലൻസ് ഫില്ല് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കും, ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കും. ബാക്കി ഈ കാർബൺ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ കാർബൺ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തം കാർബൺ ബാലൻസ് ഇത്ര 4 ആണ്. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കാർബൺ ആറ്റം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡബിൾ ബോണ്ട് ഉണ്ട്, പിന്നെ ഒരു മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അടുത്തൊരു കാർബണേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി എത്ര ഉണ്ടാവും? ഇവിടെ ബാലൻസ് ചെയ്യും. ആ ബാലൻസ് ഞാൻ ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ മുകളിലെ കാർബൺ ആറ്റത്തിൽ എന്തുണ്ട്? 2 ഹൈഡ്രജൻ ആണുള്ളതെങ്കിൽ താഴത്തെ കാർബൺ എത്ര ഉണ്ട്? ഒരു ഹൈഡ്രജനേ ഉള്ളൂ. മോർ പോസിറ്റീവ് അല്ലെങ്കിൽ മോർ ഹൈഡ്രജൻ ആറ്റം എവിടെ ഉള്ളത്? മുകളിലത്തെ കാർബൺ ആറ്റത്തിനല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ മാർക്കോനിക് റൂൾ ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ മാർക്കോനിക് റൂൾ? പോസിറ്റീവ് പാർട്ട് വിൽ ഗോസ് ദോസ് സൾഫ്യൂരിക് കാർബൺ ഹാവിംഗ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. അപ്പൊ പോസിറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ എങ്ങോട്ടാ പോവുക? മുകളിലത്തെ കാർബൺ ആറ്റത്തിലേക്ക് പോകും അല്ലേ? നെഗറ്റീവ് പാർട്ട് എങ്ങോട്ട് പോകും? താഴത്തെ കാർബൺ ആറ്റത്തിലേക്ക് പോകും. അത്രേ ഉള്ളൂ കാര്യം. സിമ്പിൾ. അപ്പം മാർക്കോനിക് റൂൾ നിങ്ങൾ എവിടെ പഠിച്ചത്? ഹൈഡ്രോ കാർബണിൽ പഠിച്ചതാ. പക്ഷേ ഇത് ചാപ്റ്റർ ഏതാണ്? ഈ ചാപ്റ്റർ ഹാലോ ആൽക്കെയ്ൻസ്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യം സെക്കൻഡ് ഇയറിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ കണക്റ്റഡ് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളത് ബേസിക് ആയുള്ള നോളജ് ഉണ്ടെങ്കിൽ ഓർഗാനിക് ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റും. അപ്പം ആൻസർ ചെയ്യുകയാണെങ്കിൽ നോക്കിയ മക്കളെ, ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. ഡബിൾ ബോണ്ടിന് തൊടുന്നില്ലേ? ഡബിൾ ബോണ്ടിനെ തൊടുന്നുണ്ടോ? ഡബിൾ ബോണ്ട് തൊടുന്നുണ്ടോ മക്കളെ? ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവോ ഇല്ലയോ? അതാണ് ചോദ്യം. ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവോ ഇല്ലയോ? ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവോ ഇല്ലയോ? ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. കാരണം എന്താ? ഈ ഒലിഫിനിക് കാർബണിലേക്ക് പൊട്ടിപ്പോയി. നിങ്ങൾ പണ്ട് പഠിച്ചില്ലേ? ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അത് പല കുട്ടികളുടെ ഡൗട്ടാണ്. അതായത് നമ്മളിപ്പോ ഒരു ഡബിൾ ബോണ്ട് എടുക്കുകയാണ്. ലെറ്റ്സ് സേ
CH3, CH2, CH ഡബിൾ ബോണ്ട്, CH അങ്ങനെ വിചാരിക്കും. ഇതിൽ ഞാൻ ആഡ് ചെയ്യാണ് ഒരു HCl ആഡ് ചെയ്തിരിക്കും, HCl. ഇത് പോസിറ്റീവ് നെഗറ്റീവ്. ഈ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും മക്കളെ? എങ്ങോട്ടാ പോവുക? H+. ഇപ്പൊ നിങ്ങൾ മാർക്കോനിക്കോ റൂൾ ആലോചിക്കണം. മാർക്കോനിക്കോ റൂൾ എന്താ പറയുന്നത്? മാർക്കോനിക്കോ റൂൾ ഇത്രേ പറയുന്നുള്ളൂ, പോസിറ്റീവ് പാർട്ട് വിൽ ഗോസ് ടു ദോസ് ഓഫ് ഫ്രീ കാർബൺ ഹാവിംഗ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. മോർ ഇവിടെ ഇപ്പം let's say ഇവിടെയാണ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. അപ്പം പോസിറ്റീവ് ഇങ്ങോട്ട് പോകും, Cl ഇങ്ങോട്ട് പോയിരിക്കും. അപ്പൊ ഇവിടെ Cl കയറിയിരിക്കും. അങ്ങനെയുള്ള കാര്യം. അപ്പൊ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആവുന്നില്ലേ? ആവുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇവിടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ എവിടെയൊക്കെ പോയിരിക്കാം? ഈ CH3 അവിടെ തന്നെ ഉണ്ടാകും, ഹൈഡ്രജൻ എന്ത് ചെയ്യും? അവിടെ തന്നെ പോയിരിക്കും. ഇതാണ് ഇതിന്റെ product. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാവണം, അല്ലാതെ ചുമ്മാ കാണാതെ പഠിക്കരുത്. ഈ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇതിന്റെ റീസൺ മാർക്കോനിക്കോ റൂൾ ആണെന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, പോസിറ്റീവ് പാർട്ട് എവിടെയാണ് ഹൈഡ്രജൻ കൂടുതൽ അവിടെ പോയിരിക്കുന്നു, ആൻഡ് ബാക്കിയുള്ള ആളെന്ന് നെഗറ്റീവ് പാർട്ട് എന്ത് ചെയ്യുന്നു? എവിടെയാണ് ഹൈഡ്രജൻ കുറവുള്ളത് അവിടെ പോയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. നെക്സ്റ്റ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മക്കളെ, ഇതേതാ ചോദ്യം? ഇപ്പൊ നമ്മൾ പഠിച്ച ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, അതായത് നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന ആൽക്കിൽ ഹാലൈഡ് തന്നെ അയോഡൈഡിനെയും ഫ്ലൂറൈഡിനെയും ഉണ്ടാക്കാൻ വേണ്ടി സെപ്പറേറ്റ് റിയാക്ഷൻസ് ആണ്. നോർമലി അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് അയോൺ എക്സിൻ മെത്തേഡ്, അതായത് നമ്മൾ ആദ്യം ബ്രോമൈഡിനെയും അതേ ആൽക്കൽ ബ്രോമൈഡിനെയും ആൽക്കൽ ക്ലോറൈഡ് ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം ആ ക്ലോറിനെയും ബ്രോമിനെയും റീപ്ലേസ് ചെയ്യുന്ന തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് അതിനെ വിളിക്കുന്ന അയോൺ എക്സ്ചേഞ്ച് റിയാക്ഷൻസ്. അത് നമ്മൾ സാധാരണ ഫിംഗൽസ്റ്റീനും അത് സ്വാട്സ് റിയാക്ഷൻ ആണ് വിളിക്കാറുള്ളത്. ഇവിടെ കാണുന്ന എന്താ ഫിംഗൽസ്റ്റീനെ? കാരണം എന്താ? നമുക്ക് ഉണ്ടാക്കുന്നത് ആരെയാ? ആൽക്കൽ അയോഡൈഡിനെ അല്ലെങ്കിൽ CH3, CH2, I എന്ന് പറയുന്ന ആൽക്കൽ അയോഡൈഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണിത്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിൾ ഡയറക്റ്റ് ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കേണ്ടതാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ അടുത്ത ചോദ്യം ഇത് നീറ്റ് എക്സാമിന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ്, അത് മാർക്ക് ചെയ്ത് പഠിക്കണം. അപ്പൊ എന്താണ് ആ ചോദ്യം? ആ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മാറ്റി ചെയ്താൽ. ചോദ്യം എന്താണെന്ന് മാറ്റി എഴുതിക്കോ. എല്ലാവരും എഴുതി പെൻ പേപ്പറൊക്കെ എടുത്ത് എഴുതിക്കോളൂ. എന്താണ് ചോദ്യം? അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു? ബ്രോമിൻ ആഡ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു, UV ലൈന്റെ പ്രസൻസ്. ഓക്കെ, ഇതാണ് പരിപാടി. ഇനി ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, സിമ്പിൾ ആണ് കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഡബിൾ ബോണ്ട് കാർബണാറ്റത്തെ തൊട്ടടുത്ത കാർബണാറ്റത്തെ വിളിക്കുന്നത് ആൽഫ കാർബൺ ആയിരിക്കും. ആൽഫ കാർബൺ. അവിടെ ആരുണ്ടാവും? ഒരു ഹൈഡ്രജൻ ഉണ്ടാവില്ലേ? ഹൈഡ്രജൻ വിളിക്കുന്ന പേരെന്താ? ആൽഫ ഹൈഡ്രജൻ. ഈ ആൽഫ ഹൈഡ്രജൻ നമ്മൾ ആഡ് ചെയ്യുന്ന ബ്രോമിന്റെ അകത്തുള്ള Br2 ബ്രോമിന് കൂടി HBr ആയിട്ട് പുറത്തോട്ട് പോകും. ബാക്കി വരുന്ന Br മൈനസ് എന്ത് ചെയ്യും? Br എന്ത് ചെയ്യും? ബാക്കി വരുന്ന Br എന്ത് ചെയ്യും? ആ ഹൈഡ്രജൻ പ്ലേസ് പോയിട്ട് കയറിയിരിക്കും. അത്രേ ഉള്ളൂ കാര്യം. അത് ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാവില്ലേ? ഈ ഹൈഡ്രജൻ ചവിട്ടി പുറത്താക്കി ആര് കയറിക്കും? ബ്രോമിൻ അവിടെ കയറിയിരിക്കും. അത്രേ ഉള്ളൂ കാര്യം. ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ബ്രോമിൻ കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ? ഇത് ഏത് പൊസിഷൻ? അലൈലിക് പൊസിഷനിലാണ്. അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ കേട്ടിട്ടില്ലേ? അതേപോലെ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ UV റേറ്റ് ഒക്കെ കാണുമ്പോൾ എന്ത് മെക്കാനിസം ആണത്? UV അല്ലെങ്കിൽ ഹീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അതുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം. എന്താണ് മെക്കാനിസം പേര്? ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം. അത് നമ്മൾ ഹൈ ടെമ്പറേച്ചർ, ഹൈ ഇലക്ട്രിസിറ്റി, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി HNU ഒക്കെ കാണുകയാണെങ്കിൽ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഒരു കാര്യം കൂടെ ഓർത്തിരിക്കും. അപ്പൊ പ്രൊഡക്റ്റ് ഉണ്ടാവുക മക്കളെ, ഈ ആൽഫ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ആര് കയറിയിരിക്കും? ബ്രോമിൻ കയറിയിരിക്കും. സോ ആൻസർ വിൽ ബി, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടെ ബോണ്ടും കാര്യങ്ങളും ബ്രേക്ക് ചെയ്യുന്നില്ല. സോ എന്തൊക്കെ ആൻസർ ഉണ്ട്? അവിടെ ആയിരിക്കും? ബ്രോമിൻ കയറിയിരിക്കും. പുറത്തോട്ട് HBr പുറത്തോട്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. NCERT-നകത്തുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ അത് ഓരോന്നും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയകൾ കിട്ടും. അപ്പൊ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക? ഒന്ന് ഈ 6.5 എന്നുള്ള സംഭവം ഒന്ന് ചെയ്ത് നോക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ആ ചോദ്യങ്ങളും. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റാർ മാർക്ക് ഇട്ട 2, 4, 6 ആണ്. വെറൈറ്റി ചോദ്യങ്ങളാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. റെഡി? ഇനി എനിക്ക് പറയാനുള്ളത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ പ്രധാനമായിട്ടും ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താ ചോദ്യങ്ങളാണ് വരുന്നുണ്ടാവുക? അത് ബോയിലിംഗ് പോയിന്റ് ആണ്. ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബോയിലിംഗ് പോയിന്റ്. സോ ബോയിലിംഗ് പോയിന്റ് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ NCERT ഓറിയന്റഡ് നോക്കുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ്. മാസ് കൂടും ബോയിലിംഗ് പോയിന്റ് കൂടും. മാസ് കൂടും ബോയിലിംഗ് പോയിന്റ് കൂടും. അതേപോലെ മക്കളെ, നമ്മുടെ ബ്രാഞ്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ബ്രാഞ്ച് കൂടുക നോക്കി. ബ്രാഞ്ചും ബോയിലിംഗ് പോയിന്റ് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ ബ്രാഞ്ചിങ് കൂടുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറയാണ് ചെയ്യുക. രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. മാസ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും, ബ്രാഞ്ച് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയാണ് ചെയ്യുക. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ NCERT കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കി വെക്കാം. എല്ലാവരും നോക്കിക്കേ. അതായത് NCERT കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും അണ്ടർലൈൻ ചെയ്യണം അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. അത് ഞാൻ എന്ത് ചെയ്യാം? എല്ലാവരും കാണിച്ചു തരാം. NCERT വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിട്ടും അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ മാർക്ക് ചെയ്തോളൂ. വായിക്കാം സ്റ്റേറ്റ്മെന്റ്. The boiling point of alkyl halide increase in the order Ra greater than Rbr greater than Rcl greater than Rf. ഇവിടുത്തെ പ്രത്യേകത എന്താ മക്കളെ? ഇത് ആൽക്കലി ഗ്രൂപ്പ് സെയിം അല്ലേ? ആരാണ് മാറുന്നത്? ഹാലൈഡുകൾ മാറുന്നുണ്ട്, ഹാലജൻ മാറുന്നുണ്ട്. സെയിം ആൽക്കിൽ ഹാലൈഡിന്റെ അതായത് ആൽക്കിൽ ഹാലൈഡ് സെയിം ആൽക്കലി ഗ്രൂപ്പുകൾ ആണെങ്കിൽ
അതിന്റെ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റിന് ഓർഡർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിച്ച് മീൻസ് എന്താണ്, Ri എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽക്കൈൽ അയോഡൈഡിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. പിന്നെ ആർക്കാ മക്കളെ, പിന്നെ ആൽക്കൈൽ ബ്രോമൈഡിനാണ്, പിന്നെ ആൽക്കൈൽ ക്ലോറൈഡിനാണ്, പിന്നെ ആർക്കാണ്, ആൽക്കൈൽ ഫ്ലൂറൈഡിനാണ്. ഇതിന് അർത്ഥം എന്താ മക്കളെ? നോക്കിക്കേ, അയോഡിൻ എന്ന് പറഞ്ഞാൽ എന്താ, മോളിക്കുലർ മാസ് കൂടി സൈസ് കൂടിയ ആളല്ലേടാ. ബോയിലിംഗ് പോയിന്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ എന്താണ്, ഡിപ്പെൻഡ് ഓൺ മോളിക്കുലർ അല്ലെങ്കിൽ മോളാർ മാസ്, മാസ് ഓഫ് ദി കോമ്പൗണ്ട്. അപ്പൊ മാസ് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടുന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ കാണിയിരിക്കുന്നത്. അതായത് ആൽക്കൈൽ അയോഡൈഡിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. പിന്നെ ആർക്കാണ്, ആൽക്കൈൽ ബ്രോമൈഡിനാണ്. പിന്നെ ആർക്കാണ്, ആൽക്കൈൽ ക്ലോറൈഡിനാണ്. ഏറ്റവും കുറവായിരിക്കും ആൽക്കൈൽ ഫ്ലൂറൈഡിനാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. റെഡിയല്ലേ? അത് എക്സാമിന് എന്ത് ചെയ്യും, സ്ഥിരമായിട്ട് അങ്ങോട്ട് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ രൂപത്തിൽ, അതായത് നമുക്ക് ഓർഡർ ആയിട്ട് ചോദിക്കാം. അല്ലേ, സെറ്റ് അല്ലേ? യെസ്. ഈ ആ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ, കമ്പാരിസൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. കാരണം CH3CH2 ഇവിടെ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, അയോഡൈഡ് ആണ്. അയോഡൈൻ ആണ് ഗ്രാഫിലാണ്, അയോഡൈഡിന്റെ ഗ്രാഫാണ് ഏറ്റവും മുകളിലുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്, മാസ് കൂടിയ ആൾക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ഈ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഇനി മക്കളെ, നമ്മൾ രണ്ടാമതൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. ഇതിന്റെ എക്സാമ്പിൾ ആണ് NCERT കൊടുത്തിരിക്കുന്നത്. എന്താ മക്കളെ, അതായത് പ്രൈമറി ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ, 375 ആണെങ്കിൽ സെക്കൻഡറിക്ക് എത്രയാണ്, 364 ടെർസറിക്ക് 346 ആണ്. വിച്ച് മീൻസ് എന്താ, പ്രൈമറിക്കാണ് എന്ത് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർസറി. വിച്ച് മീൻസ് ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയുന്നു. അതാണ് പോയിന്റ്. ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയുന്നു. ആദ്യം പറഞ്ഞ എന്താ, മോളിക്കുലർ മാസ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടി, അതിന്റെ എക്സാമ്പിൾ കാണിച്ചു തന്നു. ദെൻ ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയുന്നു, അതിന്റെ എക്സാമ്പിൾ കാണിച്ചത്. സെറ്റ് അല്ലേ? ഈ NCERT നിങ്ങൾ കാണാത്ത ഒരു സാധനം പറയുന്നുണ്ട്, അത് എക്സാമിന് കയറി വരാൻ ചാൻസ് ഉള്ളതാണ്, ചോദിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. NCERT വായിക്കുന്ന കുട്ടികൾക്കാണ് ആ പോയിന്റ് കിട്ടുക. നോക്കിയാൽ മക്കളെ, ബോയിലിംഗ് പോയിന്റ് ഓഫ് ഐസോമറി ഡൈഹാലോ ബെൻസീൻ ആർ വെരി നിയർലി ദ സെയിം. ബോയിലിംഗ് പോയിന്റ് ഓഫ് ഐസോമർ, അതായത് ഡൈഹാലോ ബെൻസീൻ എന്താണ്, ബോയിലിംഗ് പോയിന്റ് സെയിം ആണ് ഓൾമോസ്റ്റ്. പക്ഷേ പാരാ ഐസോമേഴ്സ് ആർ ഹൈ മെൽറ്റിംഗ് ആസ് കമ്പയർ ടു ദെയർ ഓർത്തോ ആൻഡ് മെറ്റാ ഐസോമർ. അതായത് മക്കളെ, പാരാ ഐസോമർ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാണിച്ചത് നിങ്ങൾക്ക് ഇതാ, നോക്കി എല്ലാവരും നോക്കണേ, NCERT എല്ലാവരും നോക്കിക്കേ. ഇത് ഡൈഹാലോ ബെൻസീന. എന്താണ് ഡൈഹാലോ ബെൻസീന? ഇതിന്റെ പാരാ ഐസോമർ ആണ് ഈ കാണുന്നത്. ഇതാണ് പാരാ ഐസോമർ. ഇത് ഐസോമർ, ഇത് മെറ്റാ ഐസോമർ ആണ്, ഇത് ഓർത്തോ ഐസോമർ ആണ്. അല്ലെ, ഇത് ഡൈഹാലോ ബെൻസീൻ ആണല്ലോ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും, NCERTയുടെ ഒരു ഡാറ്റ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ബോയിലിംഗ് പോയിന്റിന് ഓർഡർ നോക്കിക്കേ, ആർക്കാ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്, അത് ആർക്കാ നമുക്ക് നോക്കിക്കേ, ആർക്കാണത്, ഓർത്തോക്കല്ലേ, ഓർത്തോക്കാണ്. പിന്നെ ആർക്കാണ്, പിന്നെ പാരക്കല്ലേ, പിന്നെ പാരക്കാണ്. ഏറ്റവും കുറവാണ് മെറ്റക്കുള്ളത്. മെൽറ്റിംഗ് പോയിന്റ് നോക്കുമ്പോൾ ആർക്കാ ഏറ്റവും കൂടുതലുള്ളത്, മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ ആർക്കാണ്, ദാറ്റ്സ് ഫോർ പാര. പിന്നെ ആർക്കാണ്, പിന്നുള്ളത് ആർക്കാണ്, ഓർത്തോക്കാണ്. പിന്നെ ഏറ്റവും കുറവാണ് മെട്രിക്. അപ്പൊ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഫിഗർ അനുസരിച്ച്, ഈ ഡയഗ്രം നോക്കിക്കാൻ, ഡാറ്റ നോക്കിക്കാൻ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു ഓർഡർ എഴുതാൻ പറ്റും. എങ്ങാനും ഒരു ഓർഡർ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ NCERT-നകത്തുള്ള ഈ കണ്ടന്റ് ഡാറ്റ വെച്ചിട്ടാണ് ഓർഡർ ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതേപോലെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവാണ് ആയിരിക്കും മെറ്റക്ക്, ഏറ്റവും കൂടുതലാണ് ആയിരിക്കും. അതുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായത് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺ അതിന്റെ സിമെട്രി ആണ്. അതും കൂടി NCERT പറയുന്നുണ്ട്. അതും കൂടി നോക്കിക്കേ. NCERT എന്താ പറയുന്നത് നോക്കിക്കേ, which is symmetry of para isomer that it fits crystal lattice better as compared to ortho and meta isomer. എന്ന് വെച്ചാൽ മക്കളെ, ഈ പാരാ ഐസോമർ വളരെ എന്താണ്, കുറച്ചും സ്ട്രക്ചേർഡ് ആണ് ആള്, അല്ലെ. സ്ട്രക്ചർ എന്താണ്, ഭയങ്കര സിമെട്രിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ ലാറ്റിസ് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. മെൽറ്റിംഗ് പോയിന്റ് കൂടിയ നേരത്തെ ബോയിലിംഗ് പോയിന്റ് അത്രത്തോളം കൂടുന്നില്ല, അതൊരു ചോദ്യമാണ്. നല്ല മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, പക്ഷെ അത്രത്തോളം ബോയിലിംഗ് പോയിന്റ് ഇല്ലാത്ത ആളാരാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം പാരാ ആയിട്ടുള്ള ഡൈഹാലോ ബെൻസീൻ ആണ്. കുറച്ചല്ലേ, അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സെറ്റ് മക്കളെ, സെറ്റ്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ട് NCERT-യിൽ. ആ ഡാറ്റയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡാറ്റ പ്രത്യേകത പറഞ്ഞുതരാം. അപ്പം ആ ഡാറ്റ നമ്മൾ ഈ പറഞ്ഞത്, ഈ ഡാറ്റയായിരുന്നു ഓൾറെഡി പറഞ്ഞ ഡൈപോൾ മൂവ്മെന്റിന്റെ കാര്യം. ഡൈപോൾ മൂവ്മെന്റ് ഓഫ് എന്താണ്, CH3F-നേക്കാൾ കൂടുതൽ CH3Cl ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന ടേബിൾ കോളം നോക്കിയിട്ടാണ്. ടേബിൾ നോക്കി കുട്ടിക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ടേബിൾ എന്ത് ചെയ്യുക, കൃത്യമായി പഠിക്കാം. സെറ്റ് അല്ലേ മക്കളെ, ഓക്കെ അല്ലേ? യെസ്, കറക്റ്റ്. ഇനി നമുക്ക് എന്താണ് പറയാനുള്ളത്, സോലബിലിറ്റി ഇമ്പോർട്ടന്റ്. അതായത് സോലബിലിറ്റി ഒന്നും വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല. ജസ്റ്റ് അതിനകത്തുള്ള 2-3 പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. എന്താണ് പോയിന്റുകൾ നോക്കിക്കുക എല്ലാവരും. ഇതൊക്കെ പോയിന്റുകൾ മക്കളെ. ഹാലോ ആൽക്കീൻസ് ആർ വെരി സ്ലൈറ്റ്ലി സോലബിൾ ഇൻ വാട്ടർ ആണ്. നോട്ട് ഡിസോൾവ് ഹാലോ ആൽക്കീൻ. അപ്പം സോലബിലിറ്റി ഓഫ് ഹാലോ ആൽക്കീൻ ഇൻ വാട്ടർ ഇസ് ലോ ആണ്. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ടൊന്നുമില്ല, ചോദ്യങ്ങളായിട്ടൊന്നും കാര്യമായിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ ബോണ്ടുകൾ കാര്യങ്ങളൊക്കെ കൂടുകയാണ്, സോലബിലിറ്റി കൂടും. ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. വലിയ കാര്യങ്ങൾ അവിടെ നിന്ന് സോലബിലിറ്റി വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല.